വെൽക്കം ടു മാസ്റ്റർ കെ അക്കാഡമി. നമ്മൾ ഇന്ന് ഇനോർഗാനിക് കെമിസ്ട്രിയുടെ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. നമ്മളുടെ സയൻറ്റിഫിക് ഓഫീസറുമായിട്ട് എക്സാമുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ ക്വസ്റ്റ്യനായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കുറേ അധികം പോയിൻറ്റ്സ് നമ്മൾ അതിൻ്റെ കൂടെ തന്നെ ഡിസ്കസ് ചെയ്ത് പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളും അത് നോട്ട് ചെയ്ത് പോവുക. പിന്നെ ഈ ഒരു ഡിസ്കഷൻ മൊത്തം കംപ്ലീറ്റ് ആകുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാവും, കുറേ അധികം കൺസെപ്റ്റുകൾ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നുണ്ട്. സോ ആ ഒരു റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന കൺസെപ്റ്റുകളും നിങ്ങൾ നോട്ട് ചെയ്ത് തന്നെ പോവുക. ഓക്കെ, അപ്പം ഫുൾ കുറേ അധികം ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ട്, 7-8 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ട്. സോ ഓരോ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കഴിയുമ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന കൺസെപ്റ്റ് കറക്റ്റായിട്ട് നിങ്ങൾ നോട്ട് ചെയ്ത് പോവുക. ഇനി വരുന്ന എക്സാമിന് നിങ്ങൾക്ക് അത് ഒരുപാട് ഹെൽപ്ഫുൾ ആയിരിക്കും. സോ ഡയറക്റ്റ്ലി നമ്മൾ നമ്മുടെ സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യുവാണ്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. വാട്ട് ഈസ് ദ പോയിന്റ് ഗ്രൂപ്പ് ഓഫ് നാഫ്തലി? ഓക്കെ, നാഫ്തലിൻ്റെ പോയിന്റ് ഗ്രൂപ്പാണ് ചോദിച്ചിട്ടുള്ളത്. സോ C2V, C2H, D2H ആൻഡ് D2D. ഓക്കെ, നമുക്ക് 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. സോ നാഫ്തലിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ഇതാണ് നമ്മുടെ നാഫ്തലിൻ മോളിക്യൂൾ എന്ന് പറയുന്നത്. സോ നാഫ്തലിൻ മോളിക്യൂളിന് നമ്മുടെ പ്രിൻസിപ്പൽ ആക്സിസ് എന്ന് പറയുന്നത് C2 ആക്സിസ് ആണ്. ഇതാണ് C2 എന്ന് പറയുന്നത്. സോ ഇതൊരു C2 ആണ്, ഇത് വേറൊരു C2 ആണ്. അപ്പോൾ നമുക്കൊരു C2 പ്രിൻസിപ്പൽ ആക്സിസ് ഉണ്ടെന്ന് മനസ്സിലായി. ഇനി നമ്മൾ C2 ആക്സിസിന് പാരലായിട്ടോ പെർപെൻഡിക്കുലർ ആയിട്ടോ നമുക്ക് സിഗ്മ പ്ലെയിൻ ഉണ്ടോ എന്നാണ് നമ്മൾ നോക്കുന്നത്. സോ നമുക്ക് എന്തുണ്ട്, പെർപെൻഡിക്കുലർ ആയിട്ട് എന്തുണ്ട്, ഒരു പ്ലെയിൻ കൂടെ വരുന്നുണ്ട്. സോ ആ ഒരു പെർപെൻഡിക്കുലർ പ്ലെയിൻ കൂടെ വരുന്നതുകൊണ്ട് നമുക്ക് ഉറപ്പായിട്ട് നമ്മുടെ ടേം എന്ന് പറയുന്നത് എന്തായിരിക്കും, D ടേം ആയിരിക്കും വരുന്നത്. സോ സിഗ്മ H ആണ് വരുന്നത്. പോയിന്റ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് എന്തായിരിക്കും, D2H ആയിരിക്കും നാഫ്തലിൻ്റെ പോയിന്റ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. നിങ്ങൾ ഗ്രൂപ്പ് തിയറി ആയിട്ട് ബന്ധപ്പെട്ട് പഠിക്കുന്ന സമയത്ത് എപ്പോഴും വേണ്ട ഒരു കാര്യം ഇമാജിനേഷനാണ്. സോ നമ്മൾ ആ ഒരു ആക്സിസ് കറക്റ്റായിട്ട് നോക്കുക, ഒരു മോളിക്യൂളിൻ്റെ സ്ട്രക്ചർ വരച്ച് നോക്കുക, അതിൻ്റെ പ്രിൻസിപ്പൽ ആക്സിസ് ഏതാണെന്ന് നോക്കുക, പ്രിൻസിപ്പൽ ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിട്ട് പ്ലെയിൻ ഉണ്ടോ എന്ന് നോക്കുക. ഉണ്ടെന്നുണ്ടെങ്കിൽ സിഗ്മ H ആയിരിക്കും പോയിന്റ് ഗ്രൂപ്പ് ആയിട്ട് വരിക. അല്ല, പാരലായിട്ടാണ് വരുന്നെങ്കിൽ എന്തായിരിക്കും, സിഗ്മ V പ്ലെയിൻ ആണ് ഉണ്ടാവുക. സോ അതനുസരിച്ചായിരിക്കും നമ്മുടെ പോയിന്റ് ഗ്രൂപ്പ് വരുന്നത്. സോ ഈ ഒരു കേസിൽ നമ്മുടെ പോയിന്റ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് എന്തായിരിക്കും, D2H ആയിരിക്കും പോയിന്റ് ഗ്രൂപ്പ്. ഇനി D2H പോയിന്റ് ഗ്രൂപ്പിൻ്റെ ഓർഡർ വേണമെങ്കിൽ ചോദിക്കാം, D2H പോയിന്റ് ഗ്രൂപ്പിൻ്റെ ഓർഡർ എന്താണെന്നുള്ളത്. സോ ഓർഡർ എന്ന് പറയുന്നത് എത്രയാണ്, 8 ആണ്. ഓക്കെ, അപ്പോൾ ആ ഒരു പോയിന്റ് കൂടെ എന്ത് ചെയ്യുക, നിങ്ങളുടെ നോട്ടിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കുക. സോ നമ്മുടെ ആൻസർ വരുന്നത് ഏതാണ്, C ഓപ്ഷൻ, D2H ആണ് നമ്മളുടെ ആൻസർ എന്ന് പറയുന്നത്. ഇനി നോക്കാം C2V പോയിന്റ് ഗ്രൂപ്പ്. സോ C2V പോയിന്റ് ഗ്രൂപ്പിനകത്ത് നമുക്ക് എക്സാമ്പിൾ പറയാനായിട്ട് നമ്മളുടെ വാട്ടർ മോളിക്യൂൾ എടുക്കാം. സോ വാട്ടർ മോളിക്യൂളിനെ നമ്മൾ നോക്കുന്ന സമയത്ത് ഇതാണ് നമ്മുടെ വാട്ടർ മോളിക്യൂൾ എന്ന് പറയുന്നത്. സോ ഇതാണ് എന്തെന്ന് പറയുന്നത്, നമ്മുടെ C2 ആക്സിസ് എന്ന് പറയുന്നത്. സോ ഈ ഒരു C2 ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിട്ട് പ്ലെയിൻ ഒന്നുമില്ല, എങ്ങനെയാണ്, പാരലായിട്ടാണ് പ്ലെയിൻ ഉള്ളത്. അതുകൊണ്ടാണ് നമ്മൾ C2V എന്ന് അതിനെ വിളിച്ചത്. സിഗ്മ V പ്ലെയിൻ ആണ് നമുക്കുള്ളത്. അതുകൊണ്ടാണ് അതിനൊരു പോയിന്റ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് C2V ആകുന്നത്. സോ അതാണ് C2Vയെ കുറിച്ച് പറയാനുള്ളത്. ഇനി C2H ആണെന്ന് വിചാരിക്കുക. സോ C2Hൻ്റെ കേസിൽ സോ ഇതാണ് നമ്മളുടെ മോളിക്യൂൾ എന്ന് വിചാരിക്കുക. സോ ഈ ഒരു മോളിക്യൂളിലും നമുക്ക് എന്തുണ്ട്, C2 ആക്സിസ് ഉണ്ട്. സോ ഇതാണ് നമ്മളുടെ C2 എന്ന് പറയുന്നത്. സോ ഇതിനെ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് 180 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് ഈ Cl ഇവിടെ വരും, ഇവിടെ വരും, ഈ H ഇവിടെ വരും, ഇവിടെ തിരിച്ചു വരും. സോ C2 ഗ്രൂപ്പ് ഇതിനുണ്ട്. അതുപോലെ തന്നെ ഇതിന് എന്താണുള്ളത്, ഈ പ്ലെയിൻ വെച്ച് കട്ട് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു സിഗ്മ H കൂടെ പ്രസൻ്റ് ആണ്. സോ പക്ഷേങ്കിൽ എന്താണ്, നമ്മളുടെ സിഗ്മ H ആണ് ഇവിടെ ഉള്ളത്. സോ അതുകൊണ്ട് പോയിന്റ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് എന്തായിരിക്കും, C2H ആയിരിക്കും പോയിന്റ് ഗ്രൂപ്പ്. സോ ഈ ഓരോ പോയിന്റ് ഗ്രൂപ്പ് വരുന്നതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ മോളിക്യൂൾസ് കൂടെ നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഒന്ന് നോക്കി പോകുന്നത് നല്ലതായിരിക്കും. സോ പോയിന്റ് ഗ്രൂപ്പ് കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ആ ഒരു മോളിക്യൂളിനെ കുറിച്ച് ഓർമ്മ വരും. അതുകൊണ്ടാണ് നമ്മൾ ഓരോ പോയിന്റ് ഗ്രൂപ്പിൻ്റെ എക്സാമ്പിളൂടെ പറഞ്ഞു പോകുന്നത്. ഇനി D2Dക്ക് എക്സാമ്പിളായിട്ട് നമുക്ക് അലീൻ സിസ്റ്റം നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. സോ അലീൻ എന്ന് പറയുന്നത് ഒരു D2D പോയിന്റ് ഗ്രൂപ്പിന് എക്സാമ്പിളാണ്. ഓക്കെ, സോ നമ്മുടെ ക്വസ്റ്റിനകത്ത് നാഫ്തലിനായിരുന്നു പോയിന്റ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. D2H ആണ്. ഇനി D2Hൻ്റെ ഓർഡർ ചോദിച്ചു കഴിഞ്ഞാൽ 8 ആണ് അതിൻ്റെ ഓർഡർ വരുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റിനിലേക്ക് പോകാം. Second question, if a molecule has the following symmetry elements, the IR active vibrational modes are Raman inactive and vice versa. Okay, so basically ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, കെമിസ്ട്രി പഠിച്ചവരൊക്കെ തന്നെ മോളിക്കുലർ സ്പെക്ട്രോസ്കോപ്പിക്കകത്ത് കേട്ടിട്ടുണ്ടാവും. എന്താണ്, IR ആക്റ്റീവ് വൈബ്രേഷണൽ മോഡ്സ് ആർ രാമൻ ഇനാക്റ്റീവ് ആൻഡ് രാമൻ ആക്റ്റീവ് മോഡ്സ് ആർ എന്താണ്, തിരിച്ച് എന്താണ് നമ്മളുടെ IR ആക്റ്റീവ് എന്നുള്ള രീതിയിൽ, ഇനാക്റ്റീവ് എന്നുള്ള രീതിയിൽ കേട്ടിട്ടുണ്ടാവും. സോ ഈ ഒരു റൂളിനെ നമ്മൾ മ്യൂച്വൽ എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ എന്നാണ് വിളിക്കുന്നത്. സോ ജസ്റ്റ് ആ റൂൾ എന്താണെന്ന് നമുക്ക് നോക്കാം.
അത് കഴിഞ്ഞിട്ട് നമ്മുടെ സിമെട്രി എലമെന്റിലേക്ക് വരാം. സോ മ്യൂച്വൽ എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ നമ്മൾ സെൻട്രോസിമെട്രിക് മോളിക്യൂൾസിനാണ് അപ്ലൈ ചെയ്യുന്നത്. സോ ദോസ് വിത്ത് ഹാവിംഗ് ഇൻവേർഷൻ സെൻറ്റർ ഉള്ള സിസ്റ്റത്തെയാണ് നമ്മൾ സെൻട്രോസിമെട്രിക് മോളിക്യൂൾ എന്ന് വിളിക്കുന്നത്. സോ സെൻട്രോസിമെട്രിക് മോളിക്യൂളിലാണ് നമ്മൾ ഈ റൂൾ അപ്ലൈ ചെയ്യുന്നത്. റൂൾ എന്ന് പറയുന്നത് ഇഫ് എ വൈബ്രേഷണൽ മോഡ് ഈസ് IR ആക്റ്റീവ് ഇറ്റ് ഈസ് രാമൻ ഇനാക്റ്റീവ് ആൻഡ് ഇഫ് ഇറ്റ് ഈസ് രാമൻ ആക്റ്റീവ് ദെൻ ഇറ്റ് വിൽ ബി IR ഇനാക്റ്റീവ്. അതാണ് നമ്മുടെ മ്യൂച്വൽ എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഇനി ഈ മ്യൂച്വൽ എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിളിന്റെ സിഗ്നിഫിക്കൻസ് എന്താണെന്നാണ് നമ്മൾ നോക്കുന്നത്. സോ നോക്കുക, ദ IR ആക്ടിവിറ്റി റിക്വയർസ് എ ചേഞ്ച് ഇൻ ഡൈപോൾ മൊമെന്റ് ഡ്യൂറിംഗ് വൈബ്രേഷൻ. ഓക്കെ, അപ്പോൾ IR ആക്ടിവിറ്റിക്ക് നമുക്ക് ചേഞ്ച് ഇൻ ഡൈപോൾ മൊമെന്റ് വേണമെന്നുള്ള കാര്യം അറിയാം. ഇനി രാമൻ ആക്ടിവിറ്റിക്ക് ആണെന്നുണ്ടെങ്കിൽ പോളറൈസേഷനെ കുറിച്ചാണ്, അല്ലെങ്കിൽ പോളറൈസബിലിറ്റിയെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. വൈബ്രേഷൻ നടക്കുന്ന സമയത്ത് ആ മോളിക്യൂളിന് പോളറൈസേഷൻ ഉണ്ടാവണം എന്നുള്ളതാണ് ആ രാമൻ ആക്ടിവിറ്റിയുടെ കണ്ടീഷൻ എന്ന് പറയുന്നത്. IR ആക്ടിവിറ്റിയുടെ കണ്ടീഷൻ എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ ഡൈപോൾ മൊമെന്റ് ആണെങ്കിൽ രാമൻ ആക്ടിവിറ്റിയുടെ കണ്ടീഷൻ എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ പോളറൈസേഷൻ ആണ്. ഇനി ഈ സെൻട്രോസിമെട്രി ഉള്ള മോളിക്യൂൾസിന്റെ പ്രത്യേകത, the IR active modes are anti-symmetric with respect to the inversion center. നമ്മളുടെ IR ആക്റ്റീവ് ആയിട്ടുള്ള മോഡ്സ് എന്ന് പറയുന്നത് നമ്മളുടെ ഇൻവേർഷൻ സെന്ററിന് ആന്റി സിമെട്രിക് ആയിരിക്കും. അത് ഒരു സിഗ്നിഫിക്കൻസ് ആണ്, അല്ലെങ്കിൽ ഒരു ക്യാരക്ടറിസ്റ്റിക് ആണ്. ഇനി രണ്ടാമത്തെ ക്യാരക്ടറിസ്റ്റിക് എന്ന് പറയുന്നത് രാമൻ ആക്റ്റീവ് മോഡ്സ് ആർ സിമെട്രിക് വിത്ത് റെസ്പെക്ട് ടു ദ ഇൻവേർഷൻ സെന്റർ. രാമൻ ആക്റ്റീവ് മോഡ്സ് എന്ന് പറയുന്നത് ഇൻവേർഷൻ സെന്ററുമായിട്ട് സിമെട്രിക് ആയിരിക്കും. സോ എ സിംഗിൾ മോഡ് ക്യാൻ ബി ബോത്ത് IR ആൻഡ് രാമൻ ആക്റ്റീവ്. അതുകൊണ്ടാണ് IR ആക്റ്റീവ് ആവുന്ന സമയത്ത് രാമൻ ഇനാക്റ്റീവ് ആവും, രാമൻ ആക്റ്റീവ് ആവുന്ന സമയത്ത് IR ഇനാക്റ്റീവ് ആവുന്നത്. സോ ഏത് സിമെട്രി എലമെന്റ് ആണ് നമ്മുടെ ഇൻവേർഷൻ സെന്റർ പ്രസന്റ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിലാണ് നമ്മൾ ആ ഒരു കാര്യം പറയുന്നത്. സോ നിങ്ങൾക്ക് പിടി കിട്ടി കാണാം. നമ്മൾ ക്വസ്റ്റിനിലേക്ക് തിരിച്ചു വരാം. ക്വസ്റ്റൻ എന്തായിരുന്നു? ഇഫ് എ മോളിക്യൂൾ ഹാസ് ദ ഫോളോയിങ് സിമെട്രി. ഇതിനകത്ത് ഏത് ഫോളോയിങ് സിമെട്രി വരുമ്പോഴാണ് എന്താകുന്നത്? IR ആക്റ്റീവ് വൈബ്രേഷണൽ മോഡ്സ് എന്ന് പറയുന്നത് രാമൻ ഇനാക്റ്റീവും രാമൻ ആക്റ്റീവ് IR ഇനാക്റ്റീവ് ആകുന്നതും എപ്പോഴാണെന്നാണ് ചോദ്യം. സോ എന്താണ്? നമ്മളുടെ ഇൻവേർഷൻ സെന്റർ വരുമ്പോഴാണ് ഈ പറഞ്ഞ കാര്യം നടക്കുന്നത്. ഫോർ സെൻട്രോസിമെട്രിക് മോളിക്യൂൾ രാമൻ IR ആക്റ്റീവ് വൈബ്രേഷൻസ് ആർ രാമൻ ഇനാക്റ്റീവ് ആൻഡ് രാമൻ ആക്റ്റീവ് വൈബ്രേഷൻസ് ആർ എന്താണ്? IR ഇനാക്റ്റീവ് ആയിരിക്കും. സോ ആൻസർ വരുന്നത് ഡി ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റിനിലേക്ക് പോകാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് മോളിക്യൂൾ ഡസ് നോട്ട് ഷോ റൊട്ടേഷണൽ സ്പെക്ട്രം? ഓക്കെ, സോ റൊട്ടേഷണൽ സ്പെക്ട്രം കാണിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് പെർമനന്റ് ഡൈപോൾ മൊമെന്റ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു പോയിന്റ് ആണ്. സോ ബേസിക്കലി അതിനകത്ത് ഡൈപോൾ മൊമെന്റ് ഇല്ലാത്തത് ഏതിനാണെന്ന് നോക്കിയാൽ മതി. സോ എന്താണ് ഇതിൻ്റെ കൺസെപ്റ്റ് ഇത്രേ ഉള്ളൂ. റൊട്ടേഷണൽ ട്രാൻസിഷൻസ് ആർ മൈക്രോവേവ് ആക്റ്റീവ് ഓൺലി ഇഫ് ദ മോളിക്യൂൾ ഹാസ് പെർമനന്റ് ഡൈപോൾ മൊമെന്റ്. നമ്മുടെ സിസ്റ്റത്തിനകത്ത് പെർമനന്റ് ഡൈപോൾ മൊമെന്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്താകത്തുള്ളൂ, ഈ പറഞ്ഞ ട്രാൻസിഷൻസ് പോസിബിൾ ആകത്തുള്ളൂ. സോ ദ മോളിക്യൂൾസ് വിത്ത് നോ പെർമനന്റ് ഡൈപോൾ മൊമെന്റ് വിൽ നോട്ട് ഇന്ററാക്ട് വിത്ത് ദ മൈക്രോവേവ് റേഡിയേഷൻ ആൻഡ് ഡു നോട്ട് ഹാവ് ദ റൊട്ടേഷണൽ സ്പെക്ട്രം. നോക്കുക, നമുക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് മോളിക്യൂൾ ഡസ് നോട്ട് ഷോയിങ് ദ റൊട്ടേഷൻ സ്പെക്ട്രം. റൊട്ടേഷൻ സ്പെക്ട്രം തരാത്തതെന്നാണ് ചോദ്യം. നമ്മളുടെ പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് പെർമനന്റ് ആയിട്ടുള്ള പെർമനന്റ് ഡൈപോൾ മൊമെന്റ് ഉണ്ടെങ്കിൽ മാത്രമേ എന്താകത്തുള്ളൂ, മൈക്രോവേവ് ആക്റ്റീവ് ആകത്തുള്ളൂ. നോക്കുക, HCl എന്തുണ്ട്? ഡൈപോൾ മൊമെന്റ് ഉണ്ട്. IF-ന് എന്തുണ്ട്? ഡൈപോൾ മൊമെന്റ് ഉണ്ട്. COയ്ക്ക് എന്തുണ്ട്? ഡൈപോൾ മൊമെന്റ് ഉണ്ട്. H2 എന്താണ്? H2-ന് എന്താണ്? ഇലക്ട്രോനെഗറ്റിവിറ്റി ഡിഫറൻസോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. സോ H2-ന്റെ കേസിൽ എന്തില്ല? നമുക്ക് ഡൈപോൾ മൊമെന്റ് ഇല്ല. സോ അതുകൊണ്ട് തന്നെ ഏതാണ് നമ്മളുടെ ആൻസർ വരുന്നത്? H2 ആയിരിക്കും. ഓക്കെ, സോ ഈ ടിക്കറ്റിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡൈപോൾ മൊമെന്റ് ഉണ്ട് എന്നാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, ഞാനതങ്ങ് മായ്ച്ചേക്കാം. സോ ഈ പറഞ്ഞിരിക്കുന്ന മൂന്നെണ്ണത്തിനും നമുക്ക് ഡൈപോൾ മൊമെന്റ് എന്താണ്? ഡൈപോൾ മൊമെന്റ് പെർമനന്റ് ഡൈപോൾ മൊമെന്റ് ഉണ്ട്. സോ ഈ മൂന്നെണ്ണത്തിനും പെർമനന്റ് ഡൈപോൾ മൊമെന്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ അതെന്തായിരിക്കും? റൊട്ടേഷൻ സ്പെക്ട്രം തരും. പക്ഷേ ഇതിനെന്തില്ല? ഡൈപോൾ മൊമെന്റ് ഇല്ല. സോ ആൻസർ എന്ന് പറയുന്നത് ഏതായിരിക്കും? നമ്മളുടെ H2 ആയിരിക്കും നമ്മളുടെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, സോ എക്സ്പ്ലനേഷനിലേക്ക് ഞാൻ ഒന്നുകൂടെ വരാം. സോ ദ മോളിക്യൂൾസ് വിത്ത് നോ പെർമനന്റ് ഡൈപോൾ മൊമെന്റ് വിൽ നോട്ട് ഇന്ററാക്ട് വിത്ത് മൈക്രോ റേഡിയേഷൻ ആൻഡ് ഡസ് നോട്ട് ഷോ എന്താണ്? റൊട്ടേഷണൽ സ്പെക്ട്രം. ഓൺലി പോളാർ മോളിക്യൂൾസ് ക്യാൻ അബ്സോർബ് മൈക്രോവേവ് റേഡിയേഷൻ ടു എക്സിബിറ്റ് ദ റൊട്ടേഷണൽ ട്രാൻസിഷൻസ് ആൻഡ് H2 എന്താണ്? നോൺ പോളാർ ആണ്. ഡസ് നോട്ട് ഷോ റൊട്ടേഷണൽ സ്പെക്ട്രം. നിങ്ങൾക്ക് അവിടെ നിന്ന് ഒരു പോയിന്റ് മനസ്സിലായി. നമ്മൾ നോൺ പോളാർ എന്നൊരു ടേം ഉപയോഗിച്ചു. ഓക്കെ, സോ നമുക്ക് മോളിക്യൂൾസിനെ നമുക്ക് പോളാർ എന്നും അതുപോലെ തന്നെ നോൺ പോളാർ എന്നും നമ്മൾ വിളിക്കാറുണ്ട്. സോ പോളാർ മോളിക്യൂൾസിനൊക്കെ തന്നെ എന്ത് കാണും? നമ്മളുടെ ഡൈപോൾ മൊമെന്റ് ഉണ്ടാവും. സോ ഡൈപോൾ മൊമെന്റ് ഉള്ളതുകൊണ്ട് തന്നെ അതെന്തായിരിക്കും? മൈക്രോവേവ് ആക്റ്റീവ് ആയിരിക്കും. ഇവിടെ നോൺ പോളാർ മോളിക്യൂൾസിന് എന്ത് കാണത്തില്ല? ഡൈപോൾ മൊമെന്റ് കാണത്തില്ല. സോ അതെന്തായിരിക്കും? മൈക്രോവേവ് ഇനാക്റ്റീവ് ആയിരിക്കും. ഇനി പോളാർ മോളിക്യൂളും നോൺ പോളാർ മോളിക്യൂളും നമുക്ക് എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാം? ഓക്കെ, സോ അതിന് നമുക്ക് ഗ്രൂപ്പ് തിയറിയുമായിട്ട് കണക്ട് ചെയ്തിട്ട് ഒരു ട്രിക്ക് ഉണ്ട്. സോ നമ്മളുടെ മോളിക്യൂളിന്റെ പോയിന്റ് ഗ്രൂപ്പിനകത്ത് നമുക്ക് V
അല്ലെങ്കിൽ സിഗ്മ വി ഉണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വി ഉള്ള പോയിന്റ് ഗ്രൂപ്പ് ഉള്ള സിസ്റ്റംസ് എല്ലാം തന്നെ എന്തായിരിക്കും, പോളാർ നേച്ചർ ആയിരിക്കും, അവർ പോളാർ ബിഹേവിയർ ആയിരിക്കും കാണിക്കുന്നത്. ഇനി എച്ച് കാണിക്കുന്ന സിഗ്മ എച്ച് വരുന്ന സിസ്റ്റംസ് ഉണ്ടല്ലോ, അതായത് എച്ച് വെച്ചിട്ട് പോയിന്റ് ഗ്രൂപ്പ് വരുന്ന സിസ്റ്റംസ് ഉണ്ടല്ലോ, ഇവർ എന്തായിരിക്കും, നോൺ പോളാർ ആയിരിക്കും. വി വരുന്ന പോയിന്റ് ഗ്രൂപ്പ്സ് ഉണ്ടല്ലോ, ഇവരെന്തായിരിക്കും, പോളാർ മോളിക്യൂൾസ് ആയിരിക്കും. സോ പോളാർ ആണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും, അവർ IR ആക്റ്റീവും ആയിരിക്കും. സോ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഏതാണ്, C2V, C3V, C4V ഒക്കെയാണ് ഈ പറഞ്ഞിരിക്കുന്ന പോളാർ മോളിക്യൂൾസിൻ്റെ കാറ്റഗറിയിൽ വരുന്നത്. ഇനി എച്ച് വരുന്ന ഏതൊക്കെയാണ്, നമ്മളുടെ C2H ഉണ്ട്, C3H ഉണ്ട്, ഇതൊക്കെയാണ് ഈ ഒരു കാറ്റഗറിയിൽ വരുന്നത്. ഓക്കെ, സോ ആ ഒരു പോയിന്റ് ഇവിടെ കണക്ട് ചെയ്ത് ഓർത്തിരിക്കാനായിട്ട് ശ്രമിക്കുക. ഇനി പോയിന്റ് ഗ്രൂപ്പ് വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ മോളിക്യൂളിൻ്റെ ഈ ഒരു പോളാർ നേച്ചറും നോൺ പോളാർ നേച്ചറും ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. സോ ഇവിടെ എല്ലാം എന്താണ്, ഇത് പോളാറാണ്, IF പോളാറാണ്, CO പോളാറാണ്, പക്ഷേ H2 എന്തല്ല, അത് പോളാർ അല്ല, അത് നോൺ പോളാർ ആണ്. സോ നോൺ പോളാർ ആയതുകൊണ്ട് എന്ത് തരത്തില്ല, റൊട്ടേഷണൽ സ്പെക്ട്രം എന്ത് ചെയ്യത്തില്ല, തരത്തില്ല. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ദ നമ്പർ ഓഫ് വൈബ്രേഷണൽ മോഡ്സ് ഇൻ എന്താണ് നമ്മളുടെ CO2 എത്ര വൈബ്രേഷണൽ മോഡ്സ് ഉണ്ടെന്നുള്ളതാണ് എന്താ നമ്മുടെ ക്വസ്റ്റ്യൻ. സോ വൈബ്രേഷണൽ മോഡ്സ് എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്? CO2 എന്ന് പറയുന്നത് എന്താണ്, ഒരു ലീനിയർ മോളിക്യൂൾ ആണ്. സോ ലീനിയർ മോളിക്യൂളിൻ്റെ കേസിൽ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും, 3n മൈനസ് എന്താണ്, 3n മൈനസ് 5 എന്നുള്ളതാണ് നമ്മളുടെ ഇക്വേഷൻ. സോ n എന്ന് പറയുന്നത് നമ്പർ ഓഫ് ആറ്റംസ് ആണ്. സോ ഇവിടുത്തെ കേസിൽ കാർബൺ, 2 ഓക്സിജൻ, 3 ആറ്റംസ് ഉണ്ട്. സോ 3 × 3 മൈനസ് 5 എന്ന് വരും. സോ 9 മൈനസ് 5 എന്ന് വരും. എത്ര വരും, 4 മോഡ്സ് എന്ന് വരും. ആൻസർ എന്തായിരിക്കും വരിക, A ആയിരിക്കും അതിൻ്റെ ആൻസർ വരുന്നത്. ഓക്കെ, സോ ആ രീതിയിലാണ് നമ്മൾ വൈബ്രേഷണൽ മോഡ്സ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, സോ ഫോർ ലീനിയർ മോളിക്യൂൾ എന്താണ് നമ്പർ ഓഫ് വൈബ്രേഷണൽ മോഡ്സ് എന്ന് പറയുന്നത് 3n മൈനസ് എന്താണ് 5 ആയിരിക്കും. എന്താണ് 3n മൈനസ് 5 ആയിരിക്കും നമ്മളുടെ ഇക്വേഷൻ. സോ n എന്ന് പറയുന്നത് നമ്പർ ഓഫ് ആറ്റംസ് ആയിരിക്കും. ഈ രീതി നമുക്ക് എന്ത് കണ്ടുപിടിക്കാം, നമ്പർ ഓഫ് വൈബ്രേഷണൽ മോഡ്സ് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. സോ ഓർത്തിരിക്കുക, ലീനിയർ മോളിക്യൂളിനാണ് നമ്മൾ ഈ ഒരു ഇക്വേഷൻ അപ്ലൈ ചെയ്യുന്നത്. നമ്പർ ഓഫ് വൈബ്രേഷണൽ മോഡ്സ് ഈസ് ഈക്വൽ ടു 3n മൈനസ് 5 ആയിരിക്കും. n എന്ന് പറയുന്നത് എന്താണ്, n എന്ന് പറയുന്നത് നമ്പർ ഓഫ് ആറ്റംസ് ആയിരിക്കും. n എന്ന് പറയുന്നത് നമ്പർ ഓഫ് ആറ്റംസ്. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഫോർ ഓർബിറ്റൽസ് വിത്ത് L is equal to 0, the number of nodes in any radial function is given by. Okay, so for orbitals with L ആണ്, L is equal to 0, L not equal to 0, the number of nodes in any radial function. So നമ്മളോട് ചോദിച്ചിരിക്കുന്നത് നോട്ട്സിനെ പറ്റിയാണ്. ഓക്കെ, സോ നോട്ട്സിനെ പറ്റി നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാം. നോട്ട്സ് എന്ന് പറയുന്നത് 2 ടൈപ്പ് ഓഫ് നോട്ട്സ് ആണ് നമുക്ക് ഉള്ളത്. ഒന്നിനെ നമ്മൾ റേഡിയൽ നോട്ട്സ് എന്ന് വിളിക്കും, മറ്റേതിനെ നമ്മൾ എന്താണ് ആംഗുലാർ നോട്ട്സ് എന്നാണ് വിളിക്കുന്നത്. സോ റേഡിയൽ നോട്ട്സ് നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്, n മൈനസ് L മൈനസ് 1 അതാണ് നമ്പർ ഓഫ് റേഡിയൽ നോട്ട്സിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ആംഗുലാർ നോട്ട്സ് എന്ന് പറയുന്നത് എന്താണ്, ഈക്വൽ ടു L ആയിരിക്കും. നിങ്ങളുടെ L വാല്യൂവിന് ഈക്വൽ ആയിരിക്കും ആംഗുലാർ നോട്ട്സ് എന്ന് പറയുന്നത്. ടോട്ടൽ നോട്ട്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ടോട്ടൽ നോട്ട്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും, n മൈനസ് 1 ആണ് ടോട്ടൽ നോട്ട്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഈ രീതിയിലാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ നോട്ട്സ് കണ്ടുപിടിക്കുന്നത്. n എന്ന് പറയുന്നത് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ ആണ്, L എന്ന് പറയുന്നത് അസീമുത്തൽ ക്വാണ്ടം നമ്പർ ആണ്. എന്താണ് n എന്ന് പറയുന്നത്, പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ ആണ്. L എന്ന് പറയുന്നത് അസീമുത്തൽ ക്വാണ്ടം നമ്പർ ആണ്. Okay, so for orbital L not equal to 0, the number of modes in radial function. So radial function അത് n minus 1 എന്ന് പറയുന്നത് എന്താണ്, ടോട്ടൽ മോഡ്സ് ആണ്. സോ ഇതല്ല L minus 1 അല്ല, n plus 1 അല്ല, പിന്നെ ഏതായിരിക്കും n minus L minus 1 എന്നുള്ളതാണ് നമ്പർ ഓഫ് റേഡിയൽ നോട്ട്സ് കണ്ടുപിടിക്കാനായിട്ടുള്ള ഇക്വേഷൻ. നിങ്ങൾ എപ്പോഴും ഓപ്ഷൻ നോക്കുക, ഓപ്ഷനകത്തുനിന്ന് അല്ലാത്ത സാധനത്തിനെ എലിമിനേറ്റ് ചെയ്ത് കളയുക, എന്നിട്ട് ആൻസറിലേക്ക് വരിക. അങ്ങനെയാണെന്ന് നിങ്ങളുടെ നെഗറ്റീവ് മാർക്കിങ് ഒത്തിരി കുറയാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. സോ നെഗറ്റീവ് മാർക്ക് കാരണം നമ്മുടെ സ്കോർ താഴെ പോകത്തില്ല. ആദ്യം നമുക്ക് പറ്റാത്ത ഓപ്ഷൻസ് എല്ലാം എന്ത് ചെയ്യുക, എലിമിനേറ്റ് ചെയ്യുക, എന്നിട്ട് എന്ത് ചെയ്യുക, ആൻസറിലേക്ക് വരിക. സോ ആൻസർ പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. സോ ജസ്റ്റ് ആ കൺസെപ്റ്റ് ഒന്നുകൂടെ പറയുകയാണ്. നമ്മൾ n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ ആണ്, L എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസീമുത്തൽ ക്വാണ്ടം നമ്പർ ആണ്. സോ നോട്ട്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ആ നോട്ട്സ് എന്ന് പറഞ്ഞാൽ പ്ലേസസ് വെയർ പ്രോബബിലിറ്റി ഓഫ് ഫൈൻഡിങ് ഇലക്ട്രോൺ എന്താണ്, 0. ഇലക്ട്രോണെ കാണാൻ പറ്റാത്ത സ്ഥലം അല്ലെങ്കിൽ ഇലക്ട്രോൺ ഇല്ലാത്ത സ്ഥലത്തെയാണ് നമ്മൾ നോട്ട്സ് എന്ന് വിളിക്കുന്നത്. 2 ടൈപ്പ് ഓഫ് നോട്ട്സ് ഉണ്ട്,
റേഡിയൽ നോട്ട്സും ഉണ്ട്, ആംഗുലാർ നോട്ട്സും ഉണ്ട്. സോ റേഡിയൽ നോട്ട്സ് എന്ന് പറയുന്നത് ഒക്കർ അറ്റ് സ്പെസിഫിക് റേഡി ആണ് ഇൻ ദ റേഡിയൽ വേവ് ഫംഗ്ഷൻ. ആംഗുലാർ നോട്ട്സ് എന്ന് പറയുന്നത് റിലേറ്റഡ് ടു ഷേപ്പ് ആൻഡ് ഓറിയന്റേഷൻ. അതാണ് ഞാൻ പറഞ്ഞത് ഇറ്റ്സ് ഈക്വൽ ടു എന്താണ് എൽ, ഇറ്റ്സ് ഈക്വൽ ടു എൽ. സോ ടോട്ടൽ നോട്ട്സ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ് n-1 ആണ്. ആംഗുലാർ നോട്ട്സ് എന്ന് പറയുന്നത് ഈക്വൽ ടു എൽ ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ റേഡിയൽ നോട്ട്സ് എന്ന് പറയുന്നത് എന്താണ് ടോട്ടൽ നോട്ട്സ് മൈനസ് ആംഗുലാർ നോട്ട്സ്, അതായത് n-1 മൈനസ് എൽ എന്ന് വരും. സോ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ് n-l-1 എന്നുള്ളതാണ് നമ്മളുടെ എന്തെന്ന് പറയുന്നത് റേഡിയൽ നോട്ട്സ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത്. സോ റേഡിയൽ നോട്ട്സിന്റെ കാര്യം ഓർത്തിരിക്കുക. റേഡിയൽ നോട്ട്സിനകത്ത് n-l-1 ആണ് ഇക്വേഷൻ എന്ന് പറയുന്നത്. പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറും അസിമുത്തൽ ക്വാണ്ടം നമ്പറും തരുവാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് എത്ര റേഡിയൽ നോട്ട്സ് ഉണ്ടെന്ന് നിങ്ങൾക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഇനി ആംഗുലാർ നോട്ട്സ് ആണെങ്കിൽ എന്താണ് എൽ വാല്യൂ എത്ര ആണോ വരുന്നത് അത് തന്നെയായിരിക്കും ആ ഒരു നോഡിന്റെ നമ്പർ എന്ന് പറയുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാൻ 4p എന്ന് പറഞ്ഞൊരു ഓർബിറ്റിൽ എടുക്കുവാണ്. സോ ഈ 4p ഓർബിറ്റിൽ എടുക്കുന്ന സമയത്ത് ഈ 4 എന്ന് പറയുന്നതാണ് എൻ്റെ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ. ഓക്കെ, അത് 4 എന്ന് എഴുതി. ഇനി എൽ എന്ന് പറയുന്നത് എന്താണ് നമ്മളുടെ പി എന്നാണ് കൊടുത്തിട്ടുള്ളത്. സോ എൽ വാല്യൂ 0 ആകുന്ന സമയത്ത് നമ്മൾ എസ് എന്ന് പറയും. എൽ വാല്യൂ 1 ആകുന്ന സമയത്താണ് നമ്മൾ പി എന്ന് പറയുന്നത്. എൽ വാല്യൂ 2 ആകുന്ന സമയത്താണ് നമ്മൾ ഡി എന്ന് പറയുന്നത്. സോ ഇവിടെ എൽ വാല്യൂ എന്താണ് 1 ആണ്, അതുകൊണ്ടാണ് പി എന്ന് പറഞ്ഞത്. സോ എൽ എന്ന് പറയുന്നത് എത്ര ആണ് 1 ആണ്. ഓക്കെ, അപ്പോൾ എന്നും എല്ലും കിട്ടി. ഇപ്പോൾ നമ്പർ ഓഫ് റേഡിയൽ നോട്ട്സ് എത്ര ആയിരിക്കും? നമ്പർ ഓഫ് റേഡിയൽ നോട്ട്സ് എന്ന് പറയുന്നത് എത്ര ആയിരിക്കും? n-l-1 ആണ് നമ്മളുടെ ഇക്വേഷൻ. ഇവിടെ n എന്ന് പറയുന്നത് 4 ആണ്, l എന്ന് പറയുന്നത് 1 ആണ്, -1. അപ്പോൾ എത്ര വരും? 4 - 1 3, 3 - 1 എന്ന് പറയുമ്പം 2. ഓക്കെ, അപ്പോൾ ഇതിന് 2 റേഡിയൽ നോട്ട്സ് 4p ഓർബിറ്റലിന് കാണും. ഓക്കെ, 2 റേഡിയൽ നോട്ട്സ് ആയിരിക്കും 4p ഓർബിറ്റലിന് ഉണ്ടാവും. n-l-1 എന്നുള്ളതാണ് ഇക്വേഷൻ. അതനുസരിച്ച് നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി, നിങ്ങൾക്ക് എന്ത് കിട്ടും? നിങ്ങൾക്ക് ആൻസർ കിട്ടും. സോ സിമിലർ വേയിലാണ് ആംഗുലർ നോട്ടാണ് ചോദിക്കുന്നെങ്കിൽ ഇവിടുത്തെ കേസിൽ ആംഗുലർ നോട്ട് എന്ന് പറയുന്നത് എത്ര ആയിരിക്കും? 1 ആയിരിക്കും. ഓക്കെ, ആംഗുലർ നോട്ട് എന്ന് പറയുന്നത് എത്ര ആയിരിക്കും? 1 ആയിരിക്കും. കാരണം ഇവിടുത്തെ എൽ വാല്യൂ എത്ര ആണ്? 1 ആണ്. അപ്പോൾ ടോട്ടൽ നോട്ട്സ് എന്ന് പറയുന്നത് n-1 ആണ്. ഓക്കെ, അപ്പോൾ ഓൾറെഡി 2 റേഡിയൽ നോഡ് നമുക്ക് കിട്ടി, ഒരു ആംഗുലാർ നോഡ് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായി. സോ ഞാൻ ഇങ്ങോട്ട് എഴുതാം, ആംഗുലാർ നോഡ് ഓഫ് 4p ഓർബിറ്റലാണ് കേട്ടോ. ആംഗുലാർ നോഡ് ഓഫ് 4p ഓർബിറ്റൽ എന്ന് പറയുന്നത് എൽ വാല്യൂ തന്നെയാണ്. എൽ എന്ന് പറയുന്നത് എന്താണ്? 1 ആണ്. അപ്പം ഒരു ആംഗുലാർ നോഡും ഉണ്ട്, 2 റേഡിയൽ നോഡും ഉണ്ട്. അപ്പോൾ ടോട്ടൽ നോട്ട്സ് എന്ന് പറയുന്നത് 3 ആണ്. അപ്പോൾ ടോട്ടൽ നോട്ട്സ് എങ്ങനെ കണ്ടുപിടിക്കുന്നത്? n-1 ആണ്. n എന്ന് പറയുന്നത് എന്താണ്? 4 ആണ്. 4 - 1 എന്ന് പറയുന്നത് എത്ര? 3. അപ്പോൾ മൊത്തം ടോട്ടൽ നോട്ട്സ് എന്ന് പറയുന്നത് 3 എണ്ണമാണ് 4p ഓർബിറ്റലിനുള്ളത്. അതിനകത്ത് 2 എണ്ണം എന്തായിരിക്കും? റേഡിയൽ നോട്ട്സ് ആയിരിക്കും, ഒരെണ്ണം എന്തായിരിക്കും? ആംഗുലാർ നോട്ട്സ് ആയിരിക്കും. ചിലപ്പോൾ സെപ്പറേറ്റ് ആയിട്ട് ചോദിക്കാം. ഇപ്പോൾ നമ്മുടെ ക്വസ്റ്റിന് അത് ഇക്വേഷൻ മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. ഞാൻ ജസ്റ്റ് ഒരു ഓർബിറ്റിൽ എടുത്ത് കാണിച്ചു എന്നുള്ളേ ഉള്ളൂ. ചില കേസിൽ ഓർബിറ്റൽസ് ഡയറക്റ്റ്ലി തന്നിട്ട് അതിൻ്റെ നമ്പർ ഓഫ് നോട്ട്സ് ചോദിക്കാം, ടോട്ടൽ നമ്പർ ഓഫ് നോട്ട്സ് ചോദിക്കാം, ചിലപ്പോൾ ആംഗുലാർ നോട്ട്സ് ചോദിക്കാം, ചിലപ്പോൾ എന്താണ് നമ്മളുടെ റേഡിയൽ നോട്ട്സ് ആയിരിക്കും ചോദിക്കുന്നത്. സോ ആ രീതിയിൽ നിങ്ങൾ അപ്ലൈ ചെയ്യാനും കൂടെ അറിഞ്ഞിരിക്കണം. ഓക്കെ, സോ അത്രയാണ് ആ ക്വസ്റ്റിനെ കുറിച്ച് പറയാനായിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റിനിലേക്ക് പോകാം. 6ാമത്തെ ചോദ്യം. ദ നമ്പർ ഓഫ് ഐസോമെറിക് ഡെറിവേറ്റീവ്സ് ഓഫ് ന്യൂട്രൽ ക്ലോസോ കാർബറൈൻ C2B10H12. ഓക്കെ, സോ നിങ്ങൾ C2B10H12നെ കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. സോ C2B10H12 എന്ന് പറയുന്നത് എന്താണ്? ഒരു ക്ലോസോ സിസ്റ്റം ആണ്. സോ ഇതിന് 3 ഐസോമേഴ്സ് ആണുള്ളത്. 1,2 ക്ലോസോ, 1,7 ക്ലോസോ, അതുപോലെ തന്നെ 1,12 ക്ലോസോ. ഇതിനെ നമ്മൾ ഓർത്തോ ഐസോമർ എന്ന് വിളിക്കും. 1,2 ക്ലോസോയെ നമ്മൾ ഓർത്തോ ഐസോമർ എന്നാണ് വിളിക്കുന്നത്. ഇതിനെ നമ്മൾ മെറ്റാ ഐസോമർ എന്ന് വിളിക്കും. ഇതിനെ നമ്മൾ പാരാ ഐസോമർ എന്നാണ് വിളിക്കുന്നത്. ജസ്റ്റ് ഞാൻ അതിൻ്റെ ഒരു ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷൻ കൂടെ കാണിക്കാം. സോ ആദ്യം ഒരു പെൻറ്റഗൺ ഇങ്ങനെ വരയ്ക്കുക, ഒരു പെൻറ്റഗൺ തിരിച്ച് വരയ്ക്കുക. സോ ഇവിടെ ഒരു കാർബൺ കൊടുക്കുക, ഇവിടെ എണ്ണം കൊടുക്കുക. സോ നമ്പറിങ് ചെയ്യുക. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12. ഓക്കെ, ഞാൻ 12 വരെ നമ്പർ കൊടുത്തു. സോ 1,2 ഐസോമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊക്കെയാണ്? ഇവിടെ രണ്ടും എന്താണ്? ഈ രീതി വരുന്ന ഐസോമറിനെയാണ് നമ്മൾ 1,2 ഐസോമർ എന്ന് വിളിക്കുന്നത്. സോ ഇവിടെയും അതുപോലെ തന്നെ ഇതാണ് 1,2 ഐസോമർ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ഏതൊക്കെയാ? 1,7 ഐസോമർ ആണ്. സോ നെക്സ്റ്റ് 1,7 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് 7th പൊസിഷൻ. സോ ഇവിടെയും ഇവിടെ, സോ ഇതിനെയാണ് നമ്മൾ 1,7 ഐസോമർ എന്ന് വിളിക്കുന്നത്. വേറൊരു കളർ വെച്ച് കൊടുക്കാം. ഓക്കെ, സോ 1,2 ഐസോമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പൊസിഷനിലും അതുപോലെ തന്നെ സെക്കൻഡ് പൊസിഷനിലും വരുന്ന ഇതിനെയാണ് 1,2 ഐസോമർ എന്ന് വിളിക്കുന്നത്. ഇനി
ഫസ്റ്റ് പൊസിഷനിലും അതുപോലെ തന്നെ 7th പൊസിഷനിലും വരാം. അതിനെ നമ്മൾ 1,7 ഐസോമർ എന്നാണ് വിളിക്കുന്നത്. നെക്സ്റ്റ് ഐസോമർ 1,12 ഐസോമർ ആണ്. സോ ആ ഒരു കേസിൽ ഇതാണ് 1, ഇതാണ് 12 എന്ന് പറയുന്നത്. സോ അതിൻ്റെ ഐസോമർ കളർ മാറ്റാം. സോ 12 പൊസിഷനിലും കാർബൺ വരാം, 1th പൊസിഷനിലും കാർബൺ വരാം. ഓക്കെ, സോ ഇതാണ് നമ്മളുടെ എന്തെന്ന് പറയുന്നത്, നമ്മളുടെ 1,12 ക്ലോസോ ഐസോമർ എന്ന് വിളിക്കുന്നത്. സോ ഇവിടെ നിങ്ങൾ ഓർഗാനിക് മോളിക്യൂൾ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അറിയാം, ഇങ്ങനെ വരുന്നത് ഓർത്തോ ഐസോമർ എന്നാണ് നമ്മൾ വിളിക്കുന്നത്. ഇങ്ങനെ വരുന്നതിനെ മെറ്റ ഐസോമർ, ഒന്ന് കോറിലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും. ഇങ്ങനെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നതിനെ നമ്മൾ പാര എന്നാണ് വിളിക്കുന്നത്. സോ ആ ഒരു കൺസെപ്റ്റ് തന്നെ പോലെ തന്നെ നിങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ മതി. C2B10 H12 അത് ക്ലോസോ ആണ് വരുന്നത്. 3 ഐസോമേഴ്സ് പോസിബിൾ ആണ്. ഏതൊക്കെയാണ്? 1,2 ക്ലോസോ, 1,7 ക്ലോസോ ആൻഡ് 1,12 ക്ലോസോ. ഇതിനകത്ത് 1,2 ക്ലോസോയെ ഓർത്തോ എന്ന് വിളിക്കും, 1,7 മെറ്റ എന്ന് വിളിക്കും, 1,12 നമ്മൾ പാര എന്നാണ് വിളിക്കുന്നത്. ഓൾമോസ്റ്റ് എൻ്റെ ഒരു മനസ്സിലാവാൻ വേണ്ടിയാണ് ആ ഒരു സ്ട്രക്ചറോടെ ഞാൻ റഫായിട്ട് വരച്ചിട്ടുള്ളത്. സോ നമ്മളുടെ ആൻസർ എന്താ വരുന്നത്? നമ്പർ ഓഫ് ഐസോമറിക് ഡെറിവേറ്റീവ്സ് ഓഫ് ന്യൂട്രൽ ക്ലോസോ എത്ര എണ്ണമാണ്? 3 എണ്ണമാണ്. സോ ആൻസർ വരുന്നത് ബി ആയിരിക്കും. സോ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ബി ആയിരിക്കും. ഓക്കെ, സോ അതാണ് നമ്മളുടെ 6ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ്, ദ ഗ്രൗണ്ട് ടൈം സിംബൽ ഓഫ് NpZ is equal to 41 ഈസ് 6D. ഓക്കെ, നമുക്ക് ഗ്രൗണ്ട് ടൈം സിംബൽ തന്നിട്ടുണ്ട്. വാട്ട് ഈസ് ദ കറക്റ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അക്കോർഡിംഗ് ടു ദിസ് ടൈം സിംബൽ? ഓക്കെ, നമുക്കൊരു ടൈം സിംബൽ തന്നിട്ടുണ്ട്, അതനുസരിച്ച് അതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നോക്കുക, നമുക്ക് തന്നിരിക്കുന്ന ഗ്രൗണ്ട് ടൈം എന്ന് പറയുന്നത് 6D എന്നാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ സാധാരണ ജനറലി ഗ്രൗണ്ട് ടൈമിനെ എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്? നിങ്ങൾക്കറിയാം, 2s + 1l ഈ ഫോമിലാണ് നിങ്ങൾ ഗ്രൗണ്ട് ടൈമിനെ സാധാരണയായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇവിടുത്തെ എസ് എന്ന് പറയുന്നത് 2s + 1 എന്ന് പറയുന്നത് സ്പിൻ മൾട്ടിപ്ലിസിറ്റി എന്നാണ് പറയുന്നത്. എസ് വാല്യൂ എൽ വാല്യൂ അറിയാമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഫോമിൽ, ടൈം സിംബലിൻ്റെ ഫോമിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് പറ്റും. സോ ഇവിടെ നമുക്ക് 6D എന്ന് എന്ത് ചെയ്തിട്ടുണ്ട്? ടൈം സിംബൽ തന്നിട്ടുണ്ട്. അതിൻ്റെ കോൺഫിഗറേഷൻ കണ്ടുപിടിക്കാനാണ് എന്താ ചോദിച്ചിരിക്കുന്നത്. സാധാരണ കോൺഫിഗറേഷൻ എന്നിട്ട് നമ്മൾ ടൈം സിംബലാണ് കണ്ടുപിടിക്കുന്നത്. സോ ഇവിടെ നേരെ റിവേഴ്സ് ആണ് എന്നുള്ളതേ ഉള്ളൂ. സോ ഇവിടെ നോക്കുക, ഇവിടെ നമ്മളുടെ 6 എന്ന് പറയുന്നത് എന്തിനാണ് സൂചിപ്പിക്കുന്നത്? നമ്മളുടെ ഈ സ്പിൻ മൾട്ടിപ്ലിസിറ്റിയാണ് 6 സൂചിപ്പിക്കുന്നത്. സോ ഞാൻ 2s + 1 എന്ന് പറയുന്നതിനെ ഞാൻ 6 എന്ന് കൊടുക്കുവാണ്. സോ 2s + 1 ഞാൻ 6 എന്ന് കൊടുക്കുവാണ്. സോ എസ് എന്ന് പറയുന്നത് എത്ര വരും നോക്കുക? 2s എന്ന് പറയുന്നത് 6 - 1 ദാറ്റ് ഈസ് 2s is equal to 5 എന്ന് വരും. s is equal to എന്താണ്? 5/2. എന്താണ് s എന്ന് പറയുന്നത്? 5/2 ആണ്. സോ s 5/2 ആകുന്നത് എപ്പോഴാണ്? s 5/2 ആകണമെന്നുണ്ടെങ്കിൽ 5 അൺപെയർഡ് ഇലക്ട്രോൺസ് ഉണ്ടെങ്കിൽ മാത്രമേ എസിൻ്റെ വാല്യൂ എന്തായിട്ട് മാറത്തുള്ളൂ? എസിൻ്റെ വാല്യൂ 5/2 ആയിട്ട് മാറത്തുള്ളൂ. എന്തുകൊണ്ടാണ്? 5 അൺപെയർഡ് ഇലക്ട്രോൺസ് ഉണ്ടെങ്കിൽ എങ്ങനെയാണ് വരുന്നത്? s is equal to എന്താ? ഹാഫ് പ്ലസ് ഹാഫ് പ്ലസ് ഹാഫ് പ്ലസ് ഹാഫ് പ്ലസ് ഹാഫ്, അങ്ങനെയല്ലേ വരേണ്ടത്? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്താണ്? 5/2 ആണ് വരുന്നത്. സോ നമുക്ക് s 5/2 എന്ന് കിട്ടി. അതിൻ്റെ അർത്ഥം നമ്മളുടെ ഈ ഒരു സിസ്റ്റത്തിനകത്ത് എത്ര അൺപെയർഡ് ഇലക്ട്രോൺസ് ഉണ്ട്? 5 അൺപെയർഡ് ഇലക്ട്രോൺസ് ഉണ്ടെന്നുള്ള ഒരു ക്ലൂ നമുക്ക് കിട്ടി. ഇനി നെക്സ്റ്റ് d വാല്യൂ നോക്കുക. സോ നമുക്ക് L 0 ആകുന്ന സമയത്ത് നമ്മൾ s എന്നാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. L 1 ആകുന്ന സമയത്ത് P എന്നാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. L 2 ആകുന്ന സമയത്ത് നമ്മൾ അതിനെ D എന്നാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. സോ ഇവിടുത്തെ L വാല്യൂ എന്ന് പറയുന്നത് ഇത് വെച്ചിട്ട്, ഈ നമുക്ക് തന്നിരിക്കുന്ന ടൈം വെച്ചിട്ട് നമുക്ക് L വാല്യൂ എന്ന് പറയുന്നത് 2 ആണെന്നും മനസ്സിലായി. സോ L എന്ന് പറയുന്നത് 2 ആണെന്നും മനസ്സിലായി. നമുക്ക് 5 അൺപെയർഡ് ഇലക്ട്രോൺസ് ഉണ്ടെന്നും മനസ്സിലായി. ഓക്കെ, സോ ഇപ്പം നമ്മളിനി നേരെ കോൺഫിഗറേഷനിലേക്ക് വരികയാണ്. സോ നമുക്ക് 6D എന്ന് പറഞ്ഞിട്ടുള്ള കോൺഫിഗറേഷൻ കിട്ടണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ഏതാണെന്നുള്ളതാണ് നമ്മളുടെ ചോദ്യം. ഓക്കെ, സോ ഫസ്റ്റ് കോൺഫിഗറേഷൻ നോക്കുക. ഫസ്റ്റ് കോൺഫിഗറേഷനകത്ത് ഫസ്റ്റ് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് 4D 4-5s1. ഓക്കെ, 4D 4-5s1 ആണ്. സോ ഞാൻ ജസ്റ്റ് ഇതൊന്ന് മായ്ക്കുവാണ്. ഞാൻ മായ്ക്കുവാണ്. ഓക്കെ, സോ നമുക്ക് 5/2 എന്ന് കിട്ടി. ഇവിടെ നമുക്ക് മനസ്സിലായി 5 അൺപെയർഡ് ഇലക്ട്രോൺസ് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായി. സോ അവിടെ വരെയാണ് നമ്മൾ പറഞ്ഞു തീർത്തത്. ഇനി നമ്മൾ ഫസ്റ്റ് ഓപ്ഷൻ എടുക്കുകയാണ്. എ ഓപ്ഷനകത്ത് എന്താണ്? 4D 4 എന്താണ്? 5s1 ആണ്. അതായത് 4D 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ വരും? 1 2 3 4. അപ്പം ഇതാണ് നമ്മളുടെ 4b ഓർബിറ്റൽ, ഇതാണ് നമ്മളുടെ 5s ഓർബിറ്റലെങ്കിൽ ഇവിടെ ഒരു ഇലക്ട്രോൺ വരും. ഇവിടെ 1 2 3 4.
ഓക്കെ, അപ്പോൾ ഈ ഒരു കോൺഫിഗറേഷൻ എന്താ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് 6D കിട്ടുന്നുണ്ടോ എന്ന് നോക്കിയാൽ മതി. അപ്പോൾ ഇവിടെ നോക്കുക, ഇവിടെ നിങ്ങൾ ഓറിയൻറ്റേഷനും കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന സമയത്ത് +2 +1 0 -1 എന്നാണ് നമ്മളുടെ എല്ലിൻ്റെ ഓറിയൻറ്റേഷൻസ് വരുന്നത്. സോ എസിൻ്റെ കേസിൽ 0 ആണ് ഓറിയൻറ്റേഷൻ, നിങ്ങൾക്ക് അറിയാം. സോ ആദ്യം ഞാൻ ഇതിൻ്റെ എൽ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പോവാണ്. സോ എല്ല് നോക്കുക, ഒരു അൺപെയ്ഡ് ഇലക്ട്രോൺ 2-ലുണ്ട്. സോ 2 + 1 0 ആണ് ഇവിടെ ഉള്ളത്, ദെൻ -1 ആണ്. സോ 2 + 1 -1 എന്ന് വരും, അതായത് 2 എന്ന് വരും. അതായത് ഈ ഒരു കോൺഫിഗറേഷൻ വെച്ചിട്ട് എൽ എത്ര കിട്ടും? 2 കിട്ടും. ഓക്കെ, അപ്പോൾ എല്ലിൻ്റെ കാര്യം ഓക്കെ ആയി. ഇനി എസ് ഏതാ വരേണ്ടത്? എസ് 5/2 ആണ് വരേണ്ടത്. എസ് 5/2 ആകുന്ന എപ്പോഴാണ്? 5 അൺപെയ്ഡ് ഇലക്ട്രോൺസ് ഉണ്ടെങ്കിലാണ് എസ് 5/2 ആകുന്നത്. സോ നോക്കുക, 1 2 3 4 5 5 ഉണ്ട്. സോ എന്താണ്? 1/2 + 1/2 + 1/2 + 1/2 അങ്ങനെ 5 എണ്ണം വരുമ്പോഴാണ് നമുക്ക് എന്തെന്ന് കിട്ടുന്നത്? 5/2 എന്ന് കിട്ടുന്നത്. സോ ഈ ഒരു ഫസ്റ്റ് തന്നിരിക്കുന്ന ഓപ്ഷൻ എന്താണ്? നമ്മളുടെ ഈ ഒരു ഡേറ്റയുമായിട്ട് എന്താണ്? മാച്ചിങ് ആണ്. സോ അത് തന്നെയായിരിക്കും അതിൻ്റെ കോൺഫിഗറേഷൻ എന്ന് പറയുന്നത്. സോ ആൻസർ എന്ന് പറയുന്നത് എ ആയിരിക്കും. പിടികിട്ടിയോ? ഇത്രയേ ഉള്ളൂ. നമ്മൾ ടൈം എടുത്തു. ടൈമിനകത്തെ ഈ ഒരു ടൈമിനെ നമ്മൾ സ്പിൻ മൾട്ടിപ്ലിസിറ്റി എന്നാണ് വിളിക്കുന്നത്. സോ 2s + 1 എന്ന് പറയുന്നത് 6 ആണ് കിട്ടി. അതിനകത്ത് എസ് കണ്ടുപിടിച്ചു. എസ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് എത്ര അൺപെയ്ഡ് ഇലക്ട്രോൺസ് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. സോ അത് വെച്ചിട്ട് നമുക്ക് 5 അൺപെയ്ഡ് ഇലക്ട്രോൺസ് ഉണ്ടെന്ന് മനസ്സിലായി. ഇനി ഈ ഡി ടൈമിൽ നമുക്ക് മനസ്സിലായി എല്ലിൻ്റെ വാല്യൂ 2 ആണ്. സോ എല്ലിൻ്റെ വാല്യൂ 2ഉം 5 അൺപെയ്ഡ് ഇലക്ട്രോൺസും ഉള്ള കോൺഫിഗറേഷൻ ഏതാണോ അതായിരിക്കും എൻ്റെ ആൻസർ എന്ന് പറയുന്നത്. സോ ഞാൻ ഫസ്റ്റ് ഓപ്ഷൻ എടുത്തപ്പോൾ തന്നെ എന്ത് കിട്ടി? എനിക്ക് ആ രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് എല്ല് 2ഉം കിട്ടി, എസ് എന്ന് പറയുന്നത് എന്താണ്? 5/2 കിട്ടി. സോ എൻ്റെ ആൻസർ എന്ന് പറയുന്നത് എന്തായിരിക്കും? എ ഓപ്ഷൻ ആയിരിക്കും ആൻസർ വരുന്നത്. സോ ഇനി പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇനി സെക്കൻഡ് കോൺഫിഗറേഷൻ്റെ അല്ലെങ്കിൽ സെക്കൻഡ് ഓപ്ഷൻ്റെ പ്രശ്നം എന്താണെന്നാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. സോ അതുകൂടെ പറയാം. 5d3 4d3 5s2 ആണ് നമ്മളുടെ സെക്കൻഡ് ഓപ്ഷൻ എന്ന് പറയുന്നത്. ദെൻ അതിൻ്റെ ടൈം സിമ്പൽ എങ്ങനെ വരുമെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. 4d3 5s2. ഓക്കെ, ഓൾറെഡി എസിനകത്ത് 2 ഇലക്ട്രോൺ ഉണ്ട്. 5dക്കകത്ത് എത്ര ഉണ്ട്? 1 2 3 4. സോ 1 2 3 3 ഇലക്ട്രോൺസ് ആണ് ഉള്ളത്. സോ ഇവിടുന്ന് നിങ്ങൾക്ക് എല്ല് കാൽക്കുലേറ്റ് ചെയ്യാം. ഇത് +2, ഇത് +1, ഇത് 0, ഇത് -1, ഇത് -2. സോ എല്ല് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് എത്ര കിട്ടും? സോ ഇവിടെ എൽ എന്ന് പറയുന്നത് 2 + 1 + 0 ആണ്. സോ എൽ എന്ന് പറയുന്നത് എന്താണ്? 3 ആണ്. സോ എല്ല് നമുക്ക് 3 വന്നു കഴിഞ്ഞാൽ എന്തല്ല ഈ കോൺഫിഗറേഷൻ അല്ലെന്ന് പറയാൻ സാധിക്കും. സോ ആ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? എലിമിനേറ്റ് ചെയ്ത് കളയാം. സോ ഡയറക്റ്റ്ലി നിങ്ങൾക്ക് ആ രീതിയിലും വേണം ചെയ്യാം, ഓരോ ഓപ്ഷൻ എടുത്ത് വേണമെങ്കിലും ചെയ്യാം. ഇല്ലെന്നുണ്ടെങ്കിൽ തന്നിരിക്കുന്ന ടൈമിനകത്തുനിന്ന് എസും എല്ലും കണ്ടുപിടിച്ചിട്ട് ഇതിനകത്ത് ഇടുന്ന രീതിയിൽ വേണമെങ്കിലും ചെയ്യാം. എന്തായാലും ആൻസർ തെറ്റിക്കാതെ ചെയ്യാം. ഈ നെക്സ്റ്റ് കേസിൽ നമുക്ക് 4d5 5s0 എന്നുള്ളതാണ്. നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ആ കോൺഫിഗറേഷൻ എന്താണ്? തെറ്റാണ്. നെക്സ്റ്റ് എന്താണ്? 5p-ലേക്ക് ഇലക്ട്രോണെ കൊടുത്തിരിക്കുകയാണ്. അത് പോസിബിൾ അല്ല. കാരണം 5p എന്ന് പറയുന്നത് വീണ്ടും ഹൈ എനർജി ഓർബിറ്റിലാണ്. അവിടേക്ക് എന്ത് പോകത്തില്ല? ഇവിടെ ഇലക്ട്രോൺ ഫില്ല് ചെയ്യാതെ അങ്ങോട്ട് പോകത്തില്ല. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു കോൺഫിഗറേഷൻ തെറ്റാണ്. സോ കറക്റ്റ് ആൻസർ വരുന്ന ഏതാണ്? എ ആണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റിനിലേക്ക് പോവാണ്. 8ാമത്തെ ചോദ്യം. For the deposition of lead by electroplating, which is the most suitable compound among the following? ഇതിനകത്തെ ലെഡിൻ്റെ ഡിപ്പോസിഷന് വേണ്ടി ഇതിനകത്ത് ഏറ്റവും മോസ്റ്റ് സ്യൂട്ടബിൾ ആയിട്ടുള്ള കോമ്പൗണ്ട് ഏതാണെന്നാണ് ചോദ്യം. സോ ലെഡ് ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഡിപ്പോസിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ സോലിബിലിറ്റി ഒക്കെ എന്താണ്? ഒരു ഫാക്ടറായിട്ട് വരും. സോ ആ ഒരു ഫാക്ടർ കൺസിഡർ ചെയ്തിട്ട് വേണം ഇതിനകത്ത് ഏതാണ് ഏറ്റവും സ്യൂട്ടബിൾ എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കത്തുള്ളൂ. എന്തായാലും നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ ഒരു കാര്യം മനസ്സിലാവും, PbEt4 ആകാനായിട്ടുള്ള ഒരു പോസിബിലിറ്റിയും ഇല്ല. പിന്നെ പോയിട്ട് PbSO4 ഉണ്ട്, PbCl2 ഉണ്ട്, ദെൻ PbBF4 2 ടൈംസ് ഉണ്ട്. ഓക്കെ, സോ നമുക്ക് അതിൻ്റെ എക്സ്പ്ലനേഷനിലേക്ക് വരാം. സോ വാട്ട് ഈസ് ദ റിക്വയർമെൻറ്റ് ഫോർ ദ ഇലക്ട്രോപ്ലേറ്റിംഗ്? എന്താണ് റിക്വയർമെൻറ്റ്? എന്താണെന്ന് ആദ്യം നമുക്ക് നോക്കണം. എന്താണ്? എ സോലിബിൾ Pb2+ salt dissociates completely in solution. എന്താണ്? Pb2+ കംപ്ലീറ്റ് ആയിട്ട് സൊല്യൂഷൻ എന്ത് ചെയ്യണം? ഡിസോസിയേറ്റ് ചെയ്യണം. എങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? ഈ പറഞ്ഞ പ്ലേറ്റിംഗ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. സോ ദ സോൾട്ട് എന്തായിരിക്കണം? ഷുഡ് ബി സ്റ്റേബിൾ, കണ്ടക്റ്റീവ് ആൻഡ് നോൺ പാസിവേറ്റിംഗ് ആയിരിക്കണം. ഓൾസോ ഷുഡ് അലോ സ്മൂത്ത് അഡ്ഹറൻറ്റ് മെറ്റാലിക് ലെഡ് ഡെപ്പോസിഷൻ അറ്റ് ദ കാഥോഡ്. സോ ഇതാണ് അതിൻ്റെ ഒരു കണ്ടീഷൻസ് എന്ന് പറയുന്നത്. സോ ഈ പറഞ്ഞ പോലെ ലെഡ് അല്ല വേറെ ഏത് കേസ് ചോദിച്ചാലും നിങ്ങൾ ഈ ഒരു കണ്ടീഷൻസ് ഒബേ ചെയ്യുന്നുണ്ടോ എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ അതിൻ്റെ കണ്ടീഷൻസ് അറിയാമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഏറ്റവും മോസ്റ്റ് സ്യൂട്ടബിൾ ആയിട്ടുള്ള കോമ്പൗണ്ട് ഏതാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ഇനി ഫസ്റ്റ് ഓപ്ഷൻ നമ്മളുടെ PbSO4 ആയിരുന്നു, ലെഡ് സൾഫേറ്റ് ആയിരുന്നു. സോ ലെഡ് സൾഫേറ്റിൻ്റെ പ്രശ്നം എന്താണ്? അത് പ്രസിപ്പിറ്റേറ്റ് ഫോം ചെയ്യും. എന്താണ്? അത് സോലിബിൾ അല്ല. സോ അതുകൊണ്ട് ഒരിക്കലും എന്താകത്തില്ല, ആ ഒരു ഇതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ഉപയോഗിക്കാനായിട്ട് പറ്റത്തില്ല. സോ ഞാൻ
ഈ ഒരു ഓപ്ഷൻ എന്ത് ചെയ്തു, എലിമിനേറ്റ് ചെയ്തു. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് PbCl2 ആണ്. സോ PbCl2ന്റെ പ്രശ്നം എന്താണ്, അതിനും സോലിബിലിറ്റി പ്രശ്നമുണ്ട്, സ്ലൈറ്റ്ലി സോലിബിൾ ആണ്. സോ സ്ലൈറ്റ്ലി സോലിബിൾ മാത്രമല്ല അതിന് ചില കോംപ്ലക്സ് ഫോം ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട്. സോ അതും നമുക്ക് എന്തല്ല, ഇലക്ട്രോപ്ലേറ്റിംഗ് എന്തല്ല, ഐഡിയൽ അല്ല. അതുപോലെ കണ്ടക്ടിവിറ്റിയുടെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ തന്നെ PbCl2-നുണ്ട്. സോ ഈ ഒരു ഓപ്ഷൻ നമ്മൾ എന്ത് ചെയ്തു, എലിമിനേറ്റ് ചെയ്തു. ഓൾറെഡി നമ്മൾ PbEt4 ഓൾറെഡി എലിമിനേറ്റ് ചെയ്തു. അപ്പോൾ ആൻസർ വരുന്നത് ഏതായിരിക്കും, PbBF4 2 ടൈംസ് ആയിരിക്കും നമ്മളുടെ ആൻസർ. ഇനി അത് എന്തുകൊണ്ടാണെന്നുള്ളത് നമുക്ക് നോക്കാം. PB lead tetrafluoroborate നോക്കാം. സോ ഇറ്റ്സ് ഹൈലി സോലുബിൾ ആണ്. ഓക്കെ, അപ്പോൾ ഹൈലി സോൾബിൾ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു കണ്ടീഷൻ ഒബേ ചെയ്തു. അതുപോലെ എന്താണ്, സ്റ്റേബിൾ സോഴ്സ് ഓഫ് Pb2+ ആണ്. രണ്ടാമത്തെ കണ്ടീഷൻ ഒബേ ചെയ്തു. ഡു നോട്ട് എന്താണ്, ഫോം പാസിവേറ്റിംഗ് ലേയേഴ്സ്. ഇവിടെ പാസിവേറ്റിംഗ് ലേയേഴ്സ് നമുക്ക് പാടില്ല. സോ ഇതെന്താണ്, നമ്മളുടെ ഈ ഒരു ലെഡ് ടെട്രാഫ്ലൂറോബോറേറ്റ് എന്ന് പറയുന്നത് പാസിവേറ്റിംഗ് ഒന്നും അല്ല. അതുപോലെ എന്താണ്, സ്റ്റേബിൾ ആണ്, അതുപോലെ ഹൈലി സോലുബിൾ ആണ്. സോ അതുകൊണ്ടാണ് നമ്മൾ എന്താണ് ലെഡ് ടെട്രാഫ്ലൂറോബോറേറ്റിനെ നമ്മുടെ മോസ്റ്റ് സ്യൂട്ടബിൾ മെറ്റീരിയൽ ആയിട്ട് നമ്മൾ സെലക്ട് ചെയ്തത്. സോ ഇറ്റ്സ് most commonly used in modern electroplating baths for lead deposition, also used in electrolytic studies due to എന്താണ് അതിന് ionic conductivity ഉണ്ട്. സോ അതുകൊണ്ട് ആ ഒരു യൂസിന് ഇതിനെ ഉപയോഗിക്കുന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഇനി ടെട്രാഇഥൈൽ ലിഡ് എന്ന് പറയുന്നത് നമുക്കറിയാം എന്താണ്, അതൊരു ആന്റി നോക്ക് ഏജന്റ് ആയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. സോ ആ ഒരു പോയിന്റ് ഓർത്തിരിക്കുക. അതുവേണ്ടിയാണ് ഞാൻ ആ ഒരു പോയിന്റ് കൂടെ ആഡ് ചെയ്തത്. സോ ഇത് വോൾട്ടൈൽ ആണ്, ഹൈലി ടോക്സിക് ആണ്. സോ ഇത് എന്ത് ചെയ്യത്തില്ല, ഈ പറഞ്ഞ Pb2+ എന്ത് ചെയ്യത്തില്ല, സൊല്യൂഷനിൽ തരത്തില്ല. സോ അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ എന്ത് ചെയ്യാത്തത്, ഇലക്ട്രോപ്ലേറ്റിങ്ങിന് വേണ്ടി ചൂസ് ചെയ്യാത്തത്. സോ നമ്മുടെ ക്വസ്റ്റിലേക്ക് നമ്മൾ തിരിച്ചു വരികയാണ്. സോ ക്വസ്റ്റിനകത്ത് ഡിപ്പോസിഷൻ ഓഫ് ലെഡ് ഏറ്റവും നല്ലപോലെ തരുന്ന കോമ്പൗണ്ട് ഏതാണെന്നാണ് ചോദിച്ചത്. സോ PbSO4ന്റെ കേസ് എന്താണ്, അത് ഇൻസോലുബിൾ ആണ് വാട്ടറിൽ. സോ അത് നമ്മൾ എലിമിനേറ്റ് ചെയ്തു. PbCl2ന്റെ കേസിലും അത് സ്ലൈറ്റ്ലി സോലുബിൾ ആണ്. അതുപോലെ തന്നെ ഇതിന് കോംപ്ലക്സ് ഫോർമേഷനുള്ള ടെൻഡൻസി ഉണ്ട്. സോ അത് നമ്മൾ എലിമിനേറ്റ് ചെയ്തു. പിന്നെ പോയിട്ട് PbF4 2 ടൈംസും PbEt4 ആണുള്ളത്. സോ എന്തായാലും PbEt4 അല്ല, കാരണം അത് ആന്റി നോക്കിംഗ് ഏജന്റായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ്. അതുപോലെ തന്നെ അതിന് സോലുബിലിറ്റി ഇഷ്യൂസ് ഉണ്ട്. സോ ആൻസർ വരുന്നത് ഏതായിരിക്കും, C ആയിരിക്കും അതിന്റെ ആൻസർ വരുന്നത്. സോ 8ന്റെ ആൻസർ C ആയിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റിനിലേക്ക് പോകാം. ദ ടോട്ടൽ നമ്പർ ഓഫ് ഹൈപ്പർഫൈൻ EPR ലൈൻസ് ഫോർ ഒക്ടാഹെഡ്രൽ ഹൈ സ്പിൻ Mn2+ കോംപ്ലക്സ്. ഓക്കെ, നിങ്ങൾക്ക് അതിൻ്റെ ന്യൂക്ലിയർ സ്പിൻ വാല്യൂ മാംഗനീസിൻ്റെ തന്നിട്ടുണ്ട് 5/2 എന്നുള്ളത്. സോ നിങ്ങൾക്ക് അറിയാം EPR അല്ലെങ്കിൽ ESR സ്പെക്ട്രോസ്കോപ്പി നമ്മൾ അൺപെയ്ഡ് ഇലക്ട്രോൺസിൻ്റെ പ്രസൻസിനെ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സ്പെക്ട്രോസ്കോപ്പിക് മെത്തേഡാണ്. സോ അൺപെയ്ഡ് ഇലക്ട്രോൺസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, ലൈൻസും കാര്യങ്ങളും ഒക്കെ കിട്ടും. സോ ഈ ഒരു കേസിൽ നമുക്ക് Mn2+ കോംപ്ലക്സ് ആണ്. ഓക്കെ, സോ Mn നോക്കുന്ന സമയത്ത് അതിൻ്റെ കോൺഫിഗറേഷൻ വരുന്നത് എത്രയാണ്, 3d5 4s2 ആണ്. സോ Mn2+ ആണ്. സോ Mn2+ ആകുന്ന സമയത്ത് നമ്മുടെ കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് എത്ര ആയിരിക്കും, 3d5 4s0 ആയിരിക്കും. അതായത് D5 സിസ്റ്റം ആയിരിക്കും. 1 2 3 4 1 2 3 4 5. ഓക്കെ, അവിടെ D5 സിസ്റ്റം ആയിരിക്കും നമ്മളുടെ Mn2+ എന്ന് പറയുന്നത്. ഹൈ സ്പിൻ കോംപ്ലക്സ് ആണ്. സോ 5 എന്തുണ്ട്, അൺപെയ്ഡ് ഇലക്ട്രോൺസ് ഉണ്ട്. സോ ഈ 5 അൺപെയ്ഡ് ഇലക്ട്രോൺസ് മൂലം എന്തുണ്ടാവും, ഈ പറഞ്ഞ സ്പ്ലിറ്റിംഗ് ഉണ്ടാവും. അതുപോലെ തന്നെ മാംഗനീസ് ന്യൂക്ലിയസും ഈ 5 അൺപെയ്ഡ് ഇലക്ട്രോൺസോട് എന്ത് ചെയ്യുന്നുണ്ട്, ഇന്ററാക്ട് ചെയ്യുന്നുണ്ട്. ആ കേസിൽ ഒന്നുണ്ടാകാം, സ്പ്ലിറ്റിംഗ് ഉണ്ടാകും. സോ അങ്ങനെയാണ് നമ്മൾ ഹൈപ്പർഫൈൻ ലൈൻസിനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്, 2s+1 × 2l+1 എന്നുള്ളതാണ് നമ്മളുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, 2s+1 × 2l+1 എന്നുള്ളതാണ് നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. സോ ഇതിൻ്റെ ഒരു പ്രശ്നം നിങ്ങൾ ESR സ്പെക്ട്രോസ്കോപ്പി അപ്പോൾ അത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. സോ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് 36 ലൈൻസ് എന്നാണ് കിട്ടുന്നത്. പക്ഷെ നിങ്ങൾക്ക് അറിയാം അത് അത്രയും കിട്ടത്തില്ല. ചില ലൈൻസ് എന്തുണ്ട്, മെർജ് ചെയ്യുന്നുണ്ട്. സോ 5 ട്രാൻസിഷൻസ് ആണ് പോസിബിൾ ആയിട്ടുള്ളത്. ഇനീഷ്യലി നമുക്ക് 6 ലൈൻസ് ആണുള്ളത്. സോ ആ രീതിയിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 30 ലൈൻസ് ശരിക്കും എന്ത് ചെയ്യത്തുള്ളൂ, ഒബ്സർവ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഓക്കെ, തിയററ്റിക്കലി നമ്മൾ 36 ലൈൻസ് എന്ന് പറയുമെങ്കിലും റിയൽ ആയിട്ട് ഇതിന് 30 ലൈൻസ് ആണ് ഒബ്സർവ് ചെയ്യുന്നത്. സോ അതെങ്ങനെയാണെന്നാണ് നോക്കുന്നത്. സോ ഞാൻ ഓൾറെഡി കോൺഫിഗറേഷൻ പറഞ്ഞു, 3d5 4s2 ആണ് അതിൻ്റെ കോൺഫിഗറേഷൻ. ഇനി 2+ ആകുന്ന സമയത്ത് എന്തായിട്ട് മാറും, 3d5 ആയിട്ട് മാറും. സോ ഇൻ ഒക്ടാഹെഡ്രൽ ഹൈ ഫീൽഡ് എന്ത് സംഭവിക്കുന്നുണ്ട്, 5 അൺപെയ്ഡ് ഇലക്ട്രോൺസ് ഇവിടെ ഉണ്ട്. ഓക്കെ, അതുപോലെ തന്നെ എന്താണ് എസ് വാല്യൂ എന്ന് പറയുന്ന 5 അൺപെയ്ഡ് ഇലക്ട്രോൺസ് ഉണ്ടെങ്കിൽ അതിൻ്റെ എസ് വാല്യൂ എന്ന് പറയുന്നത് എത്ര ആയിരിക്കും, 5/2 ആയിരിക്കും. സോ അതനുസരിച്ച് ഇത് അനുസരിച്ച് എന്താണ് ഒരു മെയിൻ EPR സിഗ്നൽ നിങ്ങൾക്ക് കിട്ടും. സോ ഫോർ 1 മാഗ്നറ്റിക് ന്യൂക്ലിയർ ഇന്ററാക്ടിംഗ് വിത്ത് 1 അൺപെയ്ഡ് ഇലക്ട്രോൺ ദ നമ്പർ ഓഫ് ഹൈപ്പർഫൈൻ ലൈൻസ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്, 2i+1 എന്നുള്ള ഇക്വേഷൻ വെച്ചിട്ടാണ്. സോ 2i+1 എന്നുള്ളതാണ് നമ്മുടെ ഇക്വേഷൻ. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്, നമുക്ക് 2 × 5/2 + 1 എന്ന് വരും. സോ അതനുസരിച്ച് നമുക്ക് എന്താ മാറും, 6 ലൈൻസ് എന്നാണ് നമുക്ക് കിട്ടുന്നത്. സോ 6 ലൈൻസ് എന്നായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്.
സോ അതനുസരിച്ച് നിങ്ങൾക്ക് 6 ലൈൻസ് കിട്ടും. ഓക്കെ, അപ്പം ഒരു മാഗ്നറ്റിക് ന്യൂക്ലിയെ ഒരു അൺപെയർഡ് ഇലക്ട്രോണുമായിട്ട് ഇന്ററാക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 6 ലൈൻസ് കിട്ടും. ഇതുപോലെ 5 എണ്ണം ഉണ്ട്. ഓക്കെ, സോ ഇതുപോലെ 5 എണ്ണം ഉണ്ട്. സോ അതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ കൺഫ്യൂസ്ഡ് ആവും. സോ ഇൻ Mn2+ there are 5 unpaired electrons all coupled with one Mn having I is equal to 5/2. സോ നമ്മുടെ ഫോർമുല എന്തായിട്ട് മാറും? നമ്പർ ഓഫ് ഹൈപ്പർഫൈൻ ലൈൻസ് എന്ന് പറയുന്നത് 2s+1 into 2i+1 എന്നായി മാറും. സോ 2s+1 എന്ന് പറഞ്ഞാൽ എസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു 5/2 ആണെന്ന് പറഞ്ഞു. ഐ എന്ന് പറയുന്നത് ഓൾറെഡി മാംഗനീസിന്റെ എന്താണ് 5/2 ആണ്. സോ ഇത് രണ്ടും ഇന്ററാക്ട് ചെയ്യുന്നു. 5 അൺപെയർഡ് ഇലക്ട്രോൺസും അതുപോലെ തന്നെ മാംഗനീസ് ന്യൂക്ലിയസുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്ന സമയത്ത് എത്ര ലൈൻസ് ആണെന്ന് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? 2s+1 into 2i+1 എന്ന് വരും. സോ 2 into s എന്ന് പറയുന്നത് എത്രയാണ്? 5/2 + 1 ഇൻറ്റു 2 ഇൻറ്റു ഐ എന്ന് പറയുന്നത് മാംഗനീസിന്റെ ഐ എന്ന് പറയുന്നത് തന്നിട്ടുണ്ട് 5/2 + 1. ഓക്കെ, സോ ഈ 2 × 2 ക്യാൻസൽ ആയിട്ട് ഇവിടെ 6 എന്ന് വരും. 2 × 2 ക്യാൻസൽ ആയിട്ട് ഇവിടെ 6 എന്ന് വരും. 6 × 6 എന്ന് പറയുന്നത് എത്രയാണ്? 36 ലൈൻസ് എന്നുള്ളതാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നത്. പക്ഷേ റിയൽ കേസിൽ അത്രയും കിട്ടത്തില്ല. റിയലിൽ എത്രയാണ്? 30 മാത്രമേ കിട്ടത്തുള്ളൂ. ഇനി അത് എങ്ങനെയാണെന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. സോ ഇൻ ആക്ച്വൽ EPR സ്പെക്ട്രൽ ഒബ്സർവേഷൻ നോട്ട് ഓൾ 36 ലൈൻസ് ആർ യൂഷ്വലി ഒബ്സർവ്ഡ് ഡ്യൂ ടു ലൈൻ ഓവർലാപ്പ് ആൻഡ് സെലക്ഷൻ റൂൾസ്. സോ സെലക്ഷൻ റൂളും ആ ഓവർലാപ്പിംഗ് നടക്കുന്ന മൂലം നമുക്ക് എത്ര ലൈൻസ് കിട്ടത്തില്ല? 30 എണ്ണം കിട്ടത്തില്ല, 30 എണ്ണം മാത്രമേ കിട്ടത്തുള്ളൂ. സോ ഇൻ മെനി Mn high spin octahedral complex the observed hyperfine line pattern consists of 30 lines because they are allowed transitions between ms levels each splitting with 2i+1. അപ്പോൾ നമുക്ക് ശരിക്കും 6 ലെവൽസ് ആണ്, 6 സബ് ലെവൽസ് ആണുള്ളത്. അവിടെ നമുക്ക് 5 ട്രാൻസിഷൻസ് പോസിബിൾ ആണ്. സോ ആ രീതിയിലാണ് നമ്മൾ 6 × 5 30 എന്ന് നമ്മൾ പറയുന്നത്. മൊത്തം 30 ലൈൻസ് കിട്ടുമെന്ന് പറയുന്നത് അതുകൊണ്ടാണ്. സോ നമുക്ക് 6 ലെവൽ ഉണ്ട്. അവിടെ നമുക്ക് 5 ട്രാൻസിഷൻസ് ആണ് പോസിബിൾ ആയിട്ടുള്ളത്. സോ ദ ട്രാൻസിഷൻ ബിറ്റ്വീൻ ദ അഡ്ജസൻറ്റ് ms values give rise to എന്താണ്? 5 ട്രാൻസിഷൻ. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് 6 × 5. സോ ദ 5 ട്രാൻസിഷൻസ് ഇൻറ്റു 5 ഹൈപ്പർഫൈൻ ലൈൻസ് ഈസ് ഈക്വൽ ടു 30. അപ്പോൾ ടോട്ടൽ ലൈൻസ് എന്ന് പറയുന്നത് എത്രയാണ്? 30 ആണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ എന്ത് ചെയ്യണം? നോട്ട് ചെയ്ത് വെക്കണം. നോട്ട് ചെയ്യുന്നതിൻ്റെ കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ EPRന്റെ നോട്ട് എടുത്ത് നോക്കണം. അവിടെ നിങ്ങൾ സ്പ്ലിറ്റിങ്ങും കാര്യങ്ങളും പഠിക്കും. അതുപോലെ ഈ ഓവർലാപ്പിംഗ് മൂലം ഇതുപോലെ ലൈൻസ് കുറയുന്ന സിസ്റ്റംസ് ഉണ്ടോ എന്ന് നിങ്ങൾ എന്ത് ചെയ്യണം? ചെക്ക് ചെയ്ത് വെക്കണം. സോ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ എക്സാമിന് ചോദിക്കും. സോ നമുക്ക് എന്തായിരുന്നു ചോദ്യം? ടോട്ടൽ നമ്പർ ഓഫ് ഹൈപ്പർഫൈൻ ലൈൻസ് ഫോർ ഒക്ടാഹെഡ്രൽ ഹൈ സ്പിൻ Mn2+ കോംപ്ലക്സ് ആയിരുന്നു. ഏതാണ് ആൻസർ വരുന്നത്? 30. എ ആണ് അതിന്റെ ആൻസർ വരുന്നത്. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. നോക്കിക്കേ, ഡ്യൂറിങ് അഡീഷൻ പോളിമറൈസേഷൻ ദ റിയാക്ഷൻ പ്രൊസീഡ്സ് വയ. ഓക്കെ, സോ നമ്മൾ അഡീഷൻ പോളിമറൈസേഷൻ, കണ്ടൻസേഷൻ പോളിമറൈസേഷൻ എന്ന് പറഞ്ഞ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പോളിമറൈസേഷൻ പഠിച്ചിട്ടുണ്ട്. സോ അഡീഷൻ പോളിമറൈസേഷനകത്ത് ഏതാണ്? നിങ്ങൾക്കറിയാം, സ്റ്റെപ്പ് ഗ്രോത്ത് അല്ല. ഏതാണ്? ഫ്രീ റാഡിക്കൽ ചെയിൻ റിയാക്ഷൻ ആണ് ഫോം ചെയ്യുന്നത്. സോ സ്റ്റെപ്പ് ഗ്രോത്ത് എവിടെയാണ് വരുന്നത്? നോക്കി, സ്റ്റെപ്പ് ഗ്രോത്ത് പ്രോസസ്സ് എവിടെയാണ് വരുന്നത്? അത് കണ്ടൻസേഷൻ പോളിമറൈസേഷനകത്താണ് വരുന്നത്. സോ കണ്ടൻസേഷൻ പോളിമറൈസേഷൻ ആണെങ്കിലാണ് നമുക്ക് എന്താണ് സ്റ്റെപ്പ് ഗ്രോത്ത് വരുന്നത്. സോ ആ ഒരു പോയിന്റ് ഓർത്തിരിക്കുക. കണ്ടൻസേഷൻ പോളിമറൈസേഷനിലാണ് എന്ത് വരുന്നത്? സ്റ്റെപ്പ് ഗ്രോത്ത് പ്രോസസ്സ് വരുന്നത്. ഫ്രീ റാഡിക്കൽ ചെയിൻ റിയാക്ഷൻ വരുന്നത് എവിടെയാണ്? അഡീഷൻ പോളിമറൈസേഷനിലാണ് നമുക്ക് ഫ്രീ റാഡിക്കൽ ചെയിൻ റിയാക്ഷൻ വരുന്നത്. നിങ്ങൾക്കറിയാം, ഈ ഒരു ഫ്രീ റാഡിക്കൽ ചെയിൻ റിയാക്ഷനകത്ത് 3 സ്റ്റേജ് ഉണ്ട്. ഫ്രീ റാഡിക്കൽ ചെയിൻ റിയാക്ഷൻ. സോ ഈ ഒരു ഫ്രീ റാഡിക്കൽ ചെയിൻ റിയാക്ഷനകത്ത് നമുക്ക് 3 ഉണ്ട്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇനീഷ്യേഷൻ സ്റ്റെപ്പാണ്. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് അതിൻ്റെ പ്രൊപ്പഗേഷൻ സ്റ്റെപ്പാണ്. ദെൻ ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്? ടെർമിനേഷൻ സ്റ്റെപ്പ്. ഓക്കെ, ആ രീതിയിൽ ഓർത്തിരിക്കാനായിട്ട് ശ്രമിക്കുക. സോ അഡീഷൻ പോളിമറൈസേഷൻ അതിൻ്റെ മെക്കാനിസം എന്താണ്? ഫ്രീ റാഡിക്കൽ ചെയിൻ റിയാക്ഷൻ ആണ് പോകുന്നത്. കണ്ടൻസേഷൻ പോളിമറൈസേഷൻ ആണെങ്കിൽ എന്താണ്? നമ്മുടെ സ്റ്റെപ്പ് ഗ്രോത്ത് പ്രോസസ്സിലൂടെയാണ് അത് പോകുന്നത്. ഇനി അഡീഷൻ റിയാക്ഷൻ നോർമലി ഉള്ള അഡീഷൻ റിയാക്ഷൻ തന്നെയാണ്. സോ എന്താണ് നമ്മുടെ ആൻസർ വരുന്നത്? ബി ആണ്. അപ്പോൾ അതിൻ്റെ ആൻസർ എന്ന് വരുന്നത് എന്തായിരിക്കും? ബി ആയിരിക്കും അതിൻ്റെ ആൻസർ വരുന്നത്. ഓക്കെ, നെക്സ്റ്റ്, which of the following will not result? Okay, which of the following will not result in deviation from Beer's law എന്നുള്ളതാണ്. സോ ചേഞ്ച് ഇൻ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദ എന്താണ്? വിൽ നോട്ട് റിസൾട്ട് എന്നുള്ളതാണ്. സോ ഈ പറഞ്ഞ പോലെ ചേഞ്ച് ഇൻ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ത് ചെയ്യുന്നുണ്ട്? ഈ പറഞ്ഞ പോലെ അഫക്റ്റഡ് ആകുന്നുണ്ട്. ദെൻ ഡിസോസിയേഷൻ ഓഫ് സൺലൈറ്റ്, പോളിക്രോമാറ്റിക് ലൈറ്റ്, പാത്ത് ലെങ്ത് ഓഫ് ദ ക്യൂബറ്റ്. ഏതാണ് നമ്മുടെ ആൻസർ വരുന്നത്? ഡീവിയേറ്റ് ചെയ്യാത്തത്. വിൽ നോട്ട് റിസൾട്ട് ഇൻ ഡീവിയേഷൻ ആണ്. സോ ഡീവിയേറ്റ് ചെയ്തത് ഏതാണ്? പാത്ത് ലെങ്ത് ഓഫ് ദ ക്യൂബറ്റ് ആണ് ഡീവിയേറ്റ് ചെയ്യാത്തത്. ഓക്കെ, സോ ആൻസർ വരുന്നത് ഡി ആയിരിക്കും. സോ ഫിസിക്കലിലെ ക്വസ്റ്റൻ ആണ്, കയറി വന്നതാണ് കേട്ടോ. സോ നിങ്ങളുടെ ഫിസിക്കലിനകത്ത് ബി എസ് ലോ നിങ്ങളിവിടെ പഠിക്കും. സോ എന്താണ് നമ്മളുടെ
എപ്സിലോൺ ഇസ് ഈക്വൽ ടു അബ്സോർബൻസ് ഇസ് ഈക്വൽ ടു എപ്സിലോൺ സി എൽ എന്ന് പറഞ്ഞ ഒരു ഇക്വേഷൻ ഒക്കെ നമ്മളിവിടെ പഠിക്കും. അതുമായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലംസ് ചോദിക്കാറുണ്ട്. സോ പി എസ് സിൽ ഓർത്തിരിക്കാനായിട്ട് ശ്രമിക്കാം. നെക്സ്റ്റ് 12ാമത്തെ ചോദ്യം, വാട്ട് ആർ ദ എസ് ആൻഡ് എൽ വാല്യൂസ് ഓഫ് 15 നൈട്രജൻ എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, സോ 15 നൈട്രജൻ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ നൈട്രജൻ്റെ കോൺഫിഗറേഷൻ ആദ്യം എഴുതുക. എന്താണ് വരുന്നത്? 1s2 2s2 2p3 ആണ് അതിൻ്റെ കോൺഫിഗറേഷൻ വരുന്നത്. സോ ഞാൻ ആ ഒരു പി ഓർബിറ്റിലൂടെ വരയ്ക്കുവാണ്. സോ +1 0 -1 ആണ് അതിൻ്റെ ഓറിയൻറ്റേഷൻ വരുന്നത്. 3 ഇലക്ട്രോൺസ് ആണ് ഇതിന് ഉള്ളത്. ഓക്കെ, 3 ഇലക്ട്രോൺസ് ആണ് ഇതിനുള്ളത്. സോ ഇതിനകത്ത് നമുക്ക് എന്ത് മനസ്സിലാക്കാം? എസ് എന്ന് പറയുന്നത് എന്താണ്? ഹാഫ് പ്ലസ് ഹാഫ് പ്ലസ് ഹാഫ് ആയിരിക്കും. അതായത് എസ് എന്ന് പറയുന്നത് 3/2 ആണ്. അതെനിക്ക് മനസ്സിലായി. അതായത് എന്തൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്? എസ് എല്ലോ ചോദിച്ചിരിക്കുന്നത്. എസ് എന്താ? 3/2 എന്ന് എനിക്ക് മനസ്സിലായി. സോ 3/2 വരുന്ന ഓപ്ഷൻ ഏതാണെന്ന് ഞാൻ നോക്കുന്നു. 3/2 വരുന്ന ഒറ്റ ഓപ്ഷനേ ഉള്ളൂ. അപ്പോൾ അതിന് ആൻസർ എന്തായിരിക്കും? ഏതായിരിക്കും? ബി ആയിരിക്കും ആൻസർ. ബാക്കിയെല്ലാം നിങ്ങൾക്ക് എന്ത് ചെയ്യാം? എലിമിനേറ്റ് ചെയ്ത് കളയാം. ഈവൻ എല്ല് കണ്ടുപിടിച്ചില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് എന്ത് കിട്ടി? നിങ്ങളുടെ ആൻസർ കിട്ടി. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾ ക്വസ്റ്റ്യൻ നോക്കുന്ന സമയത്ത് ഓപ്ഷൻ ഒബ്സർവ് ചെയ്യണം. ഓപ്ഷൻ ഒബ്സർവ് ചെയ്തിട്ട് എലിമിനേറ്റ് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻ എന്ത് ചെയ്യുക? കളയുക. ചിലപ്പോൾ നമ്മൾ ആദ്യം കണ്ടുപിടിക്കുന്നത് അത് മാത്രമേ കാണത്തുള്ളൂ. അപ്പോൾ ബാക്കി നമ്മൾ കണ്ടുപിടിക്കാൻ വേണ്ട നമുക്ക് എന്ത് ചെയ്യാം? ടൈം അവിടെ സേവ് ചെയ്യുകയും ചെയ്യാം. നമ്മുടെ നെഗറ്റീവ് മാർക്ക് എന്ത് ചെയ്യാം? കുറയ്ക്കാനും നമുക്ക് ഹെൽപ്പ് ചെയ്യും. സോ ഇനി എൽ എങ്ങനെ കണ്ടുപിടിക്കാം? എൽ എന്ന് പറയുന്നത് എന്താണ്? +1 + 0 -1 എന്ന് വരും. സോ എന്താണ്? എൽ എന്ന് പറയുന്നത് 0 ആണ് വരുന്നത്. സോ എൽ എന്ന് പറയുന്നത് എന്തായിരിക്കും? എൽ എന്ന് പറയുന്നത് 0 ആയിരിക്കും. എസ് എന്ന് പറയുന്നത് 3/2 ആയിരിക്കും. ആൻസർ എന്ന് പറയുന്നത് എത്ര ആയിരിക്കും വരിക? 12ന്റെ ആൻസർ എന്ന് പറയുന്നത് ബി ആയിരിക്കും വരുന്നത്. ഓക്കെ, 12 ആൻസർ എന്ന് പറയുന്നത് ബി ആയിരിക്കും. ഓക്കെ, സോ ഈ രീതിയിൽ നിങ്ങൾ ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്ത് വേണം ചെയ്യാനായിട്ട്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നെഗറ്റീവ് മാർക്കിങ് ഒരുപാട് കുറഞ്ഞിരിക്കും. ഓക്കെ, ഓപ്ഷൻ ബി ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. 13ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ബെൻഡിങ് വൈബ്രേഷൻ ആർ ഒബ്സർവ്ഡ് ഇൻ IR സ്പെക്ട്രോസ്കോപ്പി where two atoms move എന്താണ്? two atoms move either above or below the plane of the സെൻട്രൽ ആറ്റം. സോ നമുക്കറിയാം ബെൻഡിങ് വൈബ്രേഷൻസ് പല ടൈപ്പ് ഉണ്ടെന്ന് നമുക്കറിയാം. സോ ഇതിനകത്ത് ചോദിച്ചിരിക്കുന്നത് ടു ആറ്റംസ് മൂവ് എയ്തർ ഓക്കെ എബോവ് ദ പ്ലെയിൻ ബിലോ ദ പ്ലെയിൻ വരുന്നത് ഇതിനകത്ത് ഏതാണെന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അറിയാം ഏതാണ്? അത് വാഗിങ് ആണ് വരുന്നത്. സോ ഈ 4 നമുക്ക് നോക്കാം. റോക്കിംഗ് എന്താണ്? ട്വിസ്റ്റിംഗ് എന്താണ്? സിസറിംഗ് എന്താണെന്ന് നോക്കാം. സോ വാഗിങ്ങിന്റെ കേസിലാണ് എന്ത് ചെയ്യുന്നത്? ആറ്റംസ് എന്ത് ചെയ്യുന്നത്? എബോവ് ബിലോ എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യുന്നത്? മൂവ് ചെയ്യുന്നത്. സോ ദ ടു ആറ്റംസ് മൂവ് എയ്തർ എബോവ് ഓർ എന്താണ്? ബിലോ ദ സെൻട്രൽ ആറ്റം. ഓക്കെ, ഇപ്പോൾ സെൻട്രൽ ആറ്റം നോക്കുന്ന സമയത്ത് ഒന്നുകിൽ എബോവ് അല്ലെങ്കിൽ ബിലോ ആയിട്ടായിരിക്കും ഇത് വാഗിങ്ങിനകത്ത് വാഗിങ് വൈബ്രേഷനകത്ത് നടക്കുന്നത്. സോ അതിന്റെ എക്സ്പ്ലനേഷൻ നമുക്ക് നോക്കിപ്പോകാം. സോ ഇൻ IR സ്പെക്ട്രോസ്കോപ്പി മോളിക്കുലർ വൈബ്രേഷൻസിനെ നമ്മൾ സ്ട്രെച്ചിങ് എന്നും ബെൻഡിംഗ് എന്നുമാണ് തിരിച്ചിട്ടുള്ളത്. ഇതിനകത്ത് ബെൻഡിങ്ങിനെ നമ്മൾ ഡിഫോർമേഷൻ എന്നും വിളിക്കാറുണ്ട്. സോ ബേസിക്കലി 4 ടൈപ്പാണുള്ളത്. ഫസ്റ്റ് ടൈപ്പിനെ നമ്മൾ സിസറിംഗ് എന്നാണ് വിളിക്കുന്നത്. സോ സിസറിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ടു ആറ്റംസ് മൂവ് ടുവേർഡ്സ് ഓർ എവേ ഫ്രം അതർ. സോ 2 ആറ്റംസ് എന്താണ്? ടുവേർഡ്സോ അല്ലെങ്കിൽ എവേ ഫ്രം ഈച്ച് അതർ ആയിരിക്കും. സോ അതാണ് ഇൻപ്ലെയിൻ ആണ്. അതുകൊണ്ടാണ് അതിനെ നമ്മൾ സിസറിംഗ് എന്ന് വിളിക്കുന്നത്. ഇനി റോക്കിംഗ് എന്ന് പറഞ്ഞാലോ? റോക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു ആറ്റംസ് മൂവ് ഇൻ ദ സെയിം ഡയറക്ഷൻ. സോ ആ പ്ലെയിനിൽ തന്നെ സെയിം ഡയറക്ഷനിൽ ഇങ്ങോട്ടോ അല്ലെങ്കിൽ ഇങ്ങോട്ടോ മൂവ് ചെയ്യുന്നതിനെയാണ് നമ്മൾ റോക്കിംഗ് എന്ന് വിളിക്കുന്നത്. ഇനി വാഗിങ് എന്താണ്? വാഗിങ് എന്ന് പറഞ്ഞാൽ ടു ആറ്റംസ് മൂവ് ടുഗദർ എബോവ് ഓർ ബിലോ. എന്താണ്? അപ്പോൾ അത് ഇൻപ്ലെയിൻ അല്ല, ഒന്നെങ്കിൽ എബോവ് അല്ലെങ്കിൽ ബിലോ എന്നുള്ള രീതിയിൽ മൂവ് ചെയ്യുന്നതിനെയാണ് നമ്മൾ വാഗിങ് എന്ന് വിളിച്ചത്. സോ നമ്മുടെ ക്വസ്റ്റ്യൻ അത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് തന്നെയാണ് ആൻസർ വരുന്നത്, വാഗിങ് ആണ്. ഇനി ട്വിസ്റ്റിംഗ് എന്താണ്? ട്വിസ്റ്റിംഗ് എന്താണെന്ന് നോക്കുക. ടു ആറ്റംസ് മൂവ് ഓപ്പോസിറ്റ് ടു ഈച്ച് അതർ. ടു ആറ്റംസ് ഓപ്പോസിറ്റ് ടു ഈച്ച് അതർ ആയിട്ട് മൂവ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ട്വിസ്റ്റിംഗ് എന്ന് വിളിക്കുന്നത്. സോ ഈ ഒരു 4 ഡിഫോർമേഷൻ അല്ലെങ്കിൽ ബെൻഡിങ് വൈബ്രേഷൻസ് നിങ്ങൾ ഓർത്തിരിക്കണം. എന്താണ് അതിൻ്റെ കൺസെപ്റ്റ്? ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് വേണമെങ്കിൽ ചോദിക്കാം. ഇപ്പോൾ 2 മോളിക്യൂൾ എന്താ ഈ പറഞ്ഞ പോലെ ടു മൂവേഴ്സോ എവേ ഫ്രമും എന്ത് ചെയ്തു? മൂവ് ചെയ്തു എന്ന് ചോദിക്കുന്ന സമയത്ത് ഏതാണ് ബെൻഡിങ് വൈബ്രേഷൻ എന്നുള്ള രീതിയിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. സോ സിസറിംഗ്, റോക്കിംഗ്, വാഗിങ് ആൻഡ് ട്വിസ്റ്റിംഗ് അതെന്താണെന്ന് മനസ്സിലാക്കി വെക്കുക. ക്വസ്റ്റ്യൻസ് ഈ രീതിയിൽ ചോദിക്കാം. സോ നമ്മുടെ ആൻസർ വരുന്നത് വാഗിങ് ആണ്. ഡി ആയിരിക്കും അതിൻ്റെ ആൻസർ വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. 14ാമത്തെ ചോദ്യം. അറേഞ്ച് ദ ഫോളോയിങ് ഇൻ കറക്റ്റ് സീക്വൻസ് ഓഫ് അറ്റോമിക് മാസ്
അറ്റോമിക് മാസ് സ്പെക്ട്രോമെട്രിക് അനാലിസിസ്. സോ ഈ ഒരു സാധനം നിങ്ങൾ നോക്കി വെച്ചോണം, അറ്റോമിക് മാസ് സ്പെക്ട്രോമെട്രിക് അനാലിസിസ്. സോ ബേസിക്കലി ഇതിൻ്റെ സ്റ്റെപ്സ് എനിക്ക് തോന്നുന്നു 2-3 വട്ടം റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചു. സെയിം കൺസെപ്റ്റ് തന്നെയാണ് ചോദിച്ചത്, സെയിം ക്വസ്റ്റ്യൻ അല്ല, സെയിം കൺസെപ്റ്റ് തന്നെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചു. ആ സ്റ്റെപ്സിനെ ഓർഡർ ചെയ്യാനാണ് ഒരു വട്ടം ചോദിച്ചത്, ഒരു വട്ടം ഇതുപോലെ തന്നെ ഏതൊക്കെ സ്റ്റേറ്റ്മെൻ്റ് ആണ് കറക്റ്റ് എന്നുള്ള രീതിയിലാണ് ചോദിച്ചത്. സോ ആ രീതിയിൽ ഈ ഒരു ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മളിനി മുന്നോട്ട് പോകുന്ന സമയത്ത് ഇതുമായിട്ട് ബന്ധപ്പെട്ട കൺസെപ്റ്റ് എന്നുള്ള ക്വസ്റ്റ്യൻസ് കാണും. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, അങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന കൺസെപ്റ്റുകൾ നിങ്ങൾ എന്ത് ചെയ്ത് വെക്കണം, നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം, നിങ്ങളുടെ എക്സാമിന് അത് ഒരുപാട് ഹെൽപ്ഫുൾ ആയിരിക്കും. സോ ഇവിടെ നമുക്ക് അറ്റോമിക് മാസ് സ്പെക്ട്രോമെട്രിക് അനാലിസിസിനകത്ത് ഈ ഒരു 4 സ്റ്റെപ്സ് നമുക്ക് തന്നിട്ടുണ്ട്. ഈ 4 സ്റ്റെപ്സിനെ നമ്മൾ എന്ത് ചെയ്യണം, അറേഞ്ച് ചെയ്തിട്ട് കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യണം, അതിനെ അറേഞ്ച് ചെയ്യണം. സോ സെപ്പറേഷൻ ഓഫ് അയോൺ ബേസ്ഡ് ഓൺ M/Z എന്നുള്ളതാണ് ഫസ്റ്റ്. ദെൻ അയണൈസേഷൻ, മെഷറിംഗ് ദ അയോൺ കറന്റ് ആൻഡ് അറ്റോമൈസേഷൻ. ഓക്കെ, സോ എന്തായാലും ഫസ്റ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ഫസ്റ്റ് എന്ന് പറയുന്നത് അറ്റോമൈസേഷൻ ആയിരിക്കും ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത്. സോ 4 വരുന്നത്. സോ 4 ഞാൻ കൊടുത്തു. അറ്റോമൈസേഷൻ കഴിഞ്ഞിട്ട് സെക്കൻഡ് എന്തായിരിക്കും, അയണൈസേഷൻ ആയിരിക്കും വരുന്നത്. സോ അയണൈസേഷൻ എന്ന് പറയുന്നത് എന്താണ്, 2 വരുന്നത്. സോ 4-2 വരുന്ന എത്ര ഓപ്ഷൻ ഉണ്ടെന്ന് നോക്കുന്നു. 4-2 വരുന്ന ഒറ്റ ഓപ്ഷനേ ഉള്ളൂ. സോ ഇതിനെ എലിമിനേറ്റ് ചെയ്തു, ഇതിനെ എലിമിനേറ്റ് ചെയ്തു, ഇതിനെ എലിമിനേറ്റ് ചെയ്തു. എന്തായിരിക്കും ആൻസർ വരുന്നത്, എ ആയിരിക്കും ആൻസർ വരുന്നത്. സോ ബേസിക്കലി 4 ഫസ്റ്റ് സ്റ്റെപ്പ് ഏതാണെന്ന് കിട്ടിയാൽ തന്നെ ഇതിനകത്ത് ആൻസർ ആയി. അപ്പോൾ അറ്റോമൈസേഷൻ ആണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് എനിക്ക് മനസ്സിലായാൽ തന്നെ എന്ത് ചെയ്തു, നിങ്ങൾക്ക് ആൻസർ കിട്ടി. പോയിട്ട് ബാക്കി നിങ്ങൾ നോക്കേണ്ട കാര്യം പോലും ഇല്ല, നിങ്ങൾക്ക് നെക്സ്റ്റ് ക്വസ്റ്റിനിലേക്ക് എന്ത് ചെയ്യാം, നേരെ ഡയറക്റ്റ്ലി ചാടി പോകാം. സോ ബേസിക്കലി അറ്റോമൈസേഷൻ ആണ് ഫസ്റ്റ് സ്റ്റെപ്പ്. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് അയണൈസേഷൻ ആണ്. ദെൻ തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്, സെപ്പറേഷൻ ഓഫ് അയോൺ ബേസ്ഡ് ഓൺ M/Z റേഷ്യോ ആണ്. തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സെപ്പറേഷൻ ഓഫ് അയോൺ ബേസ്ഡ് ഓൺ N/Z റേഷ്യോ എന്നുള്ളതാണ്. സോ അത് വരുന്നത് 1 ആണ്. ദെൻ ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്ത്, മെഷറിംഗ് ദ അയോൺ കറണ്ട്, മെഷറിംഗ് ദ അയോൺ കറണ്ട്. ഓക്കെ, അതാണ് നമ്മുടെ ലാസ്റ്റ് സ്റ്റെപ്പ്. അതെന്ന് പറയുന്നത് എത്രയാണ്, 3 ആണ്. സോ 4, 2, 1, 3 4, 2, 1, 3 ആണ് നമ്മുടെ ആൻസർ വരുന്നത്. ഓപ്ഷൻ എന്ന് പറയുന്നത് എ ആയിരിക്കും. സോ ഈ രീതിയിൽ സ്റ്റെപ്സ് ചോദിക്കാം. വേറെ സ്പെക്ട്രോസ്കോപ്പിക് മെത്തേഡ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ, ഈ രീതിയിൽ സ്റ്റെപ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ അറേഞ്ച് ചെയ്യാൻ എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻസ് ചോദിക്കാം. സോ ഇതിന് ആൻസർ വരുന്നത് എന്താണ്, എ ആണ് ഇതിൻ്റെ ആൻസർ വരുന്നത്. സോ അറ്റമൈസേഷൻ ആണ് ഫസ്റ്റ് സ്റ്റെപ്പ്. സോ അറ്റമൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ദ സാമ്പിൾ ഈസ് ഫസ്റ്റ് കൺവേർട്ടഡ് ഇൻറ്റു ഇൻഡിവിജ്വൽ ആറ്റംസ് ഓർ മോളിക്യൂൾസ് ഇൻ ദ ഗ്യാസ് ഫേസ്. അതാണ് അറ്റമൈസേഷൻ എന്ന് പറയുന്നത്. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ അയണൈസേഷൻ ആണ്. ഓക്കെ, സോ അയണൈസേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി എന്ത് ചെയ്തു, ഇൻഡിവിജ്വൽ ആറ്റംസോ അല്ലെങ്കിൽ മോളിക്യൂൾസോ ആയിട്ട് കൺവേർട്ട് ചെയ്തു. ആ ആറ്റംസിനെയോ മോളിക്യൂൾസിനെ എന്ത് ചെയ്യുവാണ്, നമ്മൾ അയണൈസ് ചെയ്യുവാണ്. സോ ഇലക്ട്രോൺ ഇമ്പാക്ട് അല്ലെങ്കിൽ പ്ലാസ്മ എന്നൊരു ആ ഒരു സ്റ്റേജ് എന്ന് പറയുന്നതാണ്. സോ ഈ ഒരു എന്ത് ചെയ്യുന്നുണ്ട്, ഇതിനകത്ത് നമ്മൾ ഈ ആറ്റംസിനെ അയോൺസിനെ നമ്മൾ അയണൈസേഷൻ ചെയ്തു, കൺവേർട്സ് ന്യൂട്രൽ മോളിക്യൂൾസ് ഇൻറ്റു പോസിറ്റീവ്ലി ചാർജ്ഡ് അയോൺസ്. സോ അതാണ് നമ്മൾ സെക്കൻഡ് സ്റ്റെപ്പിൽ ചെയ്യുന്നത്. തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സെപ്പറേഷൻ ബേസ്ഡ് ഓൺ N/Z റേഷ്യോ ആണ്. സോ ദ ജനറേറ്റഡ് അയോൺസ് ആർ സെപ്പറേറ്റഡ് ബേസ്ഡ് ഓൺ their N/Z റേഷ്യോ യൂസിങ് മാഗ്നറ്റിക് ഓർ ഇലക്ട്രിക് ഫീൽഡ്. ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നതാണ് മെഷർമെന്റ് ഓഫ് അയോൺ കറന്റ്. സോ ദ അയോൺ ഡിറ്റക്ടർ മെഷേഴ്സ് ദ കറന്റ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ അയോൺ ഹിറ്റിംഗ് ഇറ്റ്. സോ ദിസ് ഈസ് യൂസ്ഡ് ടു ക്വാണ്ടിഫൈ ആൻഡ് ഐഡന്റിഫൈ ദ അയോൺ. സോ ആ ഒരു സ്റ്റെപ്പ് കറക്റ്റായിട്ട് ഓർത്തിരിക്കുക. അറ്റമൈസേഷൻ, അയണൈസേഷൻ, സെപ്പറേഷൻ ബേസ്ഡ് ഓൺ N/Z റേഷ്യോ ആൻഡ് മെഷർമെന്റ് ഓഫ് അയോൺ കറന്റ്. അതാണ് അതിൻ്റെ കറക്റ്റായിട്ടുള്ള സ്റ്റെപ്സ് എന്ന് പറയുന്നത്. സോ നെക്സ്റ്റ് 15ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. Which of the following is the characteristic of ideal detector for ഗ്യാസ് ക്രോമറ്റോഗ്രഫി? ഞാൻ പറഞ്ഞു ഈ ഒരു രീതിയിൽ ഇൻസ്ട്രുമെൻ്റ് അനലിറ്റിക്കൽ ടെക്നിക്സ്, അനലിറ്റിക്കൽ ഇൻസ്ട്രുമെൻസിനെ ബേസ് ചെയ്തിട്ട് ഒന്നെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ചോദിക്കാം, അല്ലെങ്കിൽ അതിനകത്തെങ്കിലും സ്റ്റെപ്സ് ഉണ്ടെങ്കിൽ ആ സ്റ്റെപ്സിനെ അറേഞ്ച് ചെയ്യാനായിട്ട് ചോദിക്കാം. ഈ പറഞ്ഞ പോലെ ആ ഒരു ഇതുമായിട്ട് ബന്ധപ്പെട്ട് 2 സ്റ്റേറ്റ്മെൻറ്റ്സ് ഏതാണ്, 4 സ്റ്റേറ്റ്മെൻറ്റ് ഏതാണെന്നുള്ള രീതിയിൽ ചോദിക്കാം. സോ ഇവിടെ നോക്കിയിരിക്കുന്നത് എന്താണ്, ഐഡിയൽ ഡിറ്റക്ടറിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്നാണ് ചോദ്യം. ഓക്കെ, സോ ഗുഡ് സ്റ്റെബിലിറ്റി ആൻഡ് റീപ്രൊഡ്യൂസിബിലിറ്റി, അതെന്താണ്, അത് നമുക്ക് ആവശ്യമുള്ള ഒരു എന്താണ് ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. സെക്കൻഡ്, നോൺ ലീനിയർ റെസ്പോൺസ് വിത്ത് ടു സൊല്യൂട്ട്. സോ നോൺ ലീനിയർ അല്ല, ലീനിയർ റെസ്പോൺസ് ആണ് വേണ്ടത്. സോ അതെന്താണ്, അത് അതിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് അല്ല, ഐഡിയൽ ഡിറ്റക്ടറിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് അല്ല. ദെൻ 1 ഉണ്ട്, 2 ഇല്ല. സോ 2 ഇല്ല എന്ന് എനിക്ക് മനസ്സിലായി. 2 ഇല്ലെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും 2 ഉള്ള ഓപ്ഷൻസ് എല്ലാം എന്ത് ചെയ്യുക, എലിമിനേറ്റ് ചെയ്ത് കളയുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് എന്ത് കിട്ടി, ആൻസർ കിട്ടി. 1 and 3 ഉള്ളി, അങ്ങനെ ഒറ്റ ഓപ്ഷനേ ഉള്ളൂ, അതാണ് എൻ്റെ ആൻസർ എന്ന് പറയുന്നത്. സോ ഈ രീതി നിങ്ങൾ ചെയ്താൽ മതി. നമുക്ക് മൂന്നാമത്തെ നോക്കാം, ഷോർട്ട് റെസ്പോൺസ് ടൈം. സോ ഷോർട്ട് റെസ്പോൺസ് ടൈം ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, അതൊരു നല്ല ഐഡിയൽ ഡിറ്റക്ടർ എന്ന് പറയാൻ സാധിക്കത്തുള്ളൂ. സോ 3 ശരിയാണ്. പുവർ റിലയബിലിറ്റി പോരാ.
സോ ഇതും തെറ്റാണ്. സോ ബേസിക്കലി കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? 1ഉം 3ഉം ആണ് ഇതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് വരുന്നത്. സോ ആൻസർ കിട്ടി. സോ ഞാൻ പറഞ്ഞത് ഇത് രണ്ട് രീതിയിൽ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് അപ്രോച്ച് ചെയ്യാം. ഒന്നെന്ന് പറയുന്നത് എല്ലാ ഓപ്ഷനും വായിച്ചിട്ട് ഇതിനകത്ത് കറക്റ്റ് നോക്കി ഓപ്ഷൻ സെലക്ട് ചെയ്യാം. അതിന് കുറച്ചധികം ടൈം നിങ്ങൾക്ക് പോകും, അവിടെ നിങ്ങൾക്ക് തെറ്റാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഇവിടുത്തെ കേസിലാണ് സെക്കൻഡ് ഈസി ആയിട്ടുള്ള വേ ഏതാണ്? ഓക്കെ, ഒന്ന് കറക്റ്റ് ആണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒന്ന് കറക്റ്റുള്ള ഏതൊക്കെയാണെന്ന് നോക്കാം. സോ എയും കറക്റ്റാണ്, സിയും കറക്റ്റാണ്. അപ്പം തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഡിയും ബിയും എന്ത് ചെയ്യാം? എലിമിനേറ്റ് ചെയ്യാം. ഇനി രണ്ടാമത്തെ നോക്കുമ്പോൾ 2 തെറ്റാണ്. സോ 2 തെറ്റാണെന്നുണ്ടെങ്കിൽ പിന്നെ ഒന്നും നോക്കണ്ട, എന്താണ് അതിനെ എലിമിനേറ്റ് ചെയ്തിട്ട് പിന്നെ ഒറ്റ ഓപ്ഷൻ മാത്രമേ അവിടെ ഉള്ളൂ, 1 and 3 എന്നുള്ള ഓപ്ഷൻ മാത്രമേ അവിടെ ഉള്ളൂ. സോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അത് ചൂസ് ചെയ്യാം. സോ ആൻസർ വരുന്നത് എത്രയാണ്? സി ആണ് അതിൻ്റെ ആൻസർ വരുന്നത്. സോ ഈ രീതിയിൽ നിങ്ങൾ സിസ്റ്റമാറ്റിക് ആയിട്ട് സ്മാർട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങളുടെ നെഗറ്റീവ് മാർക്ക് മാക്സിമം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? കുറയ്ക്കാനായിട്ട് പറ്റും. ആ ഒരു കാര്യം ഓർത്തിരിക്കുക. സോ അതാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ ആൻസർ വരുന്നത്. സോ ഡിസൈറബിൾ ക്യാരക്ടറിസ്റ്റിക്സ് ഒന്നുകൂടെ പറയാം. ഗുഡ് സ്റ്റെബിലിറ്റി ആൻഡ് റീപ്രൊഡ്യൂസിബിലിറ്റി, അതായത് ആ ഒരു ഡിറ്റക്ടറിൻ്റെ കൺസിസ്റ്റൻസിയും റിയബിൾ റിസൾട്ടും കിട്ടണമെന്നുണ്ടെങ്കിൽ അതിനെന്ത് കാണണം? നല്ല സ്റ്റെബിലിറ്റി അതുപോലെ തന്നെ റീപ്രൊഡ്യൂസിബിലിറ്റിയും കാണണം. സോ അതാണ് നമ്മളുടെ ഫസ്റ്റ് ഡിസൈറബിൾ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. സെക്കൻഡ് ഷോർട്ട് റെസ്പോൺസ് ടൈം ആണ്. സോ ഇറ്റ്സ് എസെൻഷ്യൽ ഫോർ ഡിറ്റക്ടിങ് നാരോ പീക്സ് അക്യുറേറ്റ്ലി. സോ നാരോ പീക്സിനെ ഡിറ്റക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഷോർട്ട് റെസ്പോൺസ് ടൈം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അത് സാധിക്കത്തുള്ളൂ. അതുപോലെ തന്നെ അലൗസ് ബെറ്റർ റെസൊല്യൂഷൻ ആൻഡ് സെൻസിറ്റിവിറ്റി. ഇനി അൺഡിസൈറബിൾ ക്യാരക്ടറിസ്റ്റിക്സ് ഞാൻ ഓൾറെഡി പറഞ്ഞു, നോൺ ലീനിയർ റെസ്പോൺസ് അല്ല, ലീനിയർ റെസ്പോൺസ് ആണ് നമുക്ക് വേണ്ടത്. സോ ലീനിയർ റെസ്പോൺസ് ആണെന്നുണ്ടെങ്കിലാണ് ആ സിഗ്നലിന് ആ കോൺസെൻട്രേഷനും ബേസ് ചെയ്തിട്ട് നമുക്ക് ആ ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു മെഷർമെൻറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുപോലെ പുവർ റിലയബിലിറ്റി അല്ല വേണ്ടത്, നമുക്ക് ഹൈ റിലയബിലിറ്റി ആണ് വേണ്ടത്. ഓക്കെ, സോ അതാണ് നമ്മളുടെ ആൻസർ വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ദ പോയിന്റ് ഗ്രൂപ്പ് ഓഫ് അമോണിയ മോളിക്കൂൾ, NH3 മോളിക്കൂളിൻ്റെ പോയിന്റ് ഗ്രൂപ്പ് എത്ര എന്നാണ് ചോദ്യം. സോ NH3 എന്ന് പറഞ്ഞാൽ ഏതാണ്? നമ്മളുടെ NH3, ഒരു ഹൈഡ്രജൻ, രണ്ടാമത്തെ ഹൈഡ്രജൻ, മൂന്നാമത്തെ ഹൈഡ്രജൻ, ഇതിനെന്തുണ്ട്? ഒരു ലോൺ പെയർ ഉണ്ട്. ഓക്കെ, സോ ഇത് sp3 സിസ്റ്റമാണ്, പിരമിഡൽ ആണ്. ഷേപ്പ് എന്ന് പറയുന്നത് പിരമിഡൽ ആയിരിക്കും. ജോമെട്രി എന്ന് പറയുന്നത് എന്താണ്? ജോമെട്രി എന്ന് പറയുന്നത് ടെട്രാഹെഡ്രൽ തന്നെ ആയിരിക്കും. സോ ഇതിന്റെ ബോണ്ട് ആംഗിൾ എന്ന് പറയുന്നത് എത്ര ആയിരിക്കും? ബോണ്ട് ആംഗിൾ ടെട്രാഹെഡ്രലിൻ്റെ ആണെങ്കിൽ 109 ഡിഗ്രി ആണ്, നിങ്ങൾക്ക് അറിയാം. ചെറിയ ലോൺ പെയർ ഉള്ളതുകൊണ്ട് തന്നെ 107 ഡിഗ്രി ആയിരിക്കും ഇതിൻ്റെ ബോണ്ട് ആംഗിൾ എന്ന് പറയുന്നത്. സോ ഇവിടെ നമ്മളുടെ പോയിന്റ് ഗ്രൂപ്പ് ആണ് ചോദിച്ചിട്ടുള്ളത്. സോ എന്താണ്? സോ ഈ രീതിയിൽ നോക്കുന്ന സമയത്ത് ഇതിൻ്റെ ഒരു C3 ആക്സിസ് ഉള്ളതായിട്ട് കാണാം. അതുപോലെ തന്നെ ഇതിനെ എന്ത് ചെയ്യാം? ഒരു സിഗ്മ ബി വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഈ രീതിയിൽ കട്ട് ചെയ്യാം. സോ C3 ആക്സിസ് ആണ്. പ്രിൻസിപ്പൽ ആക്സിസ് എന്ന് പറയുന്നത് ഏതാണ്? നമ്മളുടെ പ്രിൻസിപ്പൽ ആക്സിസ് എന്ന് പറയുന്നത് C3 ആണ്. ഇവിടെ പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഇതൊന്നും ഇല്ല, C2 ഒന്നും ഇല്ല. സോ അതുകൊണ്ട് നമ്മൾ ടേം വരുന്നത് C വെച്ചിട്ട് തന്നെ ആയിരിക്കും, C3 എന്ന് വെച്ചിട്ട് തന്നെ ആയിരിക്കും. സോ ഇവിടെ സിഗ്മ വി പ്ലെയിൻസ് ആണ്, 3 സിഗ്മ ബി നിങ്ങൾക്ക് കാണാൻ സാധിക്കും. സോ അതുകൊണ്ട് ഇതിൻ്റെ പോയിന്റ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് എന്തായിരിക്കും? C3V ആയിരിക്കും ഇതിൻ്റെ പോയിന്റ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. എന്താണ്? C3V ആണ് ഇതിൻ്റെ പോയിന്റ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. സോ ആൻസർ വരുന്നത് B ആയിരിക്കും. ഓക്കെ, C2V ഞാൻ ഓൾറെഡി എക്സാമ്പിൾ പറഞ്ഞു, വാട്ടർ മോളിക്കൂൾ ആണ്. D2 വെച്ച് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്ത സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു, നാഫ്തലിൻ മോളിക്കൂൾ നമ്മളൊരു എക്സാമ്പിൾ പറഞ്ഞിരുന്നു. ഇനി TD എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോയിന്റ് ഗ്രൂപ്പ് നിങ്ങൾക്ക് കൂടെ കാണാം. സോ TDക്ക് എക്സാമ്പിൾ ആയിട്ട് CH4 നിങ്ങൾ കൺസിഡർ ചെയ്യുക. എന്താണ്? നമ്മളുടെ CH4 മോളിക്കൂൾ. സോ CH4 മോളിക്കൂൾ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അറിയാം, ഒരു ഹൈഡ്രജൻ ഇവിടെ, രണ്ടാമത്തെ ഹൈഡ്രജൻ ഇവിടെ, ഇവിടെ ഹൈഡ്രജൻ ഇവിടെ. സോ ഇതാണ് നമ്മുടെ CH4 മോളിക്കൂൾ എന്ന് പറയുന്നത്. സോ ഈ ഒരു CH4 മോളിക്കൂൾ നോക്കുന്ന സമയത്ത് ഇതിൻ്റെ ജോമെട്രിയും അതുപോലെ തന്നെ ഇതിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് എന്താണ്? ടെട്രാഹെഡ്രൽ ആയിരിക്കും. ബോണ്ട് ആംഗിൾ എന്ന് പറയുന്നത് എത്ര ആയിരിക്കും? ബോണ്ട് ആംഗിൾ എന്ന് പറയുന്നത് 109 ഡിഗ്രി ആയിരിക്കും. സോ അതുപോലെ തന്നെ ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്നത് sp3 ആയിരിക്കും. ഇതിൻ്റെ പോയിന്റ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് എന്തായിരിക്കും? TD ആണ്. ഇതൊരു ഐഡന്റിക്കൽ ടെട്രാഹെഡ്രൽ മോളിക്കൂൾ ആണ്. സോ ഐഡന്റിക്കൽ ടെട്രാഹെഡ്രൽ മോളിക്കൂൾ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പോയിന്റ് ഗ്രൂപ്പ് എന്ത് തന്നെ ആയിരിക്കും? TD തന്നെ ആയിരിക്കും എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. സോ C3V, C2V, C3V, D2H, TD ഇതിൻ്റെ ഓരോന്നിൻ്റെ എക്സാമ്പിൾ ഞാൻ ഓപ്ഷൻ കാണുമ്പോൾ അങ്ങ് പറഞ്ഞു പോകുന്നു എന്നുള്ളതേ ഉള്ളൂ. സോ നമ്മുടെ ഇവിടുത്തെ NH3യുടെ പോയിന്റ് ഗ്രൂപ്പ് ആണ് നമ്മുടെ ക്വസ്റ്റ്യൻ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? C3V ആണ് അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. സോ ഗ്രൂപ്പ് തിയറിക്കകത്ത് നിങ്ങൾ ഒത്തിരി കൺഫ്യൂസ്ഡ് ആവുമൊന്നും വേണ്ട. നിങ്ങൾ കുറച്ചധികം മോളിക്യൂൾസ് എടുത്ത് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. സോ എനിക്ക് തോന്നുന്നത് നിങ്ങൾക്ക് ഈ ഒരു ഗ്രൂപ്പ് തിയറിക്കകത്ത് കുറച്ചുകൂടി ഈസി ആയിട്ട് പഠിക്കാനായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് എന്താണ്, നിങ്ങൾ നേരെ ഗൂഗിളിലേക്ക് പോവുക. ഗൂഗിളിൽ പോയിട്ട് നിങ്ങൾ ഗ്രൂപ്പ് തിയറി 3D എന്ന് അടിച്ചു കൊടുക്കുക. ഗ്രൂപ്പ് തിയറി 3D എന്ന് അടിച്ചു കൊടുക്കുമ്പം ഫസ്റ്റ് വരുന്ന സൈറ്റിൽ കയറുക. അതിനകത്ത് ഒരുപാട് മോളിക്യൂൾസ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഞാൻ ഒന്നുകൂടെ പറയാം, എന്താണ്, നിങ്ങൾ ഗൂഗിൾ എടുത്താൽ മതി. ഗൂഗിൾ എടുത്തിട്ട് അതിനകത്ത് ഗ്രൂപ്പ് തിയറി 3D എന്ന് സെർച്ച് ചെയ്യുക. സോ 3D എന്ന് സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു എന്താണ് ഈ പറഞ്ഞ കുറേയധികം വെബ്സൈറ്റ്സ് ഓപ്പൺ ആവും. അതിനകത്ത് സിമെട്രി
എന്ന് തുടങ്ങുന്ന ഫസ്റ്റ് വരുന്ന ആ ഒരു സാധനം അത് ഓപ്പൺ ആക്കുക. അതിനകത്ത് ഒരുപാട് മോളിക്യൂൾസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പറഞ്ഞ പോലെ പോയിന്റ് ഗ്രൂപ്പ് അവിടെ കാണാനായിട്ട് പറ്റും. സോ അവിടെ നിങ്ങൾക്ക് നോക്കുന്ന സമയത്ത് അതിന് ആനിമേഷൻ രീതിയിലാണ് ഉണ്ടാവുക. സോ പ്രിൻസിപ്പൽ ആക്സിസ്, അതുപോലെ തന്നെ സിഗ്മ ബീൻ ഏതാണ്, ഐ ഉണ്ടെന്നുണ്ടെങ്കിൽ ഐ, അങ്ങനെ എല്ലാ സിമെട്രി എലമെന്റ്സും നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, നിങ്ങൾക്ക് അവിടെ കാണാനായിട്ട് പറ്റും. ഓക്കെ, ബേസിക്കലി നമ്മുടെ ഇമാജിനേഷൻ്റെ പ്രശ്നം കൊണ്ടാണ് നമുക്ക് ഈ പോയിന്റ് ഗ്രൂപ്പ് തിയറി നമുക്ക് പാടാകുന്നത്. സോ നിങ്ങൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ഗൂഗിൾ ഒന്ന് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു വെബ്സൈറ്റ് നിങ്ങൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. സോ മോളിക്യൂളിൻ്റെ ഓക്കെ ഇതൊക്കെയാണ് ആംഗിൾ, അല്ലെങ്കിൽ ഈ രീതിയിൽ വരാം എന്നുള്ളത് നമുക്ക് ബ്രെയിൻ ഒന്ന് കിട്ടിക്കഴിഞ്ഞാൽ ഒരു 10 മോളിക്യൂൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കി മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്ത മോളിക്യൂൾ വരുന്ന സമയത്ത് ഓക്കെ ഇതിനിങ്ങനെ വരാം എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. സോ ആ രീതിയിൽ നിങ്ങൾ ഗ്രൂപ്പ് തിയറി ബുദ്ധിമുട്ടുള്ളവരെ സംബന്ധിച്ച് എന്ത് ചെയ്യാൻ മതി, ഈ രീതിയിൽ ഒന്ന് പഠിച്ചു നോക്കുക, സെറ്റ് ആവുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഓക്കെ, സോ അതാണ് നമ്മളുടെ ഈ ഒരു ക്വസ്റ്റിനെ കുറിച്ച് പറയാനുള്ളത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റിനിലേക്ക് പോകാം. നമ്മൾ ഇവിടെ വരെയാണ് ഡിസ്കസ് ചെയ്തത്. നെക്സ്റ്റ് 17ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. So next question, the number of microstates for D3 configuration is. So D3 കോൺഫിഗറേഷൻ്റെ നമ്പർ ഓഫ് മൈക്രോസ്റ്റേറ്റ്സ് ആണ് ചോദിച്ചിട്ടുള്ളത്. സോ ഈ ഒരു കോർഡിനേഷൻ കെമിസ്ട്രിയിലെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ്. മൈക്രോസ്റ്റേറ്റ്സ് സാധാരണയായിട്ട് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ കെമിസ്ട്രിയായിട്ട് ബന്ധപ്പെട്ട് ഏത് എക്സാം എഴുതാൻ പോയാലും ഈ മൈക്രോസ്റ്റേറ്റ്സിൻ്റെ ക്വസ്റ്റൻ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. സോ ഈ ഒരു കേസിൽ നമുക്ക് D3 കോൺഫിഗറേഷൻ ആണ്. എങ്ങനെയാണ് മൈക്രോസ്റ്റേറ്റ്സ് കണ്ടുപിടിക്കുന്നതാണ്. സിമ്പിളായിട്ടൊരു ഇക്വേഷൻ മാത്രമേ ഉള്ളൂ. സോ ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. സോ നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് നമ്പർ ഓഫ് മൈക്രോസ്റ്റേറ്റ്സ് എന്ന് പറയുന്നത് എങ്ങനെ കണ്ടുപിടിക്കാം, നമ്പർ ഓഫ് microstates is equal to n factorial divided by n minus r factorial into r factorial. ഇതാണ് നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. സോ നമ്പർ ഓഫ് മൈക്രോസ്റ്റേറ്റ്സ് is equal to n factorial divided by n minus r factorial into r factorial എന്നുള്ളതാണ് നമ്മുടെ ഇക്വേഷൻ. ഇനി n factorial എന്താ? n factorial എന്ന് പറഞ്ഞാൽ 2 into number of orbitals ആണ് n factorial എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ 2 ഇൻറ്റു നമ്പർ ഓഫ്, ഇപ്പം ഡി ഓർബിറ്റൽ ആണെങ്കിൽ 2 ഇൻറ്റു നമ്പർ ഓഫ് ഓർബിറ്റൽ എത്ര, 5. സോ ഡി ഓർബിറ്റലാണ് വരുന്നതെങ്കിൽ n ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ എപ്പോഴും എന്തായിരിക്കും, അത് 10 ഫാക്ടോറിയൽ ആയിരിക്കും. ഇനി പി ഓർബിറ്റലാണെങ്കിലോ 2 ഇൻറ്റു എത്ര ഓർബിറ്റലുണ്ട് പിക്ക്, 3 എണ്ണം. 2 ഇൻറ്റു 3 എന്ന് പറയുമ്പോൾ 6 ആയിരിക്കും. സോ പി ഓർബിറ്റലിൻ്റെ കേസിൽ n ഫാക്ടോറിയൽ എന്ന് പറയുന്നത് 6 ഫാക്ടോറിയൽ ആയിരിക്കും. ഡി ആണെങ്കിൽ 10 ആയിരിക്കും. സോ ആ രീതിയിലാണ് നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത്. ഇനി നെക്സ്റ്റ് ആർ ഫാക്ടോറിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ്, നിങ്ങൾക്ക് തരുന്ന സിസ്റ്റത്തിനകത്ത് എത്ര ഇലക്ട്രോൺസ് ഉണ്ടെന്നുള്ളത്. ഇവിടെ നമുക്ക് D3 ആണ്, 3 ഇലക്ട്രോൺസ് ആണ്. സോ ഈ ഒരു കേസിൽ ആർ എന്ന് പറയുന്നത് എത്രയാണ്, 3 ആയിരിക്കും വരിക. സോ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആണ് ആർ ഫാക്ടോറിയൽ റെപ്രസെന്റ് ചെയ്യുന്നത്. സോ അതാണ് നമ്മളുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. സോ നമുക്ക് D3യുടെ കേസിൽ ഒന്ന് നോക്കാം. സോ ദ നമ്പർ ഓഫ് മൈക്രോസ്റ്റേറ്റ്സ് എന്ന് പറയുന്നത് D3 കോൺഫിഗറേഷൻ്റെ കേസിൽ എന്താണെന്നാണ് നോക്കാൻ പോകുന്നത്. സോ n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ n മൈനസ് ആർ ഫാക്ടോറിയൽ ഇൻറ്റു ആർ ഫാക്ടോറിയൽ. സോ n ഫാക്ടോറിയൽ എന്ന് പറയുന്നത് എന്താണ്, n ഫാക്ടോറിയൽ എന്ന് പറയുന്നത് 2 ഇൻറ്റു 5 അത്രയും ഫാക്ടോറിയൽ ആണ്. സോ ഡി ഓർബിറ്റലാണ്, അതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. ഇനി n മൈനസ് ആർ ഫാക്ടോറിയൽ ആണ്. സോ 10 മൈനസ് ആർ എന്ന് പറയുന്നത് 3 ഇലക്ട്രോൺസ് ആണ്. 10 മൈനസ് 3 ഫാക്ടോറിയൽ ഇൻറ്റു 3 ഫാക്ടോറിയൽ എന്നാണ് വരുന്നത്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര വരും, 10 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 7 ഫാക്ടോറിയൽ ഇൻറ്റു എത്രയാണ്, 3 ഫാക്ടോറിയൽ എന്ന് വരും. സോ 10 ഫാക്ടോറിയലിനെ എങ്ങനെ എഴുതാം, 10 ഇൻറ്റു 9 ഇൻറ്റു 8 ഇൻറ്റു 7 ഫാക്ടോറിയൽ ഞാൻ എഴുതി, ഡിവൈഡഡ് ബൈ 7 ഫാക്ടോറിയൽ ഇൻറ്റു 3 ഫാക്ടോറിയൽ എഴുതി. 7 ഫാക്ടോറിയലും 7 ഫാക്ടോറിയലും ഞാൻ വെട്ടിക്കളഞ്ഞു. പോയിട്ട് എന്താ എനിക്കുള്ളത്, പോയിട്ട് 10 ഇൻറ്റു 9 ഇൻറ്റു 8 ഡിവൈഡഡ് ബൈ 3 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 3 ഇൻറ്റു 2 ഇൻറ്റു 1 എന്ന് പറയുമ്പോൾ 720 ഡിവൈഡഡ് ബൈ 6 എത്ര വരും, 120 മൈക്രോസ്റ്റേറ്റ്സ് എന്നാണ് ആൻസർ വരുന്നത്. നോക്കുക, 100 അല്ല, 10 അല്ല, 1 അല്ല, ഏതാണ്, ഡി ആണ് എൻ്റെ ആൻസർ. 120 മൈക്രോസ്റ്റേറ്റ്സ് ആണ് ഏതിന്, D3 കോൺഫിഗറേഷന് പോസിബിൾ ആയിട്ട് ഉള്ളത്. സോ അത് ഓർത്തിരിക്കുക. സോ ഈ രീതിയിലാണ് ഈ ഇക്വേഷൻ ആണ് ഉപയോഗിക്കേണ്ടത്. നമ്പർ ഓഫ് മൈക്രോസ്റ്റേറ്റ്സ് ഇസ് ഈക്വൽ ടു n ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ n മൈനസ് ആർ ഫാക്ടോറിയൽ ഇൻറ്റു ആർ ഫാക്ടോറിയൽ. n ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ ഏതാണോ നിങ്ങളുടെ ഓർബിറ്റൽ അതനുസരിച്ചിരിക്കും. സോ ഡി ഓർബിറ്റൽ ആണെങ്കിൽ 2 ഇൻറ്റു 5 10 ഫാക്ടോറിയൽ ആയിരിക്കും വരിക. ഇനി ആർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് തരുന്ന സിസ്റ്റം, D3 ആണെങ്കിൽ 3 ഇലക്ട്രോൺസ്, D5 ആണെങ്കിൽ 5 ഇലക്ട്രോൺസ്. സോ ആ രീതിയിൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആണ് ആർ ഫാക്ടോറിയൽ റെപ്രസെന്റ് ചെയ്യുന്നത്. സോ n ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ n മൈനസ് ആർ ഫാക്ടോറിയൽ ആർ ഫാക്ടോറിയൽ ചെയ്യുന്ന സമയത്ത് എത്രയാണോ കിട്ടുന്നത് അതാണ് നിങ്ങൾ, അത്രയും മൈക്രോസ്റ്റേറ്റ്സ് ആണ് നിങ്ങൾക്ക് പോസിബിൾ ആയിട്ട് ഉള്ളത്. ഓക്കെ, സോ ഇനി ഞാനൊരു ടേബിളൂടെ തരാം. നിങ്ങൾ ആ ഒരു ടേബിളൂടെ പഠിച്ചു വെക്കാനായിട്ട് ശ്രമിക്കുക. അതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സാമിന് ഈസി ആയിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. സോ D1 കോൺഫിഗറേഷൻ ആണെന്നുണ്ടെങ്കിൽ മൈക്രോസ്റ്റേറ്റ്സ് എന്ന് പറയുന്നത് 10 ആയിരിക്കും. D2 കോൺഫിഗറേഷൻ ആണെന്നുണ്ടെങ്കിൽ മൈക്രോസ്റ്റേറ്റ്സ് എന്ന് പറയുന്നത് 45 ആയിരിക്കും. D3 കോൺഫിഗറേഷൻ ആണെന്നുണ്ടെങ്കിൽ
മൈക്രോ സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു 120 ആയിരിക്കും. D4 ആണെന്നുണ്ടെങ്കിൽ മൈക്രോ സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത് 210 ആയിരിക്കും. D5 കോൺഫിഗറേഷൻ ആണെന്നുണ്ടെങ്കിൽ മൈക്രോ സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത് 252 ആയിരിക്കും. സോ ഈ ഒരു ടേബിൾ നിങ്ങൾ പഠിച്ചു വെക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ കോൺഫിഗറേഷൻ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ടൈം സേവ് ചെയ്യാനായിട്ട് പറ്റും. സോ D1 കോൺഫിഗറേഷൻ ആണെങ്കിൽ നമ്പർ ഓഫ് മൈക്രോ സ്റ്റേറ്റ്സ് എത്ര 10, അതായത് ഈക്വേഷൻ ഒന്നും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യൊന്നും വേണ്ട, ഡയറക്റ്റ്ലി D1 കാണുമ്പോൾ 10 ആണ്. D2 ആണെങ്കിൽ എത്ര 45, D3 ആണെങ്കിൽ 120, D4 ആണെങ്കിൽ 210, D5 ആണെങ്കിൽ 252. ഓക്കെ, ആ രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മനസ്സിലാക്കി വെക്കാനായിട്ട്. സോ അതുകൊണ്ടാണ് ഞാൻ D5 വരെ പറഞ്ഞത്. ഇനി D6 വരുന്ന സമയത്ത് വീണ്ടും ഈ ഒരു ഒരു സീക്വൻസ് ഫോളോ ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ D6 വരുന്ന സമയത്ത് 210 ആണ്, D7 വരുന്ന സമയത്ത് 120 ആയിരിക്കും. സോ ആ രീതിയിൽ വീണ്ടും ഈ സീക്വൻസ് റിപ്പീറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ ഞാൻ ഈ സൈഡിലോട്ട് എഴുതാം. D6 ആണെന്നുണ്ടെങ്കിൽ മൈക്രോ സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത് എത്ര ആയിരിക്കും, 210 ആയിരിക്കും. ഇനി D7 ആണെന്നുണ്ടെങ്കിൽ മൈക്രോ സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത് 210 താഴെ വരുന്നത് 120 ആയിരിക്കും. ഇനി D8 ആണെന്നുണ്ടെങ്കിൽ മൈക്രോ സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത് 45 ആയിരിക്കും. ആ രീതിയിലായിരിക്കും ഇത് ഫോളോ ചെയ്യുന്നത്. സോ എന്തായാലും അതൊന്നും ഓർത്തിരുന്നാലും കുഴപ്പമില്ല, അറ്റ്ലീസ്റ്റ് D5 വരെ ഉള്ളെങ്കിൽ നിങ്ങൾ ഓർത്തിരിക്കാനായിട്ട് ശ്രമിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടൈം സേവ് ചെയ്തിട്ട് ഡയറക്റ്റ്ലി എന്ത് ചെയ്യാം, നിങ്ങളുടെ ആൻസറിലേക്ക് പോകാം. ഓക്കെ, സോ അതാണ് 17ാമത്തെ ചോദ്യം. ആൻസർ എന്ന് പറയുന്നത് 120 ആണ്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് 18ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് കേസസ് ആൻ ആറ്റം ഈസ് എക്സ്പെക്റ്റഡ് ടു possess ന്യൂക്ലിയർ മാഗ്നറ്റിക് മൊമെന്റ്. സോ ന്യൂക്ലിയർ മാഗ്നറ്റിക് മൊമെന്റ് പോസസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ I not equal to 0 ആവണം. എങ്കിൽ മാത്രം നിങ്ങൾക്ക് ന്യൂക്ലിയർ മാഗ്നറ്റിക് മാഗ്നറ്റിക് മൊമെന്റ് ഉണ്ടെന്ന്, അല്ലെങ്കിൽ ന്യൂക്ലിയർ മാഗ്നറ്റിക് ആക്റ്റീവ് ആണെന്ന് നിങ്ങൾക്ക് പറയാനായിട്ട് പറ്റത്തുള്ളൂ. സോ അത് ഏത് കേസിലാണ് പോസിബിൾ ആണെന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. സോ ദ നമ്പർ ഓഫ് പ്രോട്ടോൺസ് ആൻഡ് ന്യൂട്രോൺസ് ആർ ഈക്വൽ. ആ ഒരു കേസിൽ എന്താണ്, നമുക്ക് I not equal to 0 പോസിബിൾ അല്ല. ന്യൂക്ലിയസ് ഹാസ് ഒൺലി പ്രോട്ടോൺസ്, അങ്ങനത്തെ ഒരു സിസ്റ്റം നമുക്ക് പോസിബിൾ അല്ല. ന്യൂക്ലിയസ് ഹാസ് ഒൺലി ന്യൂട്രോൺസ്, അങ്ങനത്തെ ഒരു സിസ്റ്റം നമുക്ക് പോസിബിൾ അല്ല. ഇതിനെ പോയിട്ട് ആൻസർ ഏതായിരിക്കും, നമ്പർ ഓഫ് ന്യൂട്രോൺസ് ആൻഡ് പ്രോട്ടോൺസ് ആർ അൺഈക്വൽ. ആ കേസിലാണ് എന്ത് വരുന്നത്, I not equal to 0 വരുന്നത്. ഈ ഒരു കേസിൽ I equal to 0 എന്നാണ് വരുന്നത്. സോ അതല്ല, നമുക്ക് എക്സ്പെക്റ്റഡ് ടു പൊസസ് എ ന്യൂക്ലിയർ മാഗ്നറ്റിക് മൊമെന്റ് ആണ്. സോ അതുകൊണ്ട് എന്താണ്, ന്യൂട്രോൺസിൻ്റെയും പ്രോട്ടോൺസിൻ്റെയും നമ്പർ അൺഈക്വൽ ആകുന്ന കേസിലാണ് നമുക്ക് ന്യൂക്ലിയർ മാഗ്നറ്റിക് മൊമെന്റ് ഉണ്ടാകുന്നത്. I not equal to 0 ആകുന്നത് ആ ഒരു കണ്ടീഷനിലാണ്. സോ ആൻസർ വരുന്നത് 18ന്റെ ആൻസർ എന്ന് പറയുന്നത് D ആയിരിക്കും. ഓക്കെ, എൻ്റെ എക്സ്പ്ലനേഷൻ ഞാൻ പറഞ്ഞു, ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അത്രയേ ഉള്ളൂ, വേറെ വലിയ കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ NMR കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ പഠിക്കും. അതിനകത്ത് തന്നെ നിങ്ങൾ NMR ആക്റ്റീവ് എന്നും NMR ഇനാക്റ്റീവ് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ പഠിക്കും. സോ ബേസിക് ആയിട്ടുള്ള കാര്യമേ പറഞ്ഞു പോയിട്ടുള്ളൂ. ഇനി നെക്സ്റ്റ് 19ാമത്തെ ചോദ്യത്തിലേക്ക് വരാം. ഗോൾഡ് അറ്റ് നാനോ സ്കെയിൽ ഈസ്. ഓക്കെ, ഗോൾഡ് നാനോ സ്കെയിൽ ആകുന്ന സമയത്ത് എന്താണെന്നുള്ളതാണ്. സോ ട്രാൻസ്പെറൻറ്റ് ഒരിക്കലും ആകത്തില്ല, ട്രാൻസ്പെറൻറ്റ് ആകത്തില്ല. റെഡ് ഇൻ കളർ, ബ്ലൂ ഇൻ കളർ ആൻഡ് ഇൻസുലേറ്റർ അല്ല. എന്താണ്, നാനോ സ്കെയിൽ വരുന്ന സമയത്ത് അതൊരു കണ്ടക്ടർ ആയിട്ടാണ് ബിഹേവ് ചെയ്യുന്നത്. ആ ഒരു കാര്യം ഓർത്തിരിക്കുക. സോ 2 ഓപ്ഷൻ ഞാൻ എന്ത് ചെയ്തു, എലിമിനേറ്റ് ചെയ്തു. നോക്കുക, ഗോൾഡ് നാനോ സ്കെയിൽ ആകുന്ന സമയത്ത് ഏത് കളറിലാണ്, റെഡ് കളറിലാണ്. ആ ഒരു കാര്യം ഓർത്തിരിക്കുക. റെഡ് കളറിലായിരിക്കും നാനോ സ്കെയിൽ ആകുന്ന സമയത്ത് അത് ഉണ്ടാവുക. സോ അതിനെ നിങ്ങൾ സർഫസ് പ്ലാസ്മോൺ റെസൊണൻസ് എന്നൊക്കെയാണ് വിളിക്കുന്നത്. സോ അത് നിങ്ങളുടെ ഇതിനകത്ത് പഠിച്ചിട്ടുണ്ടാവും. സോ ജസ്റ്റ് ഒരു എക്സ്പ്ലനേഷനോടെ ഞാൻ കൊടുക്കാം. സോ ഗോൾഡ് ഇൻ ഇറ്റ്സ് ബൾക്ക് ഫോം അപ്പിയേഴ്സ് എന്താണ്, നമ്മൾ സാധാരണ ഗോൾഡ് എന്ന് പറയുന്നത് എന്താണ്, യെല്ലോ കളറിലാണുള്ളത്. സോ അത് നമ്മൾ ബൾക്ക് ഫോമിൽ ഇരിക്കുന്ന സമയത്താണ്. പക്ഷേ നാനോ സ്കെയിലിലേക്ക് പോകുന്ന സമയത്ത് അതിൻ്റെ ഒപ്റ്റിക്കൽ പ്രോപ്പർട്ടീസ് എന്ത് ചെയ്യുന്നുണ്ട്, സിഗ്നിഫിക്കൻ്റ് ആയിട്ട് ചേഞ്ച് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എന്താണ്, നമ്മളുടെ കളർ വ്യത്യാസം വരുന്നുണ്ട്. ഇതിനെ നമ്മൾ സർഫസ് പ്ലാസ്മോൺ റെസൊണൻസ് SPR എന്നാണ് വിളിക്കുന്നത്. സോ അറ്റ് നാനോ സ്കെയിൽ എന്താണ്, കണ്ടക്ഷൻ ഇലക്ട്രോൺസ് ഓൺ ദ സർഫസ് ഓഫ് ദ ഗോൾഡ് നാനോ പാർട്ടിക്കിൾ ഓസിലേറ്റ് ഇൻ റെസ്പോൺസ് ടു ലൈറ്റ്. അതുകൊണ്ടാണ് അവിടെ കണ്ടക്ടിവിറ്റി ജനറേറ്റ് ചെയ്യുന്നുണ്ട്. സോ ദിസ് റിസൾട്ട് ഇൻ സൈസ് ആൻഡ് ഷേപ്പ് ഡിപ്പെൻഡന്റ് ലൈറ്റ് അബ്സോർഷൻ ആൻഡ് സ്കാറ്ററിംഗ്. സോ അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, അത് റെഡ് കളറായിട്ട് കാണപ്പെടുന്നത്. സോ ഇത് ഒരു കണ്ടക്റ്റീവ് നേച്ചറോടെ വരുന്നുണ്ട്. സോ ആ 2 പോയിന്റ് ഓർത്തിരിക്കുക. സോ ഗോൾഡിന്റെ കേസിൽ നാനോ സ്കെയിലിൽ റെഡ് കളർ ആകുന്നുള്ള കാര്യം ഓർത്തിരിക്കുക. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ, ഈ ഒരു പിങ്ക് കളർ കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് ഇത് നമ്മുടെ ഡോക്യുമെൻസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. എനിക്ക് 2016 നടന്ന PSCയുടെ സയൻറ്റിഫിക് ഓഫീസർ ഫോറൻസിക് ലാബ് നടത്തിയ ഡോക്യുമെൻസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഈ പിങ്ക് കളറിലുള്ള കേട്ടോ. ഓക്കെ, സോ ക്വസ്റ്റ്യൻ നോക്കാം. 20ാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ടേം സിമ്പിൾ അറൈസിംഗ് ഫ്രം ദ ഗ്രൗണ്ട് സ്റ്റേറ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് സോഡിയം എന്നുള്ളതാണ് ചോദ്യം. സോ Na ആണ് കേട്ടോ. സോ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ വായിക്കാം. ക്വസ്റ്റ്യൻ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. വാട്ട് ഈസ് ദ ടേം സിമ്പിൾ അറൈസിംഗ് ഫ്രം ദ ഗ്രൗണ്ട് സ്റ്റേറ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് സോഡിയം എന്നുള്ളതാണ്. സോ സോഡിയത്തിൻ്റെ ആ ഒരു ടേം സിമ്പിൾ ആണ് ചോദിച്ചിട്ടുള്ളത്. നോക്കാം. സോഡിയം കോൺഫിഗറേഷൻ 1s2, 2s2, 2p6,
എന്താണ് 3s1 ആണ് നമ്മളുടെ കോൺഫിഗറേഷൻ. അതായത് എസിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? ഒരു ഇലക്ട്രോൺ ഉണ്ട്. ഓക്കെ, സോ ഇവിടെ നമുക്ക് ഒരു കാര്യം മനസ്സിലാവും, എൽ എന്ന് പറയുന്നത് 0 ആണ്. എന്താണ് എൽ എന്ന് പറയുന്നത്? 0 ആണ്. എസ് ഓർബിറ്റിലാണ്, എൽ എന്തായിരിക്കും? 0. എങ്ങനെയാണ് മനസ്സിലായത്? എസ് ഓർബിറ്റിലാണെന്നുണ്ടെങ്കിൽ എൽ 0 ആയിരിക്കും, പി ആണെന്നുണ്ടെങ്കിൽ എൽ ഇസ് ഈക്വൽ ടു 1 ആയിരിക്കും, ഡി ആണെന്നുണ്ടെങ്കിൽ എൽ ഇസ് ഈക്വൽ ടു 2 ആയിരിക്കും. സോ നമ്മൾ ടേം സിമ്പിൾ എങ്ങനെയാണ് എഴുതുന്നത്? ടേം സിമ്പിൾ നമ്മൾ ജനറലി എന്താണ് എൽ 2s+1 then j ഈ രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ടേം സിമ്പിളിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. സോ ഇതിനകത്തുനിന്ന് എൽ 0 എന്ന് കിട്ടി. അതിന്റെ അർത്ഥം എന്താണ്? എൻ്റെ ടേം സിമ്പിളിനകത്ത് എസ് ആണ്, എസ് ടേം ആണ് വരുന്നത്. എനിക്ക് മനസ്സിലായി. എസ് ടേം വരുന്ന എത്ര ഓപ്ഷൻ ഉണ്ടെന്ന് നോക്കുക. ആദ്യത്തിനകത്ത് എസ് ടേം ഉണ്ട്, രണ്ടാമത്തിനകത്ത് പി ടേം ആണ്, സോ അത് ഞാൻ ക്യാൻസൽ ചെയ്തു. ഇനി മൂന്നാമത്തിനകത്തും പി ടേം ആണ്, അത് ഞാൻ ക്യാൻസൽ ചെയ്തു. ഇനി ഒരു ഓപ്ഷൻ കൂടെ ഉണ്ട് എസ് വരുന്നത്. സോ 2 ഓപ്ഷൻസ് ആണ് എസ് വരുന്നത്, എയും ഡിയും ആണ്. ഇതിനകത്ത് ഏതോ ഒന്നാണ് എൻ്റെ ആൻസർ എന്ന് എനിക്ക് മനസ്സിലായി. ഇനി നെക്സ്റ്റ് നോക്കുക, ഇതിനകത്ത് നമുക്ക് എസ് കണ്ടുപിടിക്കാം. എസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഇലക്ട്രോൺ ആണുള്ളത്, എന്തായിരിക്കും എസ് എന്ന് പറയുന്നത്? ഹാഫ് ആയിരിക്കും. സോ എസ് അറിയാവുന്നുണ്ടെങ്കിൽ എന്ത് കണ്ടുപിടിക്കാം? 2s+1 കണ്ടുപിടിക്കാം. സോ 2s+1 എന്തായിരിക്കും? 2s+1 എന്ന് പറയുന്നത് 2 × ½ + 1 ആയിരിക്കും. 1/2 ഹാഫ്, രണ്ടും രണ്ടും പോയിട്ട് എത്ര കിട്ടും? 2 എന്ന് കിട്ടും. സോ എവിടം വരെ കിട്ടി? 2s+1 എന്ന് പറയുന്നത് 2 ആണെന്ന് കിട്ടി. അതിന്റെ അർത്ഥം ഇവിടെ 2 ആണ് വരുന്നത്. സോ 2s വരുന്നത് ഏതൊക്കെയാണെന്ന് നോക്കുക. ഇവിടെ 2s ഉണ്ട്, ഇവിടെ 2s ഉണ്ട്. സോ ഇവിടെ 2s½ എന്നാണുള്ളത്, ഇവിടെ 2s0 എന്നാണ് ഉള്ളത്. സോ അവിടെ വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? കൺഫേം ആക്കാനായിട്ട് പറ്റത്തില്ല. സോ അത് 2 ഓപ്ഷനിലും സെയിം ആണ്. ഇനി നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് എന്താണ്? ജെ ആണ്. ജെ എന്ന് പറഞ്ഞാൽ എന്താണ്? L+S ആണ്. L+ എന്ന് പറഞ്ഞാൽ L0, S എന്ന് പറഞ്ഞാൽ ഹാഫ്. അതായത് ജെ എന്ന് പറയുന്നത് ആംഗുലാർ മൊമെന്റം ആണ്, ജെ എന്ന് പറയുന്നത് ഹാഫ് ആണ്. അതിന്റെ അർത്ഥം ഇവിടെ ഏതാണ് വരുന്നത്? ജെ വാല്യൂ ഹാഫ് ആണ്. സോ ആൻസർ എന്ന് പറയുന്നത് 2s½ എന്നുള്ള നമ്മളുടെ എ ആണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇത് നമ്മൾ എലിമിനേറ്റ് ചെയ്തു. ആൻസർ എന്ന് പറയുന്നത് 2s½ എന്നുള്ളതാണ് എന്താണ് സോഡിയത്തിന്റെ ഗ്രൗണ്ട് ടൈം എന്ന് പറയുന്നത്. സോ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പറഞ്ഞത്. ഞാൻ ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. സോ ടൈം സിമ്പിളിനെ നമ്മൾ ജനറലി റെപ്രസെന്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ജനറലി ടൈം സിമ്പിളിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് 2s+1l j എന്നുള്ള രീതിയിലാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇവിടുത്തെ ഒരു വട്ടം ചോദിച്ചിരുന്നത് ഇതിനകത്ത് ജെ എന്ന് പറഞ്ഞിട്ടുള്ള ടേം എന്തിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നുള്ളതായിരുന്നു. സോ ആ ഓരോ ടേം എന്താണെന്ന് ഓർത്തിരിക്കണം. എസ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ സ്പിൻ ക്വാണ്ടം നമ്പർ ആണ് എസ് എന്ന് പറയുന്നത്. ടോട്ടൽ സ്പിൻ ക്വാണ്ടം നമ്പർ ആണ് എസ് എന്ന് പറയുന്നത്. എൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ ഓർബിറ്റൽ ആംഗുലാർ മൊമെന്റം ആണ് എൽ റെപ്രസെന്റ് ചെയ്യുന്നത്. ജെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ ആംഗുലാർ മൊമെന്റം ആണ് റെപ്രസെന്റ് ചെയ്യുന്നത്. സോ എസ് എൽ ജെ അതെന്താണ് കറക്റ്റ് ആയിട്ട് ഓർത്തിരിക്കണം. എസ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ സ്പിൻ മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ ആണ്, അല്ലെങ്കിൽ സ്പിൻ ക്വാണ്ടം നമ്പർ ആണ്. സോ സ്പിന്നുമായിട്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്ത് എസ് എന്നുള്ളത് ഓർത്തിരിക്കാം. എൽ എന്ന് പറയുന്നത് ഓർബിറ്റൽ ആംഗുലാർ മൊമെന്റം ആണ്. ജെ എന്ന് പറഞ്ഞാൽ ടോട്ടൽ ആംഗുലാർ മൊമെന്റം ആണ്. സോ അത് മറന്നു പോകരുത്. സോ ജനറൽ റെപ്രസെന്റേഷൻ നമുക്ക് മനസ്സിലായി. ഇനി സോഡിയത്തിന്റെ കേസ് നോക്കുന്ന സമയത്ത് നമ്മൾ ഓൾറെഡി കോൺഫിഗറേഷൻ എഴുതിയപ്പോൾ നമുക്ക് മനസ്സിലായി 3s1 ആണ് വരുന്നത്. അപ്പോൾ 3s1 ആണെന്നുണ്ടെങ്കിൽ ഒരു അൺപെയർഡ് ഇലക്ട്രോൺ ഉണ്ട്. അൺപെയർഡ് ഇലക്ട്രോൺ ഉണ്ടെന്നുണ്ടെങ്കിൽ എസ് എന്ന് പറയുന്നത് അവിടെ നിന്ന് കിട്ടി ഹാഫ് ആണ്, എസ് ഹാഫ് ആണ്. അത് വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്തിട്ട് ഈ പറഞ്ഞ പോലെ ആൻസറിലേക്ക് വേണമെങ്കിൽ എത്താം. സോ എങ്ങനെ എത്താം? എസ് ഓൾറെഡി ഹാഫ് ആണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഓപ്ഷൻ എന്ത് ചെയ്യാം? ഒറ്റ ഓപ്ഷൻ മാത്രമേ ഉള്ളൂ, നേരെ ക്ലിക്ക് ചെയ്താൽ മാത്രം മതി, നമ്മുടെ ആൻസർ ആയി. സോ എസ് ഹാഫ് എന്ന് കിട്ടി. ഇനി എൽ ഇസ് ഈക്വൽ ടു 0 ഫോർ എസ് ഓർബിറ്റിലാണ് നമുക്കറിയാം. സോ അതുകൊണ്ട് എൽ 0 ആണെങ്കിൽ അതിനെ നമ്മൾ ക്യാപിറ്റൽ എസ് എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. സോ എസ് ഉണ്ട് ഹാഫും ഉണ്ടെന്ന് മനസ്സിലായി. സോ ഇനി 2s+1 കൂടെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ ആയി. സോ എസ് ഹാഫ് ആണെന്നുണ്ടെങ്കിൽ 2s+1 എന്ന് പറയുന്നത് എത്ര ആയിരിക്കും? 2 × 1/2 + 1 ആയിരിക്കും, അതായത് 2 ആയിരിക്കും. സോ ആൻസർ എന്ന് പറയുന്നത് 2s½ എന്നുള്ളതായിരിക്കും നമ്മുടെ സോഡിയത്തിന്റെ ടേം സിമ്പിൾ എന്ന് പറയുന്നത്. സോ ഇത്രയേ ഉള്ളൂ, സിമ്പിൾ ആണ്. ടേം സിമ്പിൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചില സമയത്ത് ഈ ഒരു ടേം സിമ്പിൾ തന്നിട്ട് കോൺഫിഗറേഷൻ ചോദിക്കാം, അല്ലെങ്കിൽ ആറ്റം ഏതാന്ന് തന്നിട്ട് അതിന്റെ ടേം സിമ്പിൾ ചോദിക്കാം, അല്ലെങ്കിൽ ആ ഒരു എന്താണ് നിങ്ങളുടെ അറ്റോമിക് നമ്പർ തന്നിട്ടായിരിക്കും ചിലപ്പോൾ ചോദിക്കുന്നത്. സോ ആ രീതിയിൽ ടേം സിമ്പിളും അതുപോലെ തന്നെ കോൺഫിഗറേഷൻ ഇത് രണ്ടും കണക്റ്റഡ് ആണ്. അതെങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളത് ഉറപ്പിച്ച് വെച്ചു. ഓൾറെഡി ഈ ഒരു കൺസെപ്റ്റ് നേരത്തെ ഒരു ക്വസ്റ്റിന് ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് അത് മനസ്സിലായി കാണും. സോ ആ ഒരു കൺസെപ്റ്റിൽ നിന്ന് ചെറിയൊരു വ്യത്യാസം മാത്രമേ ഇവിടെ ഉള്ളൂ. അവിടെ നമുക്ക് ടേം സിമ്പിൾ തന്നിട്ട് കോൺഫിഗറേഷൻ കണ്ടുപിടിക്കാനാണ് ചോദിച്ചത്. ഇവിടെ നമുക്ക് ആറ്റം തന്നിട്ട് ടേം സിമ്പിൾ കണ്ടുപിടിക്കാനായിട്ടാണ് ചോദിച്ചത്. സോ ആ ഒരു കൺസെപ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ടേം സിമ്പിളിൻ്റെ കൺസെപ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളുടെ നോട്ടിൽ എന്ത് ചെയ്യണം? അത് നോട്ട് ചെയ്ത് വെക്കണം. ഇത് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ, നിങ്ങളുടെ സയന്റിഫിക് ഓഫീസറിന്റെ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇത് എന്താണ്? ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് 21ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ദ സ്ട്രോങ്ങസ്റ്റ് റെഡ്യൂസിങ് ഏജന്റ് എമംഗ് ദ ഫോളോയിങ് എന്നുള്ളതാണ്. ഓക്കെ, ഞാൻ ക്വസ്റ്റ്യൻ വായിക്കാം. സ്ട്രോങ്ങസ്റ്റ് റെഡ്യൂസിങ് ഏജന്റ് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ
സ്ട്രോങ്ങസ്റ്റ് പച്ച കളർ എടുക്കാം, അതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. സോ സ്ട്രോങ്ങസ്റ്റ് റെഡ്യൂസിങ് ഏജന്റ് ഏതാണെന്നാണ് ചോദ്യം. നമുക്ക് 4 ഓപ്ഷൻസ് വന്നിട്ടുണ്ട്. ഒന്ന് NH3 ആണ്, 2 PH3 ആണ്, 3 ASH3, 4 BiH3. സോ നമ്മൾ ഡ്രാഗോസ് മോളിക്യൂൾ പഠിച്ച സമയത്ത് ഇതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളുടെ ക്ലാസ്സിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ നിങ്ങൾക്കത് അറിയാം എന്താണ് ഡ്രാഗോസ് റൂൾ എന്നും. ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. സോ അവിടെ ഒരു പോയിന്റ് നമ്മൾ പറഞ്ഞിരുന്നു, എന്താണ് ആ ഡ്രാഗോസ് മോളിക്യൂൾസ് ഒക്കെ എന്താണ്, അവർ റെഡ്യൂസിങ് ഏജന്റ് ആണെന്നുള്ളത് പറഞ്ഞു. സോ ഡ്രാഗോസ് മോളിക്യൂൾ എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? PH3, ASH3, അതൊക്കെ എന്താണ്? ഡ്രാഗോസ് മോളിക്യൂൾ ആണ്. സോ താഴോട്ട് വരുന്നതനുസരിച്ച് എന്ത് സംഭവിക്കും? താഴോട്ട് വരുന്നതനുസരിച്ച് ഇതിൻ്റെ റെഡ്യൂസിങ് എന്താണ്? റെഡ്യൂസിങ് പവർ അല്ലെങ്കിൽ റെഡ്യൂസിങ് ഏജന്റിന്റെ പവർ എന്ത് ചെയ്യും? കൂടി വരും. അപ്പോൾ സ്ട്രോങ്ങസ്റ്റ് റെഡ്യൂസിങ് ഏജന്റ് എന്ന് പറയുന്നത് ആരായിരിക്കും? BiH3 ആയിരിക്കും സ്ട്രോങ്ങസ്റ്റ് റെഡ്യൂസിങ് ഏജന്റ് എന്ന് പറയുന്നത്. സോ താഴോട്ട് വരുന്നതനുസരിച്ച് റെഡ്യൂസിങ് ഏജന്റ് എന്താണ്? അതിൻ്റെ ഒരു പവർ കൂടി വരുവാണ്. സോ ബേസിക്കലി എന്തായിരിക്കും? BiH3 ആയിരിക്കും ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള റെഡ്യൂസിങ് ഏജന്റ് എന്ന് പറയുന്നത്. സോ ആൻസർ ഏതായിരിക്കും? A ആയിരിക്കും നമ്മളുടെ ആൻസർ എന്ന് പറയുന്നത്. BiH3 ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, സോ അതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റിനിലേക്ക് പോകാം. 22ാമത്തെ ചോദ്യം, ദ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ഫ്രീ എനർജി വേഴ്സസ് ടെമ്പറേച്ചർ. ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ഫ്രീ എനർജി വേഴ്സസ് ടെമ്പറേച്ചർ ആണ്. For the formation of oxides of elements. Okay, oxides of elements in the case graphical representation free energy versus temperature ഗ്രാഫിന്റെ പേര് എന്താണെന്നാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. നമ്മൾ എക്സ്ട്രാക്ഷൻ കെമിസ്ട്രിയിൽ നമ്മൾ പഠിക്കുന്നതാണ്. എന്താണ്? എലിഹാം ഡയഗ്രാം എന്നാണ് അതിനെ നമ്മൾ വിളിക്കുന്നത്. എലിഹാം ഡയഗ്രാം എന്നാണ് അതിനെ വിളിക്കുന്നത്. വേറെ കുറച്ച് ഡയഗ്രത്തിന്റെ കാര്യം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഫേസ് ഡയഗ്രാം, പോർട്ട് ബേസ് ഡയഗ്രാം ആൻഡ് ഫ്ലോ ഡയഗ്രാം. സോ അതെന്താണെന്നൂടെ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കി പോകാം. കാരണം ഓപ്ഷൻ അകത്തെ സാധനങ്ങൾ എന്താണെന്നൂടെ നമുക്ക് മനസ്സിലാക്കണമല്ലോ. സോ ഇവിടുത്തെ കേസിൽ ഫ്രീ എനർജി വേഴ്സസ് ടെമ്പറേച്ചറിനെയാണ് നമ്മൾ എലിഹാം ഡയഗ്രാം എന്ന് വിളിക്കുന്നത്. ഇനി ഫേസ് ഡയഗ്രാം നിങ്ങൾക്ക് അറിയാം. അവിടെ മാറ്ററും ടെമ്പറേച്ചർ പ്രഷറും ഒക്കെ വരുന്ന സാധനത്തിനാണ് നമ്മൾ ഫേസ് ഡയഗ്രാം. ഫോർ ബേസ് ഡയഗ്രത്തിനകത്ത് PHഉം പൊട്ടൻഷ്യലും തമ്മിലാണ് നിങ്ങൾ പ്ലോട്ട് ചെയ്യുന്നത്. ഫ്ലോ ഡയഗ്രാം നമ്മൾ ഏതെങ്കിലും ഒരു സീക്വൻസിനെ കാണിക്കാൻ വേണ്ടിയാണ് സാധാരണ ഫ്ലോ ഡയഗ്രാം നമ്മൾ ഉപയോഗിക്കുന്നത്. സോ ജസ്റ്റ് അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ ഞാൻ പറഞ്ഞു പോകാം. ആദ്യം നമുക്ക് ഫേസ് ഡയഗ്രാം നോക്കാം. സോ ഫേസ് ഡയഗ്രാം എന്ന് പറഞ്ഞാൽ ഷോസ് ദ സ്റ്റെബിലിറ്റി ഓഫ് ഡിഫറെന്റ് ഫേസ് ഓഫ് മാറ്റർ, അതായത് സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്, അതിന്റെ ഒരു സ്റ്റെബിലിറ്റിയാണ് കാണിക്കുന്നത് വിത്ത് വേരിയിങ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. ഓക്കെ, ആദ്യം നമുക്ക് ഇത് ഫേസ് ഡയഗ്രാം മാത്രം നോക്കാം. സോ ഫേസ് ഡയഗ്രാം എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിഫറെന്റ് ഫേസസ്, മാറ്ററിന്റെ ഡിഫറെന്റ് ഫേസിന്റെ സ്റ്റെബിലിറ്റിയാണ് അത് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇനി എക്സ് ആക്സിൽ എന്തായിരിക്കും? ടെമ്പറേച്ചർ ആയിരിക്കും. വൈ ആക്സിൽ എന്തായിരിക്കും? പ്രഷർ അല്ലെങ്കിൽ കോമ്പോസിഷൻ ആയിരിക്കും. സോ അതിന്റെ ഒരു ഗ്രാഫിന്റെ നേച്ചർ ആ രീതിയിലായിരിക്കും. അപ്പൊ നമ്മളിവിടെ ഫ്രീ എനർജി വേഴ്സസ് ടെമ്പറേച്ചർ ആണെങ്കിൽ എലിഹാൻ ഡയഗ്രാം എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ഇവിടെ ടെമ്പറേച്ചർ വേഴ്സസ് പ്രഷറോ അല്ലെങ്കിൽ കോമ്പോസിഷനോ ആണെന്നുണ്ടെങ്കിൽ അത് എന്തിനാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? ഫേസ് ഡയഗ്രത്തിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. സോ ഇതിന്റെ മെയിൻ ആയിട്ടുള്ള യൂസ് മെറ്റീരിയൽ സയൻസിൽ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. മെറ്റലർജി, ക്രിസ്റ്റലോഗ്രഫിയിലൊക്കെയാണ് ഇതിന്റെ യൂസസ് വരുന്നത്. സോ ഇൻഫർമേഷൻസ്, സോളിഡ്, ലിക്വിഡ്, ഗ്യാസ് റീജിയൻസ്, ഫേസ് ബൗണ്ടറീസ്, ട്രിപ്പിൾ ക്രിട്ടിക്കൽ പോയിന്റ്സ്, ട്രിപ്പിൾ പോയിന്റ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ഫേസ് ഇക്വിലിബ്രിയത്തിനകത്ത് പഠിച്ചിട്ടുണ്ടാവും. സോ അതിന്റെ മെയിൻ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് എന്ന് പറയുന്നത് ആ ഒരു ഫേസ് ബൗണ്ടറീസ് ഒക്കെ കാണിക്കുക എന്നുള്ളതാണ്. ഇനി തെർമോഡൈനാമിക് ഡേറ്റ ഫേസ് ഇക്വിലിബ്രിയമായിട്ടൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണുള്ളത്. സോ എക്സാമ്പിളും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതൊന്നും നോക്കണ്ട, എന്തായാലും മെയിൻ ആയിട്ടുള്ള ഈ പോയിന്റുകൾ നോക്കുക. പർപ്പസ്, അതുപോലെ തന്നെ യൂസസ്, ആക്സിസ് ഏതൊക്കെയാണെന്നുള്ളത്. രണ്ടാമത്തേത് ഫോർ ബേസ് ഡയഗ്രാം ആണ്. സോ ഇതിനകത്ത് ബേസിക്കലി ഞാൻ പറഞ്ഞു PHഉം പൊട്ടൻഷ്യലും തമ്മിലാണ് നമ്മൾ മാച്ച് ചെയ്യുന്നത്. ഷോസ് ദ ഇലക്ട്രോ കെമിക്കൽ സ്റ്റെബിലിറ്റി ഓഫ് സ്പീഷീസ് ആസ് എ ഫംഗ്ഷൻ ഓഫ് PH ആൻഡ് പൊട്ടൻഷ്യൽ. എന്താണ്? എക്സ് ആക്സിസിൽ PH ആയിരിക്കും, വൈ ആക്സിസിൽ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ആയിരിക്കും. ആ ഒരു ഗ്രാഫിനെയാണ് നമ്മൾ ഫോർ ബേസ് ഡയഗ്രാം എന്ന് വിളിക്കുന്നത്. സോ കൊറോഷൻ കെമിസ്ട്രി, ഇലക്ട്രോ കെമിസ്ട്രി, എൻവയോൺമെന്റൽ കെമിസ്ട്രിയിലൊക്കെയാണ് സാധാരണയായിട്ട് അത് യൂസ് ചെയ്യുന്നത്. എന്തിനാണ്? ദ റീജിയൻസ് ഓഫ് മെറ്റൽ സ്റ്റെബിലിറ്റി, കൊറോഷൻ, പാസിവേഷൻ, അതുപോലെ തന്നെ പ്രീഡോമിനന്റ് അയോൺ സ്പീഷീസ് ഇതൊക്കെ ഐഡന്റിഫൈ ചെയ്യാനായിട്ടൊക്കെയാണ് നമ്മൾ സാധാരണയായിട്ട് അത് ആ ഒരു ഡയഗ്രാം നമ്മൾ ഉപയോഗിക്കുന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഇനി നമ്മുടെ ഫ്ലോ ഡയഗ്രാമോ? ഫ്ലോ ഡയഗ്രാം ഞാൻ പറഞ്ഞു ഏതെങ്കിലും ഒരു പ്രോസസ് സീക്വൻസോ അല്ലെങ്കിൽ ഒരു സിസ്റ്റം ഓപ്പറേഷനോ കാണിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഫ്ലോ ഡയഗ്രാം ഉപയോഗിക്കുന്നത്. ഇപ്പോൾ നമ്മൾ കുറച്ച് മുന്നേ ഒരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തിരുന്നു. സ്പെക്ട്രോസ്കോപ്പിക്കകത്ത് ആ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള സാധനം അതിനെ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു പറഞ്ഞ ഒരു ഫ്ലോ ഡയഗ്രാം വെച്ചിട്ട് വേണമെങ്കിൽ റെപ്രസെന്റ് ചെയ്യാം. സോ ബേസിക്കലി ഒരു പ്രോസസ് സീക്വൻസിനെയോ അല്ലെങ്കിൽ ഒരു സിസ്റ്റം ഓപ്പറേഷനെയാണ് ഫ്ലോ ഡയഗ്രാം റെപ്രസെന്റ് ചെയ്യുന്നത്. ഇതിന് ആക്സിസും കാര്യങ്ങളൊന്നുമില്ല. ബോക്സും ആരോ ഒക്കെയാണ് ഒരു ഫ്ലോ ഡയഗ്രത്തിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത്. സാധാരണയായിട്ട് നമ്മൾ പ്രോസസ് ഇൻഡസ്ട്രി, എഞ്ചിനീയറിംഗ്, സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ഒക്കെയാണ് ഇത് ഉപയോഗിക്കുന്നത്. സോ അത്രയും കാര്യങ്ങളൊക്കെ ഉള്ളൂ, നമുക്ക് ആവശ്യമില്ല. സോ ബേസിക്കലി ബാക്കിയുള്ള ഡയഗ്രാംസ് എന്താണെന്നൂടെ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇത്രയും പോയിന്റോടെ ഞാൻ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ആൻസർ നമ്മുടെ എലിഹാം ഡയഗ്രാം ആണ്. ഫ്രീ എനർജി വേഴ്സസ് ടെമ്പറേച്ചർ എലിഹാം ഡയഗ്രാം ആണ്. നെക്സ്റ്റ് 23ാമത്തെ ചോദ്യം, സിഡറൈറ്റ് ഈസ് ആൻ ഓർ ഓഫ്. ഈ ക്വസ്റ്റ്യൻ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ഈ ഓറുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ക്വസ്റ്റ്യൻ നിങ്ങൾ PSC ഏത് ക്വസ്റ്റ്യൻ ഇവിടെ നോക്കിയാലും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. എക്സ്ട്രാക്ഷൻ കെമിസ്ട്രിക്ക് അതൊന്ന് ഒരു ക്വസ്റ്റ്യൻ ഉറപ്പായിട്ട് കാണും. ഒന്നെങ്കിൽ അത് ഓറിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നെയിംഡ് ആയിട്ടുള്ള ഒരു പ്രോസസ്സ് കാണും. ഫോർ എക്സാമ്പിൾ
ക്രോൾ പ്രോസസ്, ഹോൾ ഹെറോഡ് പ്രോസസ്, അത് ഏതിൻ്റെ എക്സ്ട്രാക്ഷന് വേണ്ടിയാണ് ഉപയോഗിക്കുക എന്നുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒരു ഷുവർ ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും ചോദിക്കും. സോ അതുകൊണ്ട് തന്നെ ആ ഒരു എക്സ്ട്രാക്ഷൻ കെമിസ്ട്രി എന്നുള്ള ആ ഒരു കാര്യം, മെറ്റലും അതിൻ്റെ പ്രോസസ്സ് നിങ്ങൾ ഓർത്തിരിക്കുക, മെറ്റലും അതിൻ്റെ ഓറും നിങ്ങൾ ഓർത്തിരിക്കാനായിട്ട് ശ്രമിക്കുക. സോ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളുടെ നോട്ടിനകത്ത് നിങ്ങളത് മാർക്ക് ചെയ്ത് വെക്കുക. സോ ഇവിടെ ചോദിച്ചിരിക്കുന്നത് സിഡറേറ്റ് എന്ന് പറയുന്നത് ഏതിൻ്റെ ഓറാന്നുള്ളതാണ്. സോ സിഡറേറ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാം ഏതിൻ്റെയാണ്, എഫ്ഇയുടെ ഓറാണ്. അലുമിനിയത്തിൻ്റെ ഏതാണ്, ബോക്സൈറ്റ് ആണ്. പി ബിയുടെ ഏതാണ്, ഗലീനയാണ്. സിങ്കിൻ്റെ ഏതാണ്, സിങ്സൈറ്റ് ആണ്. സോ നമുക്ക് ജസ്റ്റ് അതിൻ്റെ ഒരു ടേബിളോടെ നോക്കാം. സോ ഓരോന്നോരോന്നായിട്ട് നോക്കുക. അലുമിനിയത്തിൻ്റെ കേസിൽ നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നത് ബോക്സൈറ്റ് ആണ്. അതുപോലെ തന്നെ ക്രൈലൈറ്റ് ഉപയോഗിക്കാറുണ്ട്. സോ ഇത് രണ്ടുമാണ് അലുമിനിയത്തിൻ്റെ ഓർസ് എന്ന് പറയുന്നത്. സോ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ആ അലുമിനിയത്തിൻ്റെ ഓറിൻ്റെ പേര് മറന്നു പോകരുത്, തെറ്റി മാറിയൊന്നും പോകരുത്. ഇനി സിങ്കിൻ്റെ കേസിൽ സിങ്ക് ബ്ലെൻഡ്, കെലാമിൻ ആൻഡ് സിൻസൈറ്റ് ആണ്. സോ സിങ്ക് ബ്ലെൻഡും കെലാമിനും സിങ്കിൻ്റെ ഓറാന്നുള്ള കാര്യം ഓർത്തിരിക്കുക. സിങ്ക് ബ്ലെൻഡ് എന്ന് പറഞ്ഞാൽ ZS, കെലാമിൻ എന്ന് പറയുന്നത് ZnCO3 ആൻഡ് സിൻസൈറ്റ് എന്ന് പറയുന്നത് ZnO. ദെൻ ലെഡിൻ്റെ ഞാൻ പറഞ്ഞു ഗലീനയാണ്. ഗലീന പിന്നെ വേറെ രണ്ടെണ്ണം അവിടെ കൊടുത്തിട്ടുണ്ട്. മെയിനായിട്ട് ഗലീനയാണ് ഓർത്തിരിക്കേണ്ടത്. PbS ആണ് ഗലീന എന്ന് പറയുന്നത്. നെക്സ്റ്റ് അയണിൻ്റെ കേസിൽ 4 ഉണ്ട്. ഹെമറ്റൈറ്റ്, മാഗ്നറ്റൈറ്റ്, ലെമണൈറ്റ്, സിഡറേറ്റ്. ഈ 4 പേരും എന്താണ്, 4ഉം എന്താണ് അയണിൻ്റെ ഓറാന്നുള്ള കാര്യം ഓർത്തിരിക്കുക. മാറിപ്പോൾ എന്തായാലും ഹെമറ്റൈറ്റ് നിങ്ങൾക്ക് തിരിഞ്ഞു പോകത്തില്ല, മാഗ്നറ്റൈറ്റ് നിങ്ങൾക്ക് തിരിഞ്ഞു പോകത്തില്ല, ലെമണൈറ്റും സിഡറേറ്റും കൂടെ ഓർത്തിരിക്കുക. അത് 4ഉം എന്താണ്, അയണിൻ്റെ ഓറാണ്. സോ അയണിൻ്റെ ഓറിൻ്റെ കാര്യം ഓർത്തിരിക്കുക. ലെഡ്, ഗലീന, സിങ്ക് എന്ന് പറയുന്നത് സിങ്ക് ബ്ലെൻഡ് അല്ലെങ്കിൽ കെലാമിനാണ്. അലൂമിനിയത്തിൻ്റെ ഇത് ബോക്സൈറ്റ്. ഓക്കെ, ബോക്സൈറ്റ് എന്തായാലും മറന്നു പോകത്തില്ല. അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന അലൂമിനിയായിട്ട് എക്സ്ട്രാക്ഷനായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരു പ്രോസസ്സാണ് ഹോൾ ഹെറോഡ് പ്രോസസ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അതും ഓർത്തിരിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അതാണ് നമുക്ക് ഓർസിനെ കുറിച്ച് പറയാനായിട്ട് ഉള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. 24ാമത്തെ ചോദ്യം, വിച്ച് among the following is not a heme metalloprotein? ഓക്കെ, ഹീം മെറ്റലോപ്രോട്ടീൻ അല്ലാത്തത് ഏതാണെന്നാണ് ചോദ്യം. വിച്ച് among the following is not a heme metalloprotein എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, സോ ഹീമോ എറിത്രിൻ, മയോഗ്ലോബിൻ, ഹീമോഗ്ലോബിൻ ആൻഡ് സൈറ്റോക്രോംസ് ഇത്രയുമാണ് കൊടുത്തിട്ടുള്ളത്. സോ നിങ്ങൾക്ക് അറിയാം ഇതിനകത്ത് എന്താണ് നോൺ ഹീം പ്രോട്ടീൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഏതൊക്കെയാണ് പഠിക്കുന്നത്, നോൺ ഹീം പ്രോട്ടീൻസിൻ്റെ കാറ്റഗറിക്കകത്ത് നമ്മൾ പഠിക്കുന്നത് 2 കാര്യങ്ങളാണ്. ഒന്ന് നമ്മളുടെ ഹീം എറിത്രിൻ നമ്മൾ പഠിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഹീമോ സയാനിന് നമ്മൾ പഠിക്കുന്നുണ്ട്. ഇതിനൊരു ഡിയോക്സി ഫോം ഉണ്ട്, ഒരു ഓക്സി ഫോം ഉണ്ട്. ഇതിനും എന്തുണ്ട്, ഡിയോക്സി ഫോം ഉണ്ട്, ഇതിനും ഒരു ഓക്സി ഫോം ഉണ്ട്. സോ സയാനിൻ എന്ന് കേട്ട് കഴിഞ്ഞാൽ എന്താണ്, നമ്മൾ സയാനിൻ എന്ന് കേട്ട് കഴിഞ്ഞാൽ ഉടനെ അത് സയനൈഡ് ആണെന്ന് വിചാരിക്കരുത്. കോപ്പറുള്ള സിസ്റ്റത്തെയാണ് സാധാരണയായിട്ട് അങ്ങനെ പറയുന്നത്. സോ ഈ ഒരു കേസിൽ നമുക്ക് Fe ആണുള്ളത്, Fe ആയിരിക്കും ഉള്ളത്, ഇവിടെ കോപ്പർ ആയിരിക്കും ഉള്ളത്. സോ ആ രീതിയിലായിരിക്കും ഇതിൻ്റെ കാര്യങ്ങളും ഇതിൻ്റെ ബാക്കി പ്രോപ്പർട്ടീസ് ഒക്കെ നിങ്ങൾ അതിൻ്റെ സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ നോക്കുക. സോ നോൺ ഹീം പ്രോട്ടീൻസ് ആണ് ഹീമോ എറിത്രിനും അതുപോലെ തന്നെ ഹീമോ സയാനും. ഇനി ഹീം പ്രോട്ടീൻസ് ഏതൊക്കെയാണ്, ഹീം പ്രോട്ടീൻസ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്, ഹീം പ്രോട്ടീൻസ് ആയിട്ട് നമ്മൾ ആദ്യം പഠിച്ചിട്ടുള്ളത് മയോഗ്ലോബിൻ ആണ്. സോ മയോഗ്ലോബിൻ എന്ന് പറയുന്നത് ഒരു ഹീം പ്രോട്ടീൻ ആണ്. രണ്ടാമത്തേത് എന്താണ്, ഹീമോഗ്ലോബിൻ ആണ് രണ്ടാമത് നമ്മൾ പഠിച്ചിട്ടുള്ള ഹീം കണ്ടെയ്നിങ് പ്രോട്ടീൻ. ആൻഡ് മൂന്നാമത്തേതാണ് എന്താണ്, സൈറ്റോക്രോംസ്. സോ മയോഗ്ലോബിൻ്റെ ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഓക്സിജൻ സ്റ്റോറേജ് ഇൻ മസിൽസ് ആണ് നമ്മൾ പഠിച്ചു. ഹീമോഗ്ലോബിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്, കാരിയറാണ്, ഓക്സിജൻ കാരിയറായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. സൈറ്റോക്രോം ആണെങ്കിലോ, സൈറ്റോക്രോം എന്ന് പറയുന്നത് ഇലക്ട്രോൺ ട്രാൻസ്ഫറിലാണ് സൈറ്റോക്രോം പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. സോ ആ ഒരു പോയിന്റ് ഇവിടെ ഓർത്തിരിക്കാനായിട്ട് ശ്രമിക്കുക. സോ ഇവിടെ നമ്മുടെ നോൺ ഹീം പ്രോട്ടീൻ ആണ്. ഏതാണ് ആൻസർ വരുന്നത്, ഹീം എറിത്രിൻ ആണ് നമ്മളുടെ ആൻസർ എന്ന് പറയുന്നത്. ഇനി കുറച്ച് കാര്യങ്ങളോട് ഞാൻ ജസ്റ്റ് ഒന്ന് ഓടിച്ച് പറഞ്ഞു പോവാണ്. സോ ഹീം എറിത്രിൻ്റെ കേസിൽ നമുക്ക് 2 Fe ആറ്റംസ് വരുന്നുണ്ട്, 2 Fe ആറ്റംസ് വരുന്നുണ്ട്. സോ ഇത് ഓൾറെഡി നോൺ ഹീം എന്ന് കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് 2 Fe ആറ്റംസ് ഉണ്ട്. Fe+2 ഇൻ ഡിയോക്സി ഫോം ആൻഡ് Fe+3 ഇൻ ഓക്സി ഫോം. അതായത് 2 Fe വരുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞു. അത് ഡിയോക്സി ഫോമിൽ അതിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്താണ്, ഡിയോക്സി ഫോമിൽ അതിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് +2 ആണ്. ഓക്സി ഫോമിലേക്ക് വരുമ്പം എന്തായിട്ട് മാറുന്നുണ്ട്, +3 ആയിട്ട് മാറുന്നുണ്ട്. ഇനി അതനുസരിച്ച് അതിൻ്റെ ESR ആക്ടിവിറ്റി മാറുന്നുണ്ട്. നിങ്ങളത് നോട്ട് ചെക്ക് ചെയ്ത് നോക്കണം. നെക്സ്റ്റ്, ഓക്സിജൻ ട്രാൻസ്പോർട്ട് ഇൻ മറൈൻ ഇൻവെർട്ടിബ്രേറ്റ്സ്. ഓക്സിജൻ ട്രാൻസ്പോർട്ട് ആണ് അതിൻ്റെ ഫംഗ്ഷൻ, ഇൻ മറൈൻ ഇൻവെർട്ടിബ്രേറ്റ്സ് ആണ്. സോ ഇവിടുത്തെ കേസിൽ ഇവിടെ പോർഫൈനും റിംഗ് ഇല്ല. അതുപോലെ തന്നെ നമ്മൾ ഓൾറെഡി അത് പറഞ്ഞു, നോൺ ഹീം പ്രോട്ടീൻ ആണെന്ന് പറഞ്ഞു. സോ ഇവിടുത്തെ കേസിൽ അയണിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓക്സി ഫോമിലും ഡിയോക്സി ഫോമിലും എങ്ങനെയാണെന്നുള്ള കാര്യം കറക്റ്റായിട്ട് ഓർത്തിരിക്കണം. ഇനി നെക്സ്റ്റ് ഹീമോഗ്ലോബിൻ ആണ്. ഹീമോഗ്ലോബിനകത്ത് ഹീമുണ്ട്. സോ ഇതിനകത്ത്
+2 സ്റ്റേറ്റിലാണ് ഓക്സി ഫോമിലും ഡിയോക്സി ഫോമിലും ഉള്ളത്. നിങ്ങൾക്കറിയാം ഡിയോക്സി ഫോമിൽ Fe+2 എന്തായിരിക്കും? ഹൈ സ്പിൻ ആയിരിക്കും. ഇനി ഓക്സി ഫോമിലേക്ക് വരുന്ന സമയത്ത് Fe+2 എന്താണ്? ലോ സ്പിൻ ആണ്. ആ ഒരു കറക്റ്റായിട്ട് ആ ഒരു ഓർത്തിരിക്കണം. ഡിയോക്സി ഫോമിലും ഓക്സി ഫോമിലും എടുത്ത് ചോദിക്കും. സോ ഡിയോക്സി ഫോം ആണെങ്കിൽ ഹൈ സ്പിൻ ആയിരിക്കും, ഓക്സി ഫോം ആണെങ്കിൽ ലോ സ്പിൻ കോംപ്ലക്സ് ആയിരിക്കും. അതുപോലെ ഓക്സിജൻ ട്രാൻസ്പോർട്ട് ആണ് അതിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇതൊരു ടെട്രാമർ ആയിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. നമ്മൾ α2 β2 എന്നൊക്കെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. കോപ്പറേറ്റീവ് ബൈൻഡിങ് ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഓക്കെ, ഇനി മയോഗ്ലോബിനിലേക്ക് വരാം. മയോഗ്ലോബിനും ഹീം കണ്ടെയ്നിങ് ആയിട്ടുള്ള ഒരു പ്രോട്ടീൻ ആണ്. സോ ഇതിനകത്തും Fe+2 ആണ് ഡിയോക്സി ഫോമിലും ഓക്സി ഫോമിലും ഉള്ളത്. സോ Fe+2 ഹൈ സ്പിൻ ആണെങ്കിൽ അത് ഡിയോക്സി ഫോമിലും, Fe+2 ലോ സ്പിൻ ആണെങ്കിൽ അത് എവിടെ ആയിരിക്കും? ഓക്സി ഫോമിലും ആയിരിക്കും ഉണ്ടാവുക. ആ ഒരു പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഇതിന്റെ ഫംഗ്ഷൻ എന്താണ്? എപ്പോഴും നമുക്ക് തിരിഞ്ഞു പോകും. മയോഗ്ലോബിൻ എന്ന് പറയുന്നത് ഓക്സിജൻ കാരിയർ ആയിട്ടാണ് നമ്മൾ പലരും തെറ്റ് ചെയ്താറുണ്ട്. സിമ്പിൾ ആണ്. എന്താണ്? ഓക്സിജൻ സ്റ്റോറേജ് ആണ് ഇതിന്റെ ഫംഗ്ഷൻ ഇൻ മസിൽസ്. മയോഗ്ലോബിൻ മറന്നു പോയത് ഓക്സിജൻ സ്റ്റോറേജ് ആണ്. അതുപോലെ തന്നെ അതൊരു മോണോമറിക് ഫോമിലാണ് എക്സിസ്റ്റ് ചെയ്യുന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഹൈ അഫിനിറ്റി ഫോർ ഓക്സിജൻ. സോ അത് നോൺ കോപ്പറേറ്റീവ് ബൈൻഡിങ് ആണ് എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാം. സോ അതാണ് മയോഗ്ലോബിനെ കുറിച്ച് നമുക്ക് പറയാനായിട്ട് ഉള്ളത്. സോ ഹീമോഗ്ലോബിൻ ഓക്സിജൻ കാരിയർ ആണ്. മയോഗ്ലോബിൻ എന്താണ്? ഓക്സിജൻ സ്റ്റോറേജ് ഇൻ മസിൽസ് ആണ് അതിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. രണ്ടിന്റെ കേസിലും Fe+2 തന്നെയാണുള്ളത്. സോ ഡിയോക്സി ഫോമിൽ Fe+2 ഹൈ സ്പിൻ ആണെങ്കിൽ ഓക്സി ഫോമിൽ Fe+2 ലോ സ്പിൻ ആയിട്ടാണ് ബിഹേവ് ചെയ്യുന്നത്. ഇനി സൈറ്റോക്രോം നോക്കുക. സൈറ്റോക്രോമിനകത്ത് Fe യൂണിറ്റ് ഉണ്ട്. ഇവിടെ ഒരു റിഡോക്സ് ഫോമിലായിരിക്കും ഉണ്ടാവുക. Fe2 to Fe3 എന്നുള്ള രീതിയിലായിരിക്കും ഉണ്ടാവുക. ഇലക്ട്രോൺ ട്രാൻസ്ഫർ ആണ് ഇവിടെ നടക്കുന്നത്. ഇതിന്റെ ഫംഗ്ഷൻ, സൈറ്റോക്രോമിന്റെ ഫംഗ്ഷൻ എന്താണ്? ഇലക്ട്രോൺ ട്രാൻസ്ഫർ ഇൻ റെസ്പിറേഷൻ ആൻഡ് ഫോട്ടോസിന്തസിസ് ആണ് ഇതിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. പല ടൈപ്സ് ഉണ്ട് സൈറ്റോക്രോം, A, B, C എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പലതായിട്ട് ക്ലാസിഫൈ ചെയ്യും. സോ അതൊക്കെ നിങ്ങൾ ബയോ ഓർഗാനിക് കെമിസ്ട്രിക്കകത്ത് പഠിച്ചിട്ടുണ്ടാവും. സോ ഹീമോഎറിത്രിൻ, ഹീമോഗ്ലോബിൻ, മയോഗ്ലോബിൻ ആൻഡ് സൈറ്റോക്രോം, ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ നോട്ടിനകത്ത് എന്ത് ചെയ്യുക? എഴുതി പോവുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെക്കുറിച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കാനുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ അതോടെ പറഞ്ഞ് പോകുന്നത്. നിങ്ങൾക്ക് ഒരു റിവിഷനൂടാണ്, ക്വസ്റ്റ്യൻ ഡിസ്കഷൻ മാത്രമല്ല, നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ ഒരു റിവിഷനൂടാണ് നമ്മൾ ചെയ്ത് പോകുന്നത്. ഓക്കെ, സോ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. 25ാമത്തെ ചോദ്യം വളരെ അടിപൊളി ഒരു ചോദ്യമാണിത്. ഓർഗാനോമെറ്റാലിക് കെമിസ്ട്രി എന്നുള്ള ഒരു ചോദ്യമാണ്. സോ നോക്കാം. കൺസിഡർ ദ ഫോളോയിങ് ലിഗാൻഡ് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. ഇവിടെ ലിഗാൻഡ് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ തന്നിട്ടുണ്ട്. ഞാൻ ആ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ താഴോട്ട് എഴുതുകയാണ്. വനേഡിയം CO6 ടൈംസ്, വനേഡിയം CO6 ടൈംസ് ആരുമായിട്ട് ചേരുന്നു? PR3 ചേരുന്നു. എന്നിട്ടൊരു പ്രൊഡക്റ്റ് ഉണ്ടാകുന്നു. വനേഡിയം CO5 ടൈംസ് PR3 പ്ലസ് CO. ഇതാണ് നമ്മളുടെ റിയാക്ഷൻ, തന്നിരിക്കുന്ന റിയാക്ഷൻ. വനേഡിയം CO6 എന്ന് പറഞ്ഞ കോംപ്ലക്സ് PR3 ആയിട്ട് റിയാക്ട് ചെയ്തിട്ട് വനേഡിയം CO5 PR3 പ്ലസ് CO എന്ന് പറഞ്ഞിട്ട് കോംപ്ലക്സ് ഫോം ചെയ്യുന്നു. ഇതാണ് നമ്മുടെ റിയാക്ഷൻ. സോ ദ ഫോളോയിങ് ലിഗാൻഡ് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. The reaction rate exhibit the dependence on the identity of phosphorus nucleophile used. So phosphorus nucleophile യൂസ് ചെയ്തതിൻ്റെ ഒരു ഡിപ്പെൻഡൻസ് ഇവിടെ കാണാം. PMe3 ആണ് എങ്കിൽ അതിൻ്റെ റേറ്റ് ഫാസ്റ്റ് ആയിരിക്കും. then PBu3, then POMe3 3 times and PH3. So ഐഡന്റിഫൈ ദ ടൈപ്പ് ഓഫ് റിയാക്ഷൻ. ഏത് ടൈപ്പ് ഓഫ് റിയാക്ഷൻ ആണെന്നാണ് ചോദ്യം. സോ ലിഗാൻഡ് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. ലിഗാൻഡ് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസ് നമ്മൾ 2 പഠിച്ചിട്ടുണ്ട്. ഏതൊക്കെയാ? SN1 ആൻഡ് SN2. അല്ലെങ്കിൽ അതിനെ നമ്മൾ ഡിസോസിയേറ്റീവ് എന്ന് വിളിക്കും, അസോസിയേറ്റീവ് എന്ന് വിളിക്കും. സോ SN1 ആണെങ്കിൽ അത് ഡിസോസിയേറ്റീവ് മെക്കാനിസം, SN2 ആണെങ്കിൽ അതിനെ നമ്മൾ അസോസിയേറ്റീവ് ലിഗാൻഡ് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസ് എന്നാണ് വിളിക്കുന്നത്. സോ ഇവിടുത്തെ മെക്കാനിസം ഏതാണെന്നാണ് ചോദ്യം. ഓക്കെ, സോ എന്താ നമ്മുടെ ട്രിക്ക്? ഞാൻ നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. എന്താണ്? 80 ഇലക്ട്രോൺ കോംപ്ലക്സ് ആണെന്നുണ്ടെങ്കിൽ, എന്താണ് 18 ഇലക്ട്രോൺ കോംപ്ലക്സ് ആണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? അത് SN1 മെക്കാനിസം ആയിരിക്കും ഫോളോ ചെയ്യുന്നത്, ഡിസോസിയേറ്റീവ് മെക്കാനിസം ആയിരിക്കും ഫോളോ ചെയ്യുന്നത്. ഞാൻ എന്താ പറഞ്ഞത്? നമ്മളുടെ കോംപ്ലക്സ് എന്ന് പറയുന്നത് 18 ഇലക്ട്രോൺ സിസ്റ്റമാണ്. 18 ഇലക്ട്രോൺ കോംപ്ലക്സ് ആണെന്നുണ്ടെങ്കിൽ, 18 ഇലക്ട്രോൺ കോംപ്ലക്സ് ആണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് SN1 അല്ലെങ്കിൽ ഡിസോസിയേറ്റീവ് മെക്കാനിസം ആയിരിക്കും ഫോളോ ചെയ്യുന്നത്. 18 ഇലക്ട്രോൺ കോംപ്ലക്സ് ആണെങ്കിൽ. ഇനി 17 ഇലക്ട്രോണോ 16 ഇലക്ട്രോണോ ആണെന്നുണ്ടെങ്കിൽ അത് അസോസിയേറ്റീവ് മെക്കാനിസം ആയിരിക്കും ഫോളോ ചെയ്യുന്നത്. നോക്കുക, ഇവിടുത്തെ നമ്മൾ ഇലക്ട്രോൺ ഒന്ന് കൗണ്ട് ചെയ്ത് നോക്കുക. വനേഡിയം എന്ന് പറഞ്ഞാൽ 5 ഇലക്ട്രോൺസ് ആണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഒരു CO ബൈഡന്റൽ ലിഗാൻഡ് ആണ്. അപ്പോൾ 2 × 6 എന്ന് വരും. സോ എത്ര വരും? 5 + 12 എന്ന് വരും. 17 ഇലക്ട്രോൺ. അതായത് ഒരു 17 ഇലക്ട്രോൺ കോംപ്ലക്സ് ആണ് ഇവിടെ നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഉറപ്പായിട്ടും എന്തായിരിക്കും നമ്മുടെ മെക്കാനിസം? SN2 അല്ലെങ്കിൽ അസോസിയേറ്റീവ് മെക്കാനിസം ആയിരിക്കും. ആൻസർ എന്താണ്? അസോസിയേറ്റീവ് എന്നുള്ളതാണ് ആൻസർ. കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണ് ഈ മെക്കാനിസം വർക്ക് ചെയ്യുന്നത്. സോ നമ്മൾ എന്താ നോക്കിയത്? കോംപ്ലക്സ് 17 ഇലക്ട്രോൺ ആണോ 18 ഇലക്ട്രോൺ ആണോ നോക്കി. സോ 18 ഇലക്ട്രോൺ ആണെങ്കിൽ SN1 ഡിസോസിയേറ്റീവ് മെക്കാനിസം ആയിരിക്കും ഫോളോ ചെയ്യുന്നത്. നമുക്ക് മനസ്സിലായി അത് 17 ഇലക്ട്രോൺ ആണ്. സോ 17 ഇലക്ട്രോൺ ആണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എന്തായിരിക്കും? അത്
അസോസിയേറ്റീവ് മെക്കാനിസം ആയിരിക്കും ഫോളോ ചെയ്യുന്നത്. സോ അസോസിയേറ്റീവ് മെക്കാനിസം എന്ന് പറഞ്ഞാൽ എന്താ? അസോസിയേറ്റീവ് മെക്കാനിസം എന്ന് പറഞ്ഞാൽ ഒരു മെറ്റൽ 6 ലിഗാൻഡുള്ള ഒരു മെറ്റൽ, ഇതിലേക്ക് ഞാൻ വേറൊരു ലിഗാൻഡിനെ ആഡ് ചെയ്യുന്നു. സോ ബേസിക്കലി ഇതിൻ്റെ കോർഡിനേഷൻ നമ്പർ എന്ന് പറയുന്നത് എന്താണ്? കോർഡിനേഷൻ നമ്പർ എന്ന് പറയുന്നത് 6 ആണ്. സോ ഒരു y എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലിഗാൻഡ് ഞാൻ ആഡ് ചെയ്യുന്ന സമയത്ത് ഇത് ML6Y ആയിട്ട് മാറും. അതായത് ഇതിൻ്റെ കോർഡിനേഷൻ നമ്പർ ഇത് 7 ആക്കി ഉയർത്തും. എന്നിട്ട് എന്ത് സംഭവിക്കും? എന്നിട്ട് ഇവിടെ നിന്നൊരു ലിഗാൻഡ് എന്ത് ചെയ്യുന്നു? ഡിസോസിയേറ്റ് ചെയ്ത് പോകുന്നു. പോയിട്ട് നമുക്ക് ML5Y എന്നൊരു പ്രൊഡക്റ്റ് കിട്ടുന്നു. നോക്കുക, ML6Y എന്ത് ചെയ്തു? ആദ്യം കോർഡിനേഷൻ 7 ആക്കി, എന്നിട്ട് അവിടെ നിന്ന് ഒരു ഡിസോസിയേഷൻ നടന്നിട്ട് ML5Y ആയിട്ട് മാറി. സിമിലർ റിയാക്ഷൻ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നോക്കുക, നമുക്ക് വനേഡിയം CO6 ടൈംസ് PR3 ആണ്. എന്താ? വനേഡിയം CO5 പ്ലസ് PR3 പ്ലസ് CO എന്നല്ലേ? അപ്പോൾ മെക്കാനിസം ഏതാണ്? അസോസിയേറ്റീവ് മെക്കാനിസം SN1 മെക്കാനിസം ആണ് അത് ഫോളോ ചെയ്യുന്നത്. ഓക്കെ, സോ ആ ഒരു മെക്കാനിസം കൂടെ ഞാൻ ഇവിടെ എഴുതാം. സോ മെക്കാനിസം നമുക്ക് താഴോട്ട് എഴുതാം. സോ റിയാക്ഷൻ എങ്ങനെയായിരിക്കും വരിക? നമ്മളുടെ 17 ഇലക്ട്രോൺ കോംപ്ലക്സ് ആണ് നമുക്ക് മനസ്സിലായി. ഇലക്ട്രോൺ കൗണ്ട് ചെയ്യുക എന്നുള്ളതാണ്. കോർഡിനേഷൻ ഓർഗാനോമെറ്റാലിക് കോംപ്ലക്സ് കിട്ടിയാൽ അപ്പം തന്നെ നോക്കണം 80 ഇലക്ട്രോണുകൾ ഒബേ ചെയ്യുമോ ഇല്ലയോ എന്നുള്ളത്. സോ 80 ഇലക്ട്രോൺ ഒബേ ചെയ്യുമെന്നുണ്ടെങ്കിൽ നമുക്ക് കാര്യങ്ങളൊക്കെ എളുപ്പമാണ്. ഇല്ലെന്നുണ്ടെങ്കിൽ അസോസിയേറ്റീവ് മെക്കാനിസം ആയിരിക്കും ഫോളോ ചെയ്യുക. സോ അതാണ് അസോസിയേറ്റീവ് മെക്കാനിസം എന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു. സോ ഇവിടെ നമ്മളുടെ വനേഡിയം CO6 ടൈംസ് PR3 എന്ത് ചെയ്യുന്നു? ആദ്യം വനേഡിയം CO6 ടൈംസ് PR3 എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു കോംപ്ലക്സ് ഫോം ചെയ്യും. ഇവിടെ നിന്നും എന്ത് സംഭവിക്കും? ഒരു CO ഡിസോസിയേറ്റ് ചെയ്യും. ഒരു CO ഡിസോസിയേറ്റ് ചെയ്തിട്ട് എന്തായിട്ട് മാറും? വനേഡിയം CO5 ടൈംസ് 6 ഉണ്ടായിരുന്നു, 5 ടൈംസ് PR3 എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു കോംപ്ലക്സ് പ്ലസ് CO ആയിട്ട് മാറും. ഏതാണ് മെക്കാനിസം? SN2 മെക്കാനിസം, അല്ലെങ്കിൽ നമ്മൾ അതിനെ അസോസിയേറ്റീവ് മെക്കാനിസം എന്ന് വിളിക്കും. അസോസിയേറ്റീവ് മെക്കാനിസം എന്നാണ് വിളിക്കുന്നത്. സോ ഇതൊരു 70 ഇലക്ട്രോൺ കോംപ്ലക്സ് ആണ്. ഈ റിയാക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വനേഡിയം കാർബണിൽസിൻ്റെ റിയാക്ഷൻ എല്ലാം തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് 70 ഇലക്ട്രോൺ ആണ്. ഇതിൻ്റെ വേറൊരു പ്രത്യേകതയുണ്ട്. ഇതെന്താണ്? ഇത് പാരാമാഗ്നറ്റിക് ആണ്. എന്താണ്? പാരാമാഗ്നറ്റിക് ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വനേഡിയം CO6 ടൈംസ് എന്ന് പറയുന്നത് എന്താണ്? പാരാമാഗ്നറ്റിക് ആണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. 70 ഇലക്ട്രോൺ കോംപ്ലക്സ് ആണ്. റിയാക്ഷൻസ് എല്ലാം തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ഇതിനകത്ത് പറയാനായിട്ട് ഉദ്ദേശിച്ചുള്ളൂ. ലിഗാൻഡ് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ 2 ടൈപ്പ് ഉണ്ട്. ഡിസോസിയേറ്റീവ് ഉണ്ട്, അസോസിയേറ്റീവ് ഉണ്ട്. എങ്ങനെ കണ്ടുപിടിക്കാം? 18 ഇലക്ട്രോൺ കോംപ്ലക്സ് ആണെങ്കിൽ എന്താണ്? ഇലക്ട്രോൺ കൗണ്ട് ചെയ്യുക, തന്നിരിക്കുന്ന കോംപ്ലക്സ് കൗണ്ട് ചെയ്യുക. 18 ഇലക്ട്രോൺ ആണെങ്കിൽ SN1 മെക്കാനിസം ഡിസോസിയേറ്റീവ് മെക്കാനിസം ആയിരിക്കും ഫോളോ ചെയ്യുന്നത്. അല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്താണ്? അല്ല നമ്മളുടെ അസോസിയേറ്റീവ് മെക്കാനിസം ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ 17 ഇലക്ട്രോണോ 16 ഇലക്ട്രോൺ കോംപ്ലക്സ് ആണെന്നുണ്ടെങ്കിൽ അസോസിയേറ്റീവ് മെക്കാനിസം ആയിരിക്കും ഫോളോ ചെയ്യുന്നത്. സോ അതാണ് ബേസിക് ആയിട്ടുള്ള കാര്യം. സോ ഇവിടെ വനേഡിയം കോംപ്ലക്സ് ആണ്. കോംപ്ലക്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് 26ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. വിച്ച് കോമ്പൗണ്ട് ഈസ് മോസ്റ്റ് ലൈക്ലി ടു അണ്ടർഗോ ഓക്സിഡേറ്റീവ് അഡീഷൻ ഓഫ് H2 എന്നുള്ളതാണ് ചോദ്യം. H2ന്റെ ഓക്സിഡേറ്റീവ് അഡീഷൻ ഇതിനകത്ത് തന്നിരിക്കുന്നതിനകത്ത് ഏത് കോംപ്ലക്സിനകത്താണ് നടക്കുന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ ഓക്സിഡേറ്റീവ് അഡീഷൻ, റിഡക്റ്റീവ് എലിമിനേഷൻ, ബീറ്റാ ഹൈഡ് എലിമിനേഷൻ, മൈഗ്രേറ്ററി ഇൻസേർഷൻ, 1-2 ഇൻസേർഷൻ, 1-1 ഇൻസേർഷൻ ഒക്കെ നിങ്ങൾ ഓർഗാനോമെറ്റാലിക് റിയാക്ഷനകത്ത് പഠിക്കുന്നതാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിയാക്ഷൻസ് ആണ് എല്ലാം തന്നെ. നമ്മളുടെ എക്സാമിന് അത്രയും വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള റിയാക്ഷൻസ് ഒന്നും ചോദിക്കാറില്ല. വളരെ സിമ്പിൾ ആയിട്ടുള്ള കൺസെപ്റ്റുകളാണ് സാധാരണ ചോദിച്ച് കണ്ടിട്ടുള്ളത്. സോ ഇവിടെ നമ്മൾ ഒരു ഓക്സിഡേറ്റീവ് അഡീഷൻ, H2ന്റെ ഓക്സിഡേറ്റീവ് അഡീഷനകത്ത് ഏത് കോംപ്ലക്സിലാണ് പറ്റുന്നതെന്നുള്ളതാണ് ചോദ്യം. സോ അതിൻ്റെ കണ്ടീഷൻ എന്താ? നമുക്ക് ഓക്സിഡേറ്റീവ് അഡീഷൻ ആണ് ചെയ്യേണ്ടത്. സോ ഓക്സിഡേറ്റീവ് അഡീഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കണ്ടീഷൻസ് എന്താണ്? ഈ ഒറ്റ കണ്ടീഷൻ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും. ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് ഒരു 16 ഇലക്ട്രോൺ കോംപ്ലക്സ് ആയിരിക്കണം. 16 ഇലക്ട്രോൺ കോംപ്ലക്സ് ആയിരിക്കണം. ആ 16 ഇലക്ട്രോൺ കോംപ്ലക്സിനെ ഓക്സിഡേറ്റീവ് അഡീഷൻ ചെയ്യുമ്പോഴാണ് നമുക്ക് എന്തായിട്ട് മാറുന്നത്? ഒരു 18 ഇലക്ട്രോൺ കോംപ്ലക്സ് ആയിട്ട് മാറുന്നത്. സോ അതാണ് ഇതിൻ്റെ പോയിന്റ്. ഇനി തിരിച്ച് 18 ഇലക്ട്രോൺ കോംപ്ലക്സ് തിരിച്ചു വരുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? അതിനെയാണ് നമ്മൾ റിഡക്റ്റീവ് എലിമിനേഷൻ എന്ന് വിളിക്കുന്നത്. എന്താണ് റിഡക്റ്റീവ് എലിമിനേഷൻ? എന്താ ഞാൻ പറഞ്ഞത്? ഓക്സിഡേറ്റീവ് അഡീഷൻ ആണോ? ഒരു കോംപ്ലക്സ് ഓക്സിഡേറ്റീവ് അഡീഷൻ പോവോ, അണ്ടർഗോ ചെയ്യോ ഇല്ലയോ എന്ന് എങ്ങനെ കണ്ടുപിടിക്കാം? ജസ്റ്റ് അതിൻ്റെ ഇലക്ട്രോൺ കൗണ്ട് എടുക്കുക. 60 ഇലക്ട്രോൺ കോംപ്ലക്സ് ആണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് ഓക്സിഡേറ്റീവ് അഡീഷൻ അണ്ടർഗോ ചെയ്തിട്ട് എന്തായിട്ട് മാറും? 80 ഇലക്ട്രോൺ ആയിട്ട് മാറും. ഇനി തിരിച്ച് റിഡക്റ്റീവ് എലിമിനേഷൻ ആണെങ്കിലോ തിരിച്ച് റിഡക്റ്റീവ് എലിമിനേഷൻ എന്ന് പറഞ്ഞാൽ തിരിച്ച് നടക്കുന്നതിനെയാണ് റിഡക്റ്റീവ് എലിമിനേഷൻ എന്ന് വിളിക്കുന്നത്. അതായത് ഒരു 18 ഇലക്ട്രോൺ കോംപ്ലക്സ് 16 ഇലക്ട്രോൺ ആകുന്നതിനാണ് നമ്മൾ റിഡക്റ്റീവ് എലിമിനേഷൻ എന്ന് വിളിക്കുന്നത്. നമ്മുടെ ക്വസ്റ്റ്യൻ എന്താ? ഓക്സിഡേറ്റീവ് അഡീഷൻ ഓഫ് H2 പോസിബിൾ ആയിട്ടുള്ളത് ഈ തന്നിരിക്കുന്ന ഏത് കോംപ്ലക്സിലാണെന്നുള്ളതാണ് അല്ലേ? സോ ഓരോ കോംപ്ലക്സ് നമ്മൾ എടുത്ത് നോക്കണം. ഓരോ കോംപ്ലക്സ് എടുത്ത് നോക്കിയാലേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ ഏതിനകത്താണ്. സോ 16 ഇലക്ട്രോൺ കോംപ്ലക്സ് ആണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എന്താ സംഭവിക്കുന്നത്?
ആ ഒരു കോംപ്ലക്സ് ഓക്സിഡേറ്റീവ് അഡീഷൻ അണ്ടർഗോ ചെയ്യും എന്നുള്ളത് തന്നെയാണ് നമ്മളുടെ പോയിന്റ്. സോ നോക്കാം, കണ്ടീഷൻ 16 ഇലക്ട്രോൺ കോംപ്ലക്സ് ആണെന്ന് നോക്കാം. സോ ഫസ്റ്റ് കോംപ്ലക്സ് ഞാൻ ഇങ്ങോട്ട് എടുത്ത് എഴുതുവാണ്. ഫസ്റ്റ് കോംപ്ലക്സ് എന്ന് പറയുന്നത് FeCO 5 ടൈംസ് ആണ് ഫസ്റ്റ് എ എന്ന് പറഞ്ഞിട്ടുള്ള കോംപ്ലക്സ്. സോ അയൺ എന്ന് പറയുന്നത് 8 ഇലക്ട്രോൺസ് ആണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. CO ഒരു ബൈഡന്റൈൽ ലിഗാൻഡ് ആണ്. സോ 2 എത്ര എണ്ണം ഉണ്ട്? 5 എണ്ണം ഉണ്ട്. 2 × 5 അതായത് 10 എന്ന് വരും. അതായത് 8 + 10 18. സോ ഇത് 18 ഇലക്ട്രോൺ കോംപ്ലക്സ് ആണ്. സോ എന്താണ് FeCO 5 ടൈംസ് എന്താണ്? 18 ഇലക്ട്രോൺ കോംപ്ലക്സ് ആണ്. ഒരിക്കലും എന്ത് തരത്തില്ല? ഓക്സിഡേറ്റീവ് അഡീഷൻ തരത്തില്ല. 60 ഇലക്ട്രോൺ കോംപ്ലക്സ് ആണെങ്കിൽ മാത്രമേ ഓക്സിഡേറ്റീവ് അഡീഷൻ തരത്തുള്ളൂ. ഞാൻ ഈ ഒരു ഓപ്ഷൻ എന്ത് ചെയ്തു? എലിമിനേറ്റ് ചെയ്തു. നെക്സ്റ്റ് ബി ഓപ്ഷൻ ഞാൻ നോക്കുവാണ്. സോ ഈ ഓപ്ഷൻ നോക്കാം നമുക്ക്. ഈ ഓപ്ഷൻ എന്ന് പറയുന്നത് RHI4CO2 ടൈംസ് മൈനസ് എന്നുള്ളതാണ്. ഇവിടെ നമുക്ക് CO2 എന്നാണ് കൊടുത്തിട്ടുള്ളത്. CO2 എന്നുള്ളത് അത് പ്രിന്റിംഗ് മിസ്റ്റേക്ക് ആണ്. RHI4CO2 ടൈംസ് മൈനസ് എന്നുള്ളതാണ് നമ്മുടെ കോംപ്ലക്സ് എന്ന് പറയുന്നത്. ഇനി ഇലക്ട്രോൺ കൗണ്ട് ചെയ്ത് നോക്കാം. RH എന്ന് പറഞ്ഞാൽ 9, I4 എന്ന് പറഞ്ഞാൽ 1 × 4 4 ഉണ്ട്. 4 എന്ന് വരും. CO ഒരു CO 2 എണ്ണം ഡൊണേറ്റ് ചെയ്യും. സോ 2 × 2 ഒരു നെഗറ്റീവ് ചാർജ് ഉണ്ട്, +1 കൂടെ ആഡ് ചെയ്യണം. സോ 9 + 4 + 4 + 1 9 1 10 10 4 14 4 18. ഇതും എന്താണ്? ഒരു 18 ഇലക്ട്രോൺ കോംപ്ലക്സ് ആണ്. സോ ഇത് 18 ഇലക്ട്രോൺ കോംപ്ലക്സ് ആയതുകൊണ്ട് എന്ത് തരത്തില്ല? ഓക്സിഡേറ്റീവ് അഡീഷൻ തരത്തില്ല. സോ അത് ഞാൻ എന്ത് ചെയ്തു? എലിമിനേറ്റ് ചെയ്തു. ഇനി നെക്സ്റ്റ് കോംപ്ലക്സിലേക്ക് ഞാൻ പോവാണ്. നെക്സ്റ്റ് കോംപ്ലക്സ് എന്ന് പറയുന്നത് ഏതാണ്? RHCl PPH3 ടൈംസ് എന്നാണ് കേട്ടോ. PPH3 3 ടൈംസ് എന്നാണ്. അവിടെ 3 കാണാൻ പറ്റത്തില്ല, എന്തെങ്കിലും 3 ടൈംസ് എന്നുള്ളതാണ്. ആ ഒരു കോംപ്ലക്സ് അങ്ങനെയാണ്. സോ RH എന്ന് പറഞ്ഞാൽ ഓൾറെഡി 9 ആണ്. ക്ലോറിന്റെ കോൺട്രിബ്യൂഷൻ 1. PPH3 എന്താണ്? ഒരു ബൈഡന്റൈൽ ലിഗാൻഡ് ആണ്. 3 എണ്ണം ഉണ്ട്. സോ 2 × 3 എന്ന് വരും. സോ എത്ര വരും? 9 1 10 10 6 16. സോ ഇതൊരു 16 ഇലക്ട്രോൺ കോംപ്ലക്സ് ആണ്. സോ ആൻസർ ഏതാണ്? ബി ആയിരിക്കും നമ്മളുടെ ആൻസർ. 6 ഇലക്ട്രോൺ കോംപ്ലക്സ് ആണ് ഓക്സിഡേറ്റീവ് അഡീഷൻ അണ്ടർഗോ ചെയ്യുന്നുള്ള കാര്യം ഓർത്തിരിക്കുക. സോ ഈ ഒരു കോംപ്ലക്സോട് നമുക്ക് നോക്കാം. അതെന്ന് പറയുന്നത് HFeCO FHCO 4 ടൈംസ് മൈനസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു കോംപ്ലക്സ്. സോ ഈ ഒരു കോംപ്ലക്സിനകത്ത് കൗണ്ട് ചെയ്യാം. ഹൈഡ്രജന്റെ കോൺട്രിബ്യൂഷൻ 1, Feയുടെ കോൺട്രിബ്യൂഷൻ 8, CO ബൈഡന്റൈൽ ലിഗാൻഡ് ആണ്. 2 × 4 ഒരു നെഗറ്റീവ് ചാർജ് ഉണ്ട് 1. 8 1 9 9 4 × 2 8 8 8 16 16 2 എത്രയാണ്? 18 തന്നെയാണ്. സോ എന്താണ്? ഇതും ഒരു 80 ഇലക്ട്രോൺ കോംപ്ലക്സ് ആണ്. സോ ഇതും എന്ത് തരത്തില്ല? നമ്മളുടെ ഓക്സിഡേറ്റീവ് അഡീഷൻ തരത്തില്ല. സോ ഓക്സിഡേറ്റീവ് അഡീഷനകത്ത് ഓർത്തിരിക്കുക, 16 ഇലക്ട്രോൺ കോംപ്ലക്സ് 80 ഇലക്ട്രോൺ കോംപ്ലക്സ് ആയിട്ട് മാറുവാണ്. ഇൻഡക്റ്റീവ് എലിമിനേഷനകത്ത് നേരെ റിവേഴ്സ് ആണ്. 80 ഇലക്ട്രോൺ കോംപ്ലക്സ് എന്തായിട്ട് മാറുന്നു? 60 ഇലക്ട്രോൺ കോംപ്ലക്സ് ആയിട്ട് മാറുന്നു. സോ ഇതാണ് ഇതിന്റെ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഈ ഓക്സിഡേറ്റീവ് അഡീഷനകത്ത് നമുക്ക് സിസ് ഓക്സിഡേറ്റീവ് അഡീഷനും ഉണ്ട്, ട്രാൻസ് ഓക്സിഡേറ്റീവ് അഡീഷനും ഉണ്ട്. നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പോയി നോട്ട് നോക്കണം. പോളാർ നോൺ പോളാർ കൺസെപ്റ്റ് വെച്ചിട്ടാണ് നമ്മൾ സിസ് ഓക്സിഡേറ്റീവ് അഡീഷനും ട്രാൻസ് ഓക്സിഡേറ്റീവ് അഡീഷനും പറയുന്നത്. സോ ഓക്സിഡേറ്റീവ് അഡീഷൻ 2 ടൈപ്പ് ഉണ്ട്, സിസും ഉണ്ട്, ട്രാൻസും ഉണ്ട്. സോ സിസ് ഓക്സിഡേറ്റീവ് അഡീഷൻ എപ്പോഴാണ് വരുന്നത്? നോൺ പോളാർ റിയേജൻസ് വരുമ്പോഴാണ് സിസ് ഓക്സിഡേറ്റീവ് അഡീഷൻ വരുന്നത്. പോളാർ റിയേജൻസ് ആണെന്നുണ്ടെങ്കിൽ ട്രാൻസ് ഓക്സിഡേറ്റീവ് അഡീഷൻ ആയിരിക്കും വരുന്നത്. സോ അതാണ് നമ്മളുടെ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. മനസ്സിലായില്ലെങ്കിൽ ഒന്നുകൂടെ ഒന്ന് കേട്ട് നോക്കുക, സെറ്റ് ആവും. ഓക്കെ.